everyone, welcome back to Xylem Learning and a heartily welcome to our English class. Yes, this is SJ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മിനി മാരത്തോൺ ആണ്. മറ്റന്നാളാണ് നമ്മുടെ പരീക്ഷ, ഇംഗ്ലീഷ് പരീക്ഷ. നമ്മൾ തകർക്കാൻ പോവാണ് സൈലത്തിലൂടെ അല്ലേ. നമ്മൾ ഒരുപാട് ദിവസമായി അല്ലേ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ചാപ്റ്റേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഗ്രാമർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യൂണിറ്റുകളായിട്ട് 4ാമത്തെ യൂണിറ്റ്, 5ാമത്തെ യൂണിറ്റ് ഗ്രാമർ എത്ര തവണ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി അതിൻ്റെ ഏറ്റവും അവസാനവട്ട ഫിനിഷിങ്ങിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. സോ അതിൻ്റെ ഏറ്റവും അവസാനം അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ മിനി മാരത്തോണിൽ ഞാനും നിങ്ങളുടെ JD സാറും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണ് മക്കളെ, ഇന്ന് നമ്മുടെ A to Z ചാപ്റ്റേഴ്സും നമ്മൾ പെട്ടെന്നൊന്ന് ഓടിച്ചു പോകാൻ പോവാണ്. ഓക്കെ, എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ പഠിച്ചിട്ട് പോകാൻ പോവാണ്. നിങ്ങൾ സെറ്റല്ലേ? ഓക്കെ, അപ്പോൾ സെറ്റാക്കി തരും, എല്ലാ ചാപ്റ്റേഴ്സും സെറ്റാക്കി തരും. ഇതുവരെ ക്ലാസ്സിലിരിക്കാത്ത ആൾക്കാർ, പല കാരണങ്ങൾ കൊണ്ട് ക്ലാസ് മിസ്സായി പോയ ആൾക്കാരുണ്ടാവും അല്ലേ. സ്പോർട്സ് കൊണ്ടാവട്ടെ, അതുപോലെ യൂത്ത് ഫെസ്റ്റിവലിൽ ഞാൻ പോയതുകൊണ്ട് എനിക്ക് ഇന്ന ചാപ്റ്റർ കിട്ടിയില്ല. ക്ലൈമറ്റ് ചേഞ്ച് ഇസ് നോട്ട് എ ഹിസ്റ്റീരിയ എന്ന് പറഞ്ഞ ചാപ്റ്റർ എനിക്ക് ഭയങ്കര ടഫാണ്, അങ്ങനെയൊക്കെ തോന്നുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓൺ കില്ലിംഗ് എ ട്രീ എനിക്ക് മനസ്സിലായില്ല, ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇതാ ഇന്ന് അതെല്ലാം സെറ്റാക്കിയിട്ട് നമ്മളൊന്ന് പോവുള്ളൂ. ഓക്കെ, അപ്പോൾ മിനി മാരത്തോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. യെസ്, ഇങ്ങനെ കാണിക്കുന്ന ആൾ വരും കേട്ടോ. JD സാർ വരും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പോവാണ്, തുടങ്ങാൻ പോവാണ്. സെറ്റല്ലേ? യെസ്, 9ാം ക്ലാസ്സുകാരുടെ ആ പവർ അതാ കാണുന്നുണ്ട് കമന്റ് ബോക്സിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതാ, ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞോ? ഇല്ല, നമുക്കിനി നാളെ എന്ന് പറയുന്ന ഒരു ദിവസം കൂടി ഉണ്ട് അല്ലേ. നാളെ എന്ന് പറയുന്ന ഒരു ദിവസം കൂടി ഉണ്ട്. ഈ നാളെ എന്ന് പറയുന്ന ദിവസത്തിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് അറിയോ? നമ്മൾ നമ്മുടെ മുഴുവനും ഡിസ്കോഴ്സും ഗ്രാമറും പരീക്ഷയ്ക്ക് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ച കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യും, പഠിച്ചെടുക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. സോ നാളത്തെ ക്ലാസ് നിങ്ങൾ മിസ്സാക്കരുത്. നാളത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് വളരെ എനർജറ്റിക് ആയിട്ട് നിങ്ങൾ വന്നിട്ട് അടിപൊളിയായിട്ടിരിക്കണം. ഓക്കെ, അപ്പം നമ്മൾ നേരെ ചാപ്റ്ററിലേക്ക് വരുന്നു. അപ്പോൾ ഇനി നിങ്ങൾ അറിയാതെ ഉറങ്ങിപ്പോയ, നമ്മൾ അറിയാതിരിക്കുന്ന, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവരെ വിളിച്ച് ഷെയർ ചെയ്യുക, പെട്ടെന്ന് അവരെ വിളിച്ച് നമ്മുടെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ ഇനി ഒരുപാട് സമയം നമുക്ക് കളയാനില്ല, നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് വരാം. ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, സാറിൻ്റെ പേര് ചോദിക്കുന്നുണ്ട്. മൈ നെയിം ഇസ് മുഹമ്മദ് ഷാജു എന്നാണ്. യെസ്, ദാ ഇവിടെ ഇതിണ്ട്. ഓക്കെ, ഷാജു എന്നാണ് എൻ്റെ പേര്. SJ എന്നാണ് എൻ്റെ കോഡ്. ഓക്കെ, റെഡിയല്ലേ? യെസ്, ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് ദ റേസ് എന്നാണ് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് എന്താണ്? ദ റേസ് എന്നാണ് അല്ലേ. ഈ റേസ് എന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. നിഷ പഞ്ചാബിയാണ് നമ്മുടെ ഓതർ. ഓക്കെ, നമുക്ക് നേരെ ചാപ്റ്ററിൻ്റെ സമ്മറിയിലേക്ക് വരാം. പെട്ടെന്ന് നോക്കിക്കോ, സമ്മറി വേണ്ടവർ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തോ. അത് നല്ലതാണ്. നമുക്ക് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പേ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ഒന്ന് ജസ്റ്റ് ഓടിച്ചു നോക്കാൻ ഈ സമ്മറി തന്നെ നിങ്ങൾക്ക് മതി. ഓക്കെ, അപ്പോൾ ആ കാര്യം ഒന്ന് ഓർത്തു വെക്കുക. കാണുന്നില്ലേ? യെസ്, ദ സ്റ്റോറി റേസ്. അതിന് മുമ്പേ ഞാൻ ചോദിച്ചോട്ടെ മക്കളെ, ഓഡിയോ ഒക്കെ ക്ലിയർ അല്ലേ? എന്നെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ? നമ്മൾ തുടങ്ങാൻ പോവാണ്, വളരെ പ്രധാനപ്പെട്ട സാധനം അല്ലേ. അപ്പോൾ അതിന് മുമ്പേ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ അല്ലേ? യെസ്, ശബ്ദം കേൾക്കാം, സ്ലൈഡ് കാണാം, ഒന്നിലും കുഴപ്പമൊന്നുമില്ല. റെഡിയാണ്? യെസ് സാർ. ഓക്കെ, ക്ലിയർ ആണ്. നേരെ നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. പെട്ടെന്ന് നോക്കിക്കോ. ദ സ്റ്റോറി റേസ്. ഈ സ്റ്റോറി റേസ് എന്ന് പറയുന്ന നമ്മുടെ കഥ ഓക്കെ റിവോൾവ്സ് അറൗണ്ട് എ 12-year-old ബോയ് നെയ്മഡ് തരുൺ. 12 വയസ്സുള്ള ഒരു തരുൺ എന്ന് പറയുന്ന കുട്ടിയിലാണ് ഈ കഥ മുഴുവനും എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. ഓക്കെ, 12 വയസ്സുള്ള തരുൺ എന്ന് പറയുന്ന കുട്ടിയാണ് ഈ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത്. ഹു വാസ് ആൻ ഓർഡിനറി സ്റ്റുഡന്റ്. അവനൊരു സാധാരണ ആവറേജ് കുട്ടിയായിരുന്നു. ഓക്കെ, ആൻഡ് വാസ് ഓൾവേസ് ഡീമോട്ടിവേറ്റഡ് ഫോർ ഹിസ് അൺസാറ്റിസ്ഫാക്ടറി മാർക്സ് ബൈ ഹിസ് പാരൻസ്. അവൻ്റെ പാരൻസ് അവനെ പലപ്പോഴും ഡീമോട്ടിവേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. എന്താണ് കാരണം? അവൻ്റെ പരീക്ഷയിലെ കുറഞ്ഞ മാർക്ക് കണ്ടിട്ടാണ് അവരെന്ത് ചെയ്യാറ്, അവനെ പലപ്പോഴും ഡീമോട്ടിവേറ്റ് ചെയ്യാറ്. ഓർത്തു വെക്കണം കേട്ടോ. ഓക്കെ, ഇനിയോ
ഇനി എന്താണ് an ordinary student that was always demotivated for his unsatisfactory marks by his parents. അവന്റെ രക്ഷിതാക്കള് അവനെ പലപ്പോഴും ഡീമോട്ടിവേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അവന് കുറഞ്ഞ മാർക്ക് കിട്ടുന്നതുകൊണ്ട് he loses his confidence after realizing that he is a good for nothing. He loses his confidence. അവന് വല്ലാത്ത വിഷമമുണ്ടായി, അവന്റെ കോൺഫിഡൻസ് അവന് നഷ്ടപ്പെട്ടു. എന്താണ് കാരണം? യെസ്, when he realized, അവൻ തിരിച്ചറിഞ്ഞപ്പോ എന്തെന്നറിയോ, he is good for nothing. അവനൊരു ബ്ലാക്ക് ഷീപ്പാണ്, അല്ലെങ്കിൽ കുടുംബത്തിൽ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് മനസ്സിലാക്കിയപ്പോ അവന് വല്ലാത്ത സങ്കടമുണ്ടായി. ആർക്ക്? 12-year-old ബോയ് തരുൺ, അല്ലെ? ഇനിയോ however he is driven by a desire to be a fast runner. എന്നാൽ however, എന്നിരുന്നാലും നമ്മുടെ കുട്ടിക്ക് he was driven by a desire. അവന്റെ ഉള്ളില് ഒരു അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ടു ബി എ ഫാസ്റ്റസ്റ്റ് റണ്ണർ, അല്ലെ? ഒരു ഫാസ്റ്റ് റണ്ണർ ആവാൻ, ഓട്ടക്കാരനാവാൻ അവന് വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോ അത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. 12 വയസ്സായ മോൻ ആര്? തരുൺ. അപ്പൊ ഇത് ഓർത്തു വെക്കണേ, 12-year-old ബോയ് തരുൺ. പിന്നെന്താണ് ഓർത്തു വെക്കേണ്ടത്? ഹി വാസ് എൻ ഓർഡിനറി സ്റ്റുഡന്റ്, മീഡിയോക്കർ സ്റ്റുഡന്റ് എന്ന് പറയും, അല്ലെ? ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. പിന്നെന്താണ് അവന്റെ കാര്യം? യെസ്, ഹി ഓൾവേസ് ഡിമോട്ടിവേറ്റഡ് ബൈ ഹിസ് പാരന്റ്സ്. അൺസാറ്റിസ്ഫാക്ടറി മാർക്ക് കൊണ്ട് അവനെ പലപ്പോഴും ഡിമോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ബ്ലാക്ക് ഷീപ്പ് ആണെന്ന് അവന് തന്നെ തോന്നി, കോൺഫിഡൻസ് ഒക്കെ പോയി. പക്ഷെ അവൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ബേണിംഗ് ഡിസയർ ഉണ്ടായിരുന്നു, ഒരു കത്തിജ്വലിക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ടു ബി എ ഫാസ്റ്റസ്റ്റ് റണ്ണർ. ഓക്കെ, ഇനി വൺ ഡേ he meets a trained athlete and coach Ram Narayan. അങ്ങനെ ഒരു ദിവസം അവൻ ഒരാളെ കണ്ടുമുട്ടുകയാണ്. വൺ ഡേ ഹി മീറ്റ്സ് എ ട്രെയിൻഡ് അത്ലറ്റ്. ട്രെയിനിങ് കിട്ടിയ ഒരു ഒളിമ്പിക്സിലൊക്കെ പങ്കെടുത്ത ആ രാം നാരായൺ എന്ന് പറയുന്ന ഒരു പ്രഗത്ഭനായ അത്ലറ്റിനെ ഇവൻ കണ്ടുമുട്ടുകയാണ്, അല്ലെ? ഇനിയോ ഹു അഡ്മയേഴ്സ് ഹിസ് ടാലന്റ് ഇൻ ദ ഫീൽഡ് ഓഫ് അത്ലറ്റ് ആൻഡ് പ്രോമിസസ് ടു ടീച്ച് ഹിം. ഇവന്റെ ഓട്ടം കണ്ടിട്ട് ഇംപ്രസ്ഡ് ആയിട്ട് രാംനാരായൺ സാർ പറയാണ്, മോനെ നീ ബേജാറാവണ്ട, നിന്നെ ഞാൻ ട്രെയിൻ ചെയ്യാം. ഓക്കെ, ഓൺ വൺ കണ്ടീഷൻ. എന്താണ്? ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, ദാറ്റ് ഹി വിൻസ് ദ ചിൽഡ്രൻസ് ഡേ റേസ്. കുട്ടികളുടെ ദിനം എന്ന് വെച്ചാൽ നമ്മുടെ ചാച്ചാജിയുടെ, നെഹ്റുവിൻ്റെ ജന്മദിനമായിട്ടുള്ള ചിൽഡ്രൻസ് ഡേൻ്റെ അന്ന് നീ എന്ത് ചെയ്യണം? നവംബർ 14 നടക്കുന്ന ആ മത്സരത്തിൽ പങ്കെടുക്കുകയും നീ അതിൽ വിജയിക്കുകയും ചെയ്താൽ നിന്നെ ഞാൻ എന്ത് ചെയ്യും? ടീച്ച് ചെയ്യും. ഒരു പൈസയും വേണ്ട. ഓക്കെ, നിന്നെ ഞാൻ പഠിപ്പിക്കും, നിന്നെ ഞാൻ ട്രെയിൻ ചെയ്യിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആരാണ് പറഞ്ഞത്? രാം നാരായൺ. പേര് മറന്നു പോരുത് കേട്ടോ, രാം നാരായൺ. ഓൺ ദ കണ്ടീഷൻ ദാറ്റ് ഹി വിൻസ് ദ ചിൽഡ്രൻസ് ഡേ റേസ്. അൺഫോർച്ചുനേറ്റ്ലി, പക്ഷേ സങ്കടകരമായ ഒരു കാര്യമുണ്ടായി. എന്താണത്? ബട്ട് അൺഫോർച്ചുനേറ്റ്ലി, വളരെ നിർഭാഗ്യവശാൽ, തരുൺ നോട്ട് ഓൺലി ഫെയിൽസ് ബട്ട് ഓൾസോ ഫിനിഷസ് ദ റേസ് അറ്റ് ലാസ്റ്റ്. ഒരുപാട് ദിവസമായി അവൻ ഇതിന് പിന്നാലെയാണ്. ഡെയിലി അവൻ 2 നേരം എന്ത് ചെയ്യാറുണ്ട്? രാവിലെയും വൈകുന്നേരവും അവൻ പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ കഷ്ടകാലം എന്ന് പറയാലോ, ഈ പറയുന്ന കോമ്പറ്റീഷൻ്റെ അന്ന് അവൻ എന്തായിപ്പോയി? തോറ്റു എന്ന് മാത്രമല്ല, ഏറ്റവും അവസാനമാണ് അവൻ ഫിനിഷ് ചെയ്തത്, അല്ലെ? 2ാമനോ 3ാമനായതൊന്നുമല്ല, ഈ റേസിൽ ഏറ്റവും അവസാനമാണ് അവന് ഫിനിഷ് ചെയ്തത്. തരുൺ നോട്ട് ഓൺലി ഫെയിൽസ് ബട്ട് ഓൾസോ ഫിനിഷസ് ദ റേസ് അറ്റ് ലാസ്റ്റ്. ഏറ്റവും അവസാനമാണ് മൂപ്പര് ഫിനിഷ് ചെയ്തത്. ഡിസ്പൈറ്റ് ദ ഫെയിലിയർ, ആ പരാജയം ഉണ്ടായി എന്നിരുന്നാലും, ഓക്കെ, രാം നാരായൺ എഗ്രീസ് ടു ട്രെയിൻ ഹിം ഫോർ ഹിസ് ഡിറ്റർമിനേഷൻ ആൻഡ് കറേജ്. രാംനാരായണന് ഓനെ ഇഷ്ടപ്പെട്ടു, തരുണിനെ ഇഷ്ടപ്പെട്ടു. അവനെ അദ്ദേഹം തിരഞ്ഞെടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താണ്? ഫോർ ഹിസ് ഡിറ്റർമിനേഷൻ. അവൻ്റെ ആ തീരുമാനിച്ചുറപ്പിച്ച പോലെയുള്ള അവൻ്റെ ആ ഒരു ഉറച്ച തീരുമാനത്തിനും, അല്ലെ, എങ്ങനെയാണെങ്കിലും ഞാൻ എത്ര തോറ്റാലും ശരി ഞാനിത് കംപ്ലീറ്റ് ആക്കുക എന്നുള്ള നിശ്ചയദാർഢ്യത്തിനും, അതുപോലെ തന്നെ കറേജ്, ആ ഒരു ധൈര്യത്തിനുമാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഹൈലൈറ്റർ മാറ്റണം. ഓക്കെ, ഹൈലൈറ്റർ മാറ്റാം കേട്ടോ. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? അവനെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്നത്. ഇനി തരുണിന്റെ ഫാമിലിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. തരുൺസ് എൽഡർ ബ്രദർ ഉണ്ട്. ആരാണ്? ഓൾവേസ് മേഡ് ദ ഫാമിലി പ്രൗഡ് അൺലൈക്ക് തരുൺ. ഈ ഹൈലൈറ്റർ എങ്ങനെ ഉണ്ട്? ഈ ഹൈലൈറ്ററും ക്ലിയർ ഇല്ല. ഓക്കെ, നാരേറ്റീവ് ഒക്കെ പറയും കേട്ടോ, പറയും. ഓക്കെ, നോക്കിക്കോ.
Tarun's elder brother always made the family proud, unlike Tarun. തരുണിന്റെ പോലെയല്ല, അൺലൈക്ക് തരുൺ എന്ന് പറഞ്ഞാൽ തരുണിന്റെ പോലെയല്ല, അവന്റെ എൽഡർ ബ്രദർ ഈ ഫാമിലിനെ എപ്പോഴും പ്രൗഡ് ആക്കിയിരുന്നു, അഭിമാനം കൊള്ളിച്ചിരുന്നു. However, Tarun was blessed with the strength of great athlete. എന്നിരുന്നാലും തരുണിന്റെ ഉള്ളിൽ ഒരു നല്ല അത്ലറ്റ് ഉണ്ടായിരുന്നു, ഒരു നല്ല കായിക താരം ഉണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് വാസ് എൻ എക്സലന്റ് റണ്ണർ. അവൻ നല്ലൊരു ഓട്ടക്കാരനായിരുന്നു. ഹി വുഡ് റൺ ഫോർ ഹവേഴ്സ്. മണിക്കൂറുകൾ അവൻ ഓടും. ബീറ്റ് ഡേ ഓർ നൈറ്റ്, അത് രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ. അറ്റ് ടൈംസ്, പലപ്പോഴും ഹി വുഡ് മിസ് സ്കൂൾ ബസ് ആൻഡ് വുഡ് ദെൻ റൺ ടു സ്കൂൾ വിച്ച് വാസ് 5 miles away ഫ്രം ഹിസ് ഹോം. ഏകദേശം 5 മൈലുകൾക്കപ്പുറത്തുള്ള തൻ്റെ സ്കൂളിലേക്ക് അധിക ദിവസങ്ങളിലും അവന് ഓടിയിട്ടാണ് പോകാറ്. അൺഫോർച്ചുനേറ്റ്ലി ഹിസ് പാരൻസ് ഹേറ്റഡ് ഹിസ് റണ്ണിങ്. നിർഭാഗ്യവശാൽ രക്ഷിതാക്കൾക്ക് ഇതിഷ്ടമില്ലായിരുന്നു. ഓക്കെ, ഈ ഹൈലൈറ്ററും പ്രശ്നമാണ് അല്ലേ, ഈ ഹൈലൈറ്ററും പ്രശ്നമാണ്. ഓക്കെ, എന്നാൽ നമുക്കവിടെ മാറ്റാം. ഓക്കെ, മാറ്റാം. ഇതെങ്ങനെയായിട്ട് നോക്കണേ. ആൻഡ് വാണ്ടഡ് ഹിം ടു കോൺസെൻട്രേറ്റ് മോർ ഓൺ സ്റ്റഡീസ്. അതുകൊണ്ട് അവൻ്റെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ വേണ്ടിയിട്ട് അവനോട് പറഞ്ഞു. രക്ഷിതാക്കള് അവനോട് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഓക്കെ, ഇനി ഞാൻ ഹൈലൈറ്റർ തന്നെ ഉപയോഗിക്കില്ല. ഈ സ്ലൈഡ് കഴിയുന്നവരെ നമുക്ക് ഹൈലൈറ്റർ തന്നെ വേണ്ട. ബാക്കി നോക്കാം. ഓൺ ദ അതർ ഹാൻഡ് he belonged to a middle class family. On the other hand, മറ്റൊരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ അവൻ ഒരു കുടുംബത്തിലാണ്. എങ്ങനെയുള്ള കുടുംബത്തില്? മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് അല്ലേ. എന്താ മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറയുന്നത്? സാധാരണ നോർമൽ ആയിട്ടുള്ള, ഒരുപാട് പണക്കാരൊന്നുമല്ല. അതുകൊണ്ട് ആൻഡ് ന്യൂ ദാറ്റ് ടു അച്ചീവ് ഹിസ് ഡ്രീം, അവന്റെ സ്വപ്നത്തിലേക്ക് എത്താൻ, ഒരു നല്ല അത്ലറ്റ് ആവാൻ, ഫാസ്റ്റസ്റ്റ് റണ്ണർ ആവാൻ അവന് ഒരുപാട് പൈസേൻ്റെ ചിലവുണ്ട്. ഹി നീഡ്സ് ആൻ ഇൻറ്റൻസീവ് ട്രെയിനിങ്. ഒരു തീവ്രമായ പരിശീലനം ആവശ്യമാണെന്ന് അവന് മനസ്സിലായി. ദ എമൗണ്ട് ഫോർ വിച്ച് വാസ് വെൽ ബിയോണ്ട് ഹിസ് ഫാമിലീസ് റീച്ച്. അങ്ങനെ ട്രെയിനിങ് കിട്ടണമെങ്കിൽ ഒരുപാട് പൈസയാവും. നല്ല ട്രെയിനിങ്ങിനൊക്കെ ഒരുപാട് പൈസയാവും. ആ പൈസ കിട്ടണമെങ്കിൽ നമ്മളെ കുടുംബത്തിൻ്റെ കയ്യിൽ ആ പൈസ ഇല്ല. ഓക്കെ, എന്ന് അവന് അറിയാമായിരുന്നു. ഹിസ് ഫാദർ വാസ് വെരി അഗ്രസീവ് as Tarun failed in the terminal examination. അച്ഛന് വല്ലാണ്ട് ദേഷ്യം പിടിച്ചു. എപ്പോ? ടെർമിനൽ എക്സാമിനേഷന് അവൻ തോറ്റപ്പോ അല്ലെ. ടെർമിനൽ എക്സാമിനേഷൻ അവൻ തോറ്റപ്പോ അച്ഛന് വല്ലാതെ ദേഷ്യം വന്നു. ഹിസ് ഫ്രണ്ട്സ് ടു മേഡ് ഫൺ ഓഫ് ഹിം. അവന്റെ സുഹൃത്തുക്കളും അവനെ തോറ്റ കുട്ടിയെ കളിയാക്കി. ഓക്കെ, ഇറ്റ് വാസ് എ ഡേ ഹി വാണ്ടഡ് ടു വൈപ്പ് ഫ്രം ഹിസ് മെമ്മറി. ആ ദിവസം അവന്റെ മെമ്മറിയിൽ നിന്ന് തന്നെ മായ്ച്ചു കളയാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണ്. ഓക്കെ, ആഫ്റ്റർ അബൌട്ട് an hour, അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഹി വാസ് ഫുള്ളി എക്സോസ്റ്റഡ്. മൂപ്പര് കംപ്ലീറ്റ് ഡൗൺ ആയി. ഓക്കെ, അതുകൊണ്ട് അവന് ഓടുകയായിരുന്നു, പാർക്കിൽ മുഴുവൻ ഓടുകയായിരുന്നു. ആഫ്റ്റർ വൺ അബൌട്ട് ഹി വാസ് കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് ആൻഡ് സാറ്റ് ഓൺ ദ ബെഞ്ച് ആൻഡ് സ്റ്റാർട്ടഡ് പാൻറ്റിങ് ഹെവിലി. അവന് ആ ഒരു എന്താ പറയുക, ഡേ വല്ലാത്ത മോശമായതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് മൂപ്പര് ആ പാർക്കിലൂടെ ഓടുകയായിരുന്നു. അങ്ങനെ ചൂടത്ത് വെയിലത്ത് ഓടിയിട്ട് ക്ഷീണിച്ചു. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ ബെഞ്ചിൽ വന്നിരുന്നപ്പോഴോ അപ്പോഴാണ് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത്. ആ ബെഞ്ചിൽ മറ്റൊരാളുണ്ടായിരുന്നു അല്ലെ. ഓൺ ദ സെയിം ബെഞ്ച് ആൻ എൽഡർലി ജെന്റിൽമാൻ രാംനാരായൺ. ആ സെയിം ബെഞ്ചിൽ ഒരു എൽഡർലി ആയിട്ടുള്ള ജെന്റിൽമാൻ ഉണ്ടായിരുന്നു. അയാളുടെ പേരെന്താണ്? രാംനാരായൺ എന്നാണ്. ഇപ്പൊ കാണുന്നില്ലേ? ഹൈലൈറ്റർ യൂസ് ചെയ്തിട്ട് പല ആൾക്കാരും കാണില്ല എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഹൈലൈറ്റർ തൽക്കാലം ഒഴിവാക്കിയത്. വേറൊരു കളർ വെച്ച് നമുക്ക് നോക്കാം. അതും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഓക്കെ, യെല്ലോ കാണുന്നുണ്ടോ? യെല്ലോ സാറ് ഭക്ഷണം കഴിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എടോ പനിയാണ്, പക്ഷെ നമുക്ക് ക്ലാസ് അല്ലേ, പരീക്ഷയല്ലേ, അപ്പം അതുകൊണ്ട് വയ്യാതിട്ടും വന്നതാണ്. ഓക്കെ, അപ്പം അതാണ് ആ ഒരു ചെറിയൊരു എനർജിയുടെ ഒരു പ്രശ്നം ഉണ്ടാവും. ഓക്കെ, ഏതായാലും ഞാനത് പുറത്തെടുക്കുന്നില്ല. ഏതായാലും നമുക്ക് മുമ്പോട്ടേക്ക് പോയേ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് പൊളിക്കണം. സാർ ഇതൊക്കെ ചാപ്റ്റേഴ്സ് ഓക്കെ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഇമ്പോർട്ടൻ്റ് ഒക്കെ പറയും. എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ പറയും കേട്ടോ, ഡോൺ വറി. എല്ലാ ചാപ്റ്റേഴ്സും നിന്ന് പറഞ്ഞിട്ട് നമ്മൾ തീർക്കുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. On the same bench, an elderly gentleman, Ram Narayan, a 60-year-old man, came and sat beside him. ആ സെയിം ബെഞ്ചിൽ 60 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യൻ
തൊട്ടടുത്ത് വന്നു നിന്നു. ഓക്കെ, തൊട്ടടുത്ത് അവന്റെ അടുത്ത് വന്നിട്ട് ഇരുന്നു. എന്നിട്ടോ he had won the Olympics medal in the 400-meter race in 1960s. 1960-കളിൽ അദ്ദേഹം ആ ഒളിമ്പിക് മെഡൽ നേടിയിട്ടുള്ള ഒരു ഓട്ടക്കാരനായിരുന്നു അദ്ദേഹം. he recognized the potential runner in him. തരുണിന്റെ ഉള്ളിലുള്ള ആ പൊട്ടൻഷ്യാലിറ്റി, അവന്റെ ഉള്ളിലുള്ള ആ കഴിവുറ്റ ഓട്ടക്കാരനെ അദ്ദേഹം തിരിച്ചറിഞ്ഞു. ആൻഡ് പ്രോമിസ്ഡ് ഹിം ടു ട്രെയിൻ ഹിം. അവനെ പ്രോമിസ് കൊടുത്തു, മോനെ നിന്നെ ഞാൻ ട്രെയിൻ ചെയ്യിക്കും കേട്ടോ. ഓൺലി ഓൺ വൺ കണ്ടീഷൻ, ഒരൊറ്റ കണ്ടീഷനാണ്. എന്താ കാരണം അറിയോ? ദാറ്റ് ഹി വുഡ് വിൻ ദ ചിൽഡ്രൻസ് ഡേസ് റേസ് അറ്റ് ദ നെഹ്റു സ്റ്റേഡിയം. നെഹ്റു സ്റ്റേഡിയത്തിൽ ഈ പറയുന്ന ചിൽഡ്രൻസ് ഡേക്ക് അന്ന് എന്തുണ്ട്, ഒരു ഓട്ട മത്സരമുണ്ട്, അതിന് നീ പങ്കെടുക്കണമെന്ന് പറഞ്ഞു. തരുൺ ബിഗാൻ ഹിസ് പ്രാക്ടീസ് വിത്ത് ഫുൾ എന്തൂസിയാസം. തരുൺ അവന്റെ ഓട്ട മത്സരം തുടങ്ങി വിത്ത് ഫുൾ എന്തൂസിയാസം. വളരെ എല്ലാ ഊർജ്ജത്തോടും കൂടിയിട്ട് അവൻ ഓട്ട മത്സരം തുടങ്ങി. ഹി വുഡ് ഗെറ്റ് അപ്പ് അറ്റ് 4 in the morning. അതിരാവിലെ 4 മണിക്ക് അവൻ എണീക്കും. എന്നിട്ടോ ആൻഡ് റാൻ അപ് ടു 10 miles. 10 മൈൽ അവന് ഓടും. ഇൻ ദ ഈവനിങ്സ്, വൈകുന്നേരങ്ങളിലോ he would time himself according to the 1000-meter race distance prescribed by the competition. ആ പ്രിസ്ക്രൈബ് ചെയ്ത കോമ്പറ്റീഷനിൽ 1000 മീറ്ററിന്റെ ഓട്ടമാണ്. ഈ 1000 മീറ്റർ ഓട്ടം നിശ്ചിത സമയത്തിനുള്ളിൽ ഓടി തീർക്കണം അല്ലെ. 5 മിനിറ്റ് ആണ് അല്ലെങ്കിൽ 10 മിനിറ്റ് ആണ്. 10 മിനിറ്റുള്ളിൽ ഓടി തീർക്കണം എന്നാണെങ്കിൽ ആ 10 മിനിറ്റ് ടൈമർ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇത് വൈകുന്നേരങ്ങളിലെ പരിപാടിയാണ്, രാവിലെ ഓട്ടം മാത്രമാണ്, അവിടെ ടൈമർ ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഇന്റൻസീവായിട്ട് അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തരുൺ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനത്തെ ദിവസം എന്താ സംഭവിക്കുന്നത് നോക്കാം. ഓൺ November 14, തരുൺ വാസ് വെരി എക്സൈറ്റഡ്. അവന് വല്ലാത്ത എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഹി വാസ് എ ലിറ്റിൽ നെർവസ്. അവന് കുറച്ച് വെപ്രാളവും ഉണ്ടായിരുന്നു. ഓക്കെ, എന്നിട്ടോ ബട്ട് ദെൻ ഹി നോട്ടിസ്ഡ്. അങ്ങനെയാണ് ആ സമയത്താണ് ഗ്രൗണ്ടിൽ നിന്നാണ് അവൻ കാണുന്നത്. ഹി നോട്ടിസ് ദാറ്റ് ഹിസ് മദർ ചിയറിങ് ഹിം. അവനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അവന്റെ ഊർജമായ അവന്റെ അമ്മ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവൻ എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുന്നത് അമ്മയോടാണ് അല്ലെ. ആ അമ്മ അവന്റെ ഓട്ടം കാണാൻ വേണ്ടിയിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഓൺ ഫ്രം ദ ക്രൗഡ്, ആ ക്രൗഡിൽ നിന്നും അവൻ കാണുകയാണ് തന്റെ അമ്മയെ. ഓക്കെ, വിച്ച് ഇൻസ്റ്റിൽഡ് കോൺഫിഡൻസ് ഇൻ ഹിം. ആ കാഴ്ച, അമ്മ അവിടെ വന്നിട്ടുണ്ട്, കൈയടിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോ അവനിൽ നല്ല ഒരു ആത്മവിശ്വാസം ഉണ്ടായി. ദ റേസ് ബിഗാൻ. പെട്ടെന്ന് തന്നെ റേസ് തുടങ്ങി കേട്ടോ. വിത്ത് തരുൺ ലീഡിങ് ദ വേ. തരുണാണ് ആദ്യം എത്തിയിരിക്കുന്നത്. ഓട്ടത്തിൽ എല്ലാവരെക്കാളും മുമ്പില് തരുണാണ്. ഓക്കെ, ഇനിയോ however തരുൺ failed to see the shallow path on the track and slipped. പാവം തരുണ് മനസ്സിലാക്കിയില്ല. ഈ സിന്തറ്റിക് ട്രാക്കിൽ ഓടി ശീലമില്ലാത്ത ഈ തരുണ് അവിടെയുള്ള ഒരു താഴ്ന്ന ഭാഗം, ആഴം കുറഞ്ഞ ഭാഗത്ത് അവൻ ശ്രദ്ധയിൽപ്പെട്ടില്ല. അവിടെ വഴുതി വീണുപോയി. ഓക്കെ, he sat up and resumed his run. പക്ഷെ വീണുപോയി എന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ കടന്നില്ല. ഓക്കെ, അവൻ എണീറ്റ് ഓടി പിന്നെയും. Unfortunately, he slipped once again after getting up. പിന്നെയും ഒരു തവണ കൂടെ അവൻ അവിടെ വീണു. തരുൺ began to cry. തരുൺ കരയാൻ തുടങ്ങി. ആഫ്റ്റർ റിയലൈസിങ് ദാറ്റ് he would lose the race. ഈ മത്സരം എനിക്ക് എന്തായാലും വിജയിച്ചേ പറ്റൂ അല്ലെ. എന്താണ് കാരണം? എനിക്ക് രാം നാരായണ പോലെയുള്ള വലിയൊരു മനുഷ്യന്റെ കീഴിൽ ട്രെയിനിങ് കിട്ടണം. പക്ഷേ ഇന്ന് ഞാൻ തോറ്റു പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൻ കരയാൻ തുടങ്ങി, മനസ്സിൽ വിഷമിച്ചു. He heard his mother and Ram Narayan encouraging him. പക്ഷേ അവൻ കേൾക്കുകയാണ് ആ ക്രൗഡിന്റെ ഇടയിൽ നിന്നും രാം നാരായൺ സാറും അതുപോലെ തന്നെ അവന്റെ അമ്മയും അവൻ എന്ത് ചെയ്യുന്നുണ്ട്, എൻകറേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എൻകറേജ് ചെയ്യുന്നുണ്ട്. him to run at the same moment. He sat up. മുപ്രേണിറ്റു resumed his run. പിന്നെയും ഓടി. The crowd was cheering for Pavan, the boy who actually won the race. ആ മത്സരത്തിൽ വിജയിച്ച ഒന്നാമതെത്തിയ കുട്ടിയുടെ പേരാണ് പവൻ. ആ പവനെ വേണ്ടിയിട്ട് എല്ലാവരും cheer ചെയ്യായിരുന്നു, എല്ലാവരും അർമാദിക്കായിരുന്നു, അല്ലെങ്കിൽ ആർപ്പ് വിളിക്കുകയായിരുന്നു. The boy who actually won the race. However, the audience cheered for Tarun for his determination not to giving up. എന്നിരുന്നാലും നമ്മുടെ തരുൺ അവസാനം ഓടി കയറിയപ്പോ അവന് വേണ്ടിയിട്ടും ആളുകൾ എണീറ്റ് നിന്ന് കൈയടിച്ചു. കാരണം അവന്റെ ഡിറ്റർമിനേഷൻ, വിട്ടുകൊടുക്കൂല എന്നുള്ള ആ ഒരു നിശ്ചയദാർഢ്യത്തിന് അവരെല്ലാവരും അവനെ അനുമോദിച്ചു.
ഈവൻ രാം നാരായൺ അപ്രീഷിയേറ്റഡ് ഹിം. രാം നാരായൺ സാർ പോലും അവനെ അപ്രീഷിയേറ്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു ആൻഡ് ആസ്ക്ഡ് ഹിം ടു കം ഫോർ ട്രെയിനിങ് ദ നെക്സ്റ്റ് ഡേ. നാളെ മുതൽ നീ ട്രെയിനിങ്ങിന് വരണം മോനെ എന്ന് പറഞ്ഞു. എന്താ കാരണം? ആസ് ഹി ഹാഡ് വൺ ദ ടഫസ്റ്റ് റേസ് ഓഫ് ഹിസ് ലൈഫ്. നിന്റെ ജീവിതത്തിലെ ഏറ്റവും കഷ്ടപ്പെട്ട, ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ആ റേസ് നീ വിജയിച്ചിരിക്കുന്നു. ഇനി നിനക്ക് ഏത് റേസും ഈസിയാണ് എന്നാണ് പറയുന്നത്. ഗ്രാമറിൻ്റെ ക്ലാസ് ചോദിക്കുന്നുണ്ട് ഒരാൾ. ഗ്രാമറിൻ്റെ ക്ലാസ് നമ്മൾ എത്രയോ തവണ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഈ റീസെൻ്റ്ലി ചെയ്ത് കഴിഞ്ഞു. 2 തവണ അടുപ്പിച്ച് ചെയ്തു അല്ലേ. NFK വന്നു, ഞാനും വന്നു, JD വന്നു. നാളെയാണ് നമ്മുടെ ഗ്രാമർ ഡിസ്കോസും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ചാപ്റ്റേഴ്സൊക്കെ സെറ്റാക്കാൻ പോവാണ്. യെസ്, ഇനി ഇതിനകത്തുനിന്ന് ചോദിക്കുന്ന ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിക്കും, അതുപോലെ തന്നെ നോട്ടീസ് ചോദിക്കും. ഇതൊക്കെ നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നാളെ ഡിസ്കോസസ് പറയുമ്പോൾ പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ചാപ്റ്റർ കഴിഞ്ഞു. ഏത് ചാപ്റ്റർ? തരുണിൻ്റെ ചാപ്റ്റർ കഴിഞ്ഞു. ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു മക്കളെ, ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് വരികയാണ്. ലേണിംഗ് ദ ഗെയിം എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഓക്കെ, ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററിൽ ആരുടെയാണ് ഈ ചാപ്റ്റർ? യെസ്, ചാപ്റ്റർ മറ്റാരുടെയല്ല, ആരാണ്? ദ ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്നറിയപ്പെടുന്ന സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെയാണ് ഈ ഒരു ചാപ്റ്റർ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. പോയെടുക്കും, പോയൊക്കെ എടുക്കും. ഓക്കെ, റൈറ്റപ്പ് ഒക്കെ പറഞ്ഞു തരും കേട്ടോ, റൈറ്റപ്പ് ഒക്കെ പറഞ്ഞു തരും. ഓക്കെ, നോട്ടീസ് പറയും. സിമ്പിളാണ് നോട്ടീസൊക്കെ, ഒന്നും പറയാനില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പം നമുക്ക് നേരെ അടുത്ത ചാപ്റ്ററിലേക്ക് പോകല്ലേ? യെസ്, അടുത്ത ചാപ്റ്ററിലേക്ക് വരാം. The lesson learning the game is an excerpt taken from Sachin Tendulkar's autobiography Playing It My Way. ശ്രദ്ധിച്ചോ, സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള പ്ലേയിങ് ഇറ്റ് മൈ വേ എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നാണ് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള പ്ലേയിങ് ഇറ്റ് മൈ വേ എന്ന് പറയുന്ന സിനിമ അറിയാം. സെറ്റ്. പ്ലേയിങ് ഇറ്റ് മൈ വേ എന്ന് പറയുന്ന ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള പുസ്തകത്തിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ലേണിംഗ് ദ ഗെയിം എന്ന് പറയുന്ന ചെറിയൊരു ഭാഗം എടുത്തിട്ടുള്ളത്. ഹി ഈസ് കൺസിഡേർഡ് ടു ബി വൺ ഓഫ് ദ ബെസ്റ്റ് ബാറ്റ്സ്മാൻ ഇൻ ദ വേൾഡ്. ആരാണ് സച്ചിൻ? ഹി ഈസ് കൺസിഡേർഡ് ടു ബി വൺ ഓഫ് ദ ബെസ്റ്റ് ബാറ്റ്സ്മാൻ ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളാണ് ആരാ? മിസ്റ്റർ സച്ചിൻ ടെണ്ടുൽക്കർ അല്ലേ. ഹി വാസ് ബോൺ ഇൻ എ മിഡിൽ ക്ലാസ് ഫാമിലി ഇൻ മുംബൈ. മുംബൈയിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് ആര് ജനിച്ചത്? ഇന്ന് ഇത്രയും വലിയ സമ്പന്നനായിട്ടുള്ള സച്ചിൻ ടെണ്ടുൽക്കർ ജനിച്ചത്. ഹി സ്റ്റാർട്ടഡ് പ്ലേയിങ് ക്രിക്കറ്റ് ഇൻ ദ കോളനി വിത്ത് ദ കിഡ്സ് വിത്ത് ദ ടെന്നീസ് ബോൾ. ആദ്യം അദ്ദേഹം കോളനിയിൽ ടെന്നീസ് ബോൾ കൊണ്ട് കോളനിയിലെ കുട്ടികളെ കൂടെയാണ് മൂപ്പര് ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയത്. ഹിസ് ബ്രദർ റെക്കഗ്നൈസ്ഡ്. അദ്ദേഹത്തിന്റെ ബ്രദറിന്റെ പേരാണ് അജിത്ത്. ഹിസ് ബ്രദർ അജിത്ത് റെക്കഗ്നൈസ്ഡ്, തിരിച്ചറിഞ്ഞു. ഹിസ് ടാലന്റ്, ഇവന്റെ മിടുക്ക് തിരിച്ചറിഞ്ഞു. ആൻഡ് പാഷൻ ഫോർ ക്രിക്കറ്റ്, സച്ചിന്റെ ക്രിക്കറ്റിനോടുള്ള അഭിനിവേശം അദ്ദേഹം മനസ്സിലാക്കി. അറ്റ് എ യങ് ഏജ് ആൻഡ് അഡ്മിറ്റഡ് ഹിം ടു ദ കോച്ച് അക്കേക്കർ ക്രിക്കറ്റ് ക്ലബ്ബ്. അക്കേക്കർ സാർ എന്ന് പറയുന്ന ഒരു പ്രഗത്ഭനായ മുംബൈയിലെ കോച്ച് ഉണ്ടായിരുന്നു. ഓക്കെ, ആ കോച്ചിന്റെ ക്രിക്കറ്റ് ക്യാമ്പില് ബ്രദറായിട്ടുള്ള അജിത്ത് സച്ചിനെ വളരെ ചെറുപ്പത്തിൽ തന്നെ കൊണ്ടു ചേർത്തി. സച്ചിൻ വാസ് നെർവസ്. ആദ്യമൊക്കെ അവിടെ പോയപ്പോൾ, ആദ്യത്തെ ദിവസം പോയപ്പോൾ ഹി വാസ് നെർവസ് എന്ന് പറഞ്ഞാൽ വെപ്രാളമായിരുന്നു സച്ചിന്. ഓക്കെ, ഇനീഷ്യലി ടു ബാറ്റ് ഇൻ ദ നെറ്റിൽ ബാറ്റ് ചെയ്യാൻ അവനാകെ പ്രയാസമായിരുന്നു. ബട്ട് ലേറ്റർ സ്മാഷ് ദ ബോൾ വൺസ് ഹി കൺവിൻസ് ദാറ്റ് നോ വൺ വാസ് വാച്ചിങ് ഹിം. ആദ്യം ഈ അക്കേക്കർ സാർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മളെ പരീക്ഷ ഹോളിലൊക്കെ അങ്ങനെയാണല്ലോ, ചിലപ്പോൾ പരീക്ഷ ഹോളിൽ ചില ടീച്ചേഴ്സ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നോക്കിക്കും, ഇവൻ എന്താ എഴുതുന്നത് ഇങ്ങനെ. മുമ്പൊക്കെയാണെങ്കിൽ അപ്പോൾ ഒന്നും എഴുതാൻ കഴിയില്ല, കാരണം ഞാൻ എഴുതുന്ന തെറ്റ് വരെ കാണുമ്പോൾ ചില അങ്ങനെ പൊത്തിയൊക്കെ വെക്കും അല്ലേ, പൊത്തിയൊക്കെ വെച്ച് ടീച്ചറെ കാണാതിരിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ എഴുതും. അപ്പോൾ ഇതേപോലെ സച്ചിന് അക്കേക്കർ സാറിന്റെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് കളിച്ച് കാണിക്കാൻ പറഞ്ഞപ്പോൾ ഭയങ്കര നെർവസായി, ഒന്നും കളിക്കാൻ കഴിയില്ല. അപ്പോൾ അക്കേക്കർ സാർ പറഞ്ഞു ഓനെ പറഞ്ഞയച്ചോ, പിന്നെ കുറച്ച് വലുതായിട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഒരു ചാൻസ് കൂടെ കൊടുക്കണം, അതുപോലെ തന്നെ നിങ്ങളൊന്ന് മാറി നിൽക്കണം, ദൂരെ നിന്ന് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ സച്ചിൻ എന്ത് ചെയ്തു? അടിപൊളിയായിട്ട് കളിച്ചു. ഓക്കെ, വൺസ് and later he smashed the ball once he convinced that no one was watching him. അവനെ ആരും നോക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൻ എന്ത് ചെയ്തു? നന്നായിട്ട് കളിച്ചു. ഓക്കെ, സച്ചിൻ he was 11 years old when he was first admitted to the camp. ക്യാമ്പിലേക്ക് ആദ്യമായിട്ട് അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സച്ചിൻ ആകെ എത്ര വയസ്സേ ഉള്ളൂ? 11 വയസ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ 11 വയസ്സുള്ളപ്പോൾ 2 കുട്ടികളുടെ കഥ നമ്മൾ പഠിച്ചു അല്ലേ. തരുണ് ഓർമ്മല്ലേ? he had to travel in a bus
and found it tiring as he had practiced till evening. അവന് ബസ്സിൽ യാത്ര ചെയ്യണമായിരുന്നു. രാവിലെ പോകുന്നത് എന്തിലായിരുന്നു? ബസ്സിലായിരുന്നു. എവിടേക്ക്? നമ്മുടെ ഈ പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നത് ബസ്സിലായിരുന്നു. ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഹി ഫൗണ്ട് ഇറ്റ് ടയറിങ്, ഭയങ്കര ക്ഷീണമായി തോന്നി. ഓക്കെ, എന്താ കാരണം? യാത്ര തന്നെ ഒരു 3/4 മണിക്കൂറുണ്ട്, അങ്ങോട്ടേക്ക് മാത്രം, പിന്നെ ഇങ്ങോട്ടേക്കും. ഓക്കെ, ഇങ്ങനെ 2 തവണ പോകണം. എപ്പോ? രാവിലെയും പോകണം, വൈകുന്നേരം പോകണം. അപ്പൊ അത് വല്ലാത്ത ക്ഷീണം ഉണ്ടായിരുന്നു അവന്. ഓക്കെ, അതിന് പുറമെ പ്രാക്ടീസിന്റെ ക്ഷീണവും. he washed his cricket clothes every day twice as he had to only one set. മൂപ്പരുടെ കയ്യില് ക്രിക്കറ്റ് ക്ലോത്ത്സ്, ക്രിക്കറ്റിന് ഇടുന്ന ആ ഒരു വെള്ള കളറുള്ള ഡ്രസ്സില്ലേ, അത് ഒരൊറ്റ ജോഡിയേ ഉള്ളായിരുന്നു. അതുകൊണ്ട് രാവിലെയും വൈകുന്നേരവും അവന് അത് വാഷ് ചെയ്ത് ഇടേണ്ടി വന്നു. ഓക്കെ, he was embraced about wearing dirty clothes and was often ridiculed by the conductor for taking up the space in the bus with the cricket kit. ഒരിക്കല് അവരിങ്ങനെ ഈ എന്താ പറയുക, അഴുക്കായ വസ്ത്രമായിട്ട്, ഇപ്പം നമുക്കാണെങ്കിൽ അങ്ങനെയാണല്ലോ അല്ലേ, അഴുക്കായ വസ്ത്രമായിട്ട് ബസ്സിലേക്ക് കയറാൻ ഒരു എംബ്രേസ്മെന്റ് ഉണ്ടാവും, ഒരു ചമ്മലുണ്ടാവും. പക്ഷെ ചിലപ്പോൾ ഒക്കെ കണ്ടക്ടർ അവനെ റെഡിക്യൂൾ ചെയ്യാറുണ്ട്, ചീത്ത പറയാറുണ്ട്. എന്താ കാരണം? ബൈ കണ്ടക്ടർ ഫോർ ടേക്കിംഗ് അപ്പ് ദ സ്പേസ് ഇൻ ദ ബസ് വിത്ത് ഹിസ് ക്രിക്കറ്റ് കിറ്റ്. ഇവൻ്റെ വലിയ ക്രിക്കറ്റ് കിറ്റുമായിട്ട് വരുന്നതുകൊണ്ട്, ഈ വലിയ ബാഗും പാഡും അതുപോലെ തന്നെ ഹെൽമെറ്റൊക്കെ ആയിട്ട് ഇവൻ കയറുന്നതുകൊണ്ട് ഇവനെ പലപ്പോഴും ഇയാൾ പറയാറുണ്ട്, ബസ് കണ്ടക്ടർ പറയും, നീ 2 ആൾക്കാർ സ്ഥലം എടുക്കുന്നുണ്ട്, അതുകൊണ്ട് 2 ടിക്കറ്റ് തരണമെന്നൊക്കെ അയാൾ പറയാറുണ്ട്. ബട്ട് ഹി ഓവർകം ദിസ് ഓൾ സ്ട്രഗിൾസ് ആസ് ഹി ഹാഡ് at the support of his coach. പക്ഷേ ഈ എല്ലാ പ്രതിസന്ധികളെയും അവൻ തരണം ചെയ്യാണ്. കാരണം അവൻ്റെ കയ്യിൽ ആരുടെ സപ്പോർട്ട് ഉണ്ട്? അവൻ്റെ കോച്ചിന്റെ ശക്തമായിട്ടുള്ള ഒരു സ്വാധീനം ഉണ്ടായിരുന്നു. അക്കേക്കർ സാർ എന്നാണ് അവൻ്റെ കോച്ചിന്റെ പേര്, സച്ചിന്റെ കോച്ചിന്റെ പേര്. അറ്റ് ടൈംസ് ഹി ബിക്കെയിം വിയറി. പലപ്പോഴും അവന് ക്ഷീണിക്കാറുണ്ട്. വിയറി എന്ന് പറഞ്ഞാൽ ക്ഷീണിക്കുക എന്നർത്ഥം കേട്ടോ, ടയേർഡ് എന്നർത്ഥം. ആൻഡ് ലുക്ക് ബ്രേക്സ് ഗോയിങ് ബാക്ക് ടു ദ കോളനി ടു പ്ലേ ക്രിക്കറ്റ്. അവൻ പലപ്പോഴും സമയം കിട്ടുകയാണെങ്കിലൊക്കെ എന്ത് ചെയ്യും? തൻ്റെ കോളനിയിലെ സുഹൃത്തുക്കളുടെ അടുത്ത് പോയിട്ട് ക്രിക്കറ്റ് കളിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഒരു വൈബ് വേറെ തന്നെയാണ് അല്ലേ, നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ഫ്രണ്ട്സ് വേറെ തന്നെ ഒരു വൈബാണ്. ഓക്കെ, ബട്ട് അക്കേക്കർ സാർ ഗൈഡഡ് ഹിം. പക്ഷേ പലപ്പോഴും അക്കേക്കർ സാർ അവനെ ഗൈഡ് ചെയ്യാറുണ്ട്. സെയിങ് ദാറ്റ് വൺ മസ്റ്റ് mold one's personality according to their career orientation. Okay, making the world look back. എന്ന് വെച്ചാൽ മോനെ സച്ചിനെ ഇവന് അവിടെ കോച്ചിങ് കട്ട് ചെയ്തിട്ട് അക്കേക്കർ സാറിൻ്റെ ക്ലാസ്സിൽ പോവാതെ എന്ത് ചെയ്യും? കോളനി ഫ്രണ്ട്സിൻ്റെ അടുത്ത് വന്നിട്ട് ക്രിക്കറ്റ് കളിക്കും. അപ്പോൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ അക്കേക്കർ സാർ സ്കൂട്ടർ എടുത്ത് വരും ഇവനെ പൊക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പോകുന്ന വഴിക്ക് അവനോട് പറയും, എന്ത് നീ ഇങ്ങനെ ഈ പിള്ളേരുടെ കൂടെ ടെന്നീസ് ബോൾ കൊണ്ട് ക്രിക്കറ്റ് കളിച്ച് നടക്കേണ്ട ആളല്ല. നീ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ആ കൺട്രീസ് അല്ലെ, ഒരുപാട് പല രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടേക്ക് വരും നിന്റെ കളി കാണാൻ വേണ്ടിയിട്ട് എന്നത് അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നീട് അത് യാഥാർത്ഥ്യമാവാണ് ചെയ്തത്. ഇനി അതിൻ്റെ ഒരു അവസാനത്തേക്ക് വരികയാണ് നമ്മൾ. ദ ചാപ്റ്റർ സേവ്സ് ആസ് എ ഗ്രേറ്റ് ഇൻസ്പിറേഷൻ ടു ദ റീഡേഴ്സ്. വായനക്കാർക്ക് ഒരു വലിയ പ്രചോദനമാണ് ഈ ഒരു പാഠം എന്ന് പറയുന്നത്. ഇറ്റ് പ്രൂവ്സ് ദാറ്റ് എവ്രി വൺ ഇസ് ബോൺ വിത്ത് സം ടാലന്റ്. അതിലെന്താ പറയുന്നത്? എല്ലാ ആളുകൾക്കും ഒരു ടാലന്റ് ഉണ്ട്. എല്ലാ ആളുകളും ജനിക്കുന്നത് ഒരു ടാലന്റോട് കൂടിയിട്ടാണ്. ഓക്കെ, ഇറ്റ് ഈസ് അപ് ടു അസ് to acknowledge that talent. നമ്മളാണ് നമ്മുടെ ഉള്ളിലുള്ള ടാലന്റിനെ കണ്ടെത്തേണ്ടത്. ആൻഡ് വർക്ക് ടുവേർഡ്സ് റീച്ചിങ് ദ പീക്ക് ഓഫ് ദ സക്സസ്. ആ വിജയത്തിന്റെ കൊടുമുടിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതിനെ പരിപോഷിപ്പിച്ചിട്ട് നമ്മുടെ ഉള്ളിലുള്ള ടാലന്റിനെ വളവും വെള്ളവും കൊടുത്തിട്ട് നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് വിജയത്തിന്റെ കൊടുമുടിയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും എന്താണ് കടമയാണ്. ഇറ്റ് ഓൾസോ ടീച്ചസ് us that the hard work always pays off. അതിലൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്, ആ കഠിനാധ്വാനം എന്ന് പറയുന്നത്, അതിന് കൃത്യമായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും. കഠിനാധ്വാനത്തിന് കൃത്യമായി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും. ദാറ്റ് സക്സസ് ഡസൻറ്റ് കം ബൈ സിറ്റിംഗ് ആൻഡ് വെയിറ്റിംഗ് ഫോർ ഇറ്റ്. നിങ്ങൾ വിജയം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് എന്നോ ഒന്ന് വിജയം എൻ്റെ അടുത്തേക്ക് വരും, ദൈവം എന്നെ വിജയിപ്പിക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു മൂലയിൽ അടങ്ങിയിരിക്കുകയല്ല വേണ്ടത്. അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ മറ്റന്നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ എന്ത് ചെയ്യണം? ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. റൈറ്റപ്പ് ചോദിച്ചിട്ടുണ്ട്. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ഒരു മെയിൻ ചോദ്യമാണ് എന്താ? റൈറ്റപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, റൈറ്റപ്പ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ റൈറ്റപ്പ് എങ്ങനെ എഴുതാം? റൈറ്റപ്പ് പറഞ്ഞാൽ ഒന്നുമില്ല. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അനലൈസിങ് സച്ചിൻസ് എക്സ്പീരിയൻസ്
പ്രിപ്പയർ എ ബ്രീഫ് റൈറ്റപ്പ് ഓൺ ദ റോൾ പ്ലേഡ് ബൈ അതേഴ്സ് ഇൻ മൗൾഡിങ് എ ലെജൻഡ്. ഈ ലെജൻഡിനെ മൗൾഡ് ചെയ്യുന്നതിൽ മറ്റുള്ളവർ വഹിച്ച പങ്ക്, അവൻ്റെ അച്ഛനായിക്കോട്ടെ, അവൻ്റെ ബ്രദർ ആയിക്കോട്ടെ, അക്കേക്കർ സാർ ആയിക്കോട്ടെ, അല്ലെ, ഈവൻ നമ്മുടെ ബസ് കണ്ടക്ടർ ആയിക്കോട്ടെ. അപ്പോൾ ഇവരൊക്കെ ഓരോ റോൾ ഉണ്ട് ആരുടെ ജീവിതത്തിൽ, സച്ചിൻ്റെ റോൾ. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് റൈറ്റപ്പ് പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒന്നും വിചാരിക്കാനില്ല, ഒരു എന്താണ് പാരഗ്രാഫ് എഴുതാന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഒരു പാരഗ്രാഫ് എഴുതാന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഓക്കെ 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 യെസ്, സെറ്റ്. അപ്പോൾ അത് നമുക്ക് ഒരു എക്സാമ്പിൾ നോക്ക്. ഇതാ മൗൾഡിങ് എ ലെജൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് ഒക്കെ കൊടുത്തിട്ട് ജസ്റ്റ് ഒരു നമ്മുടെ ഒരു റൈറ്റപ്പാണ്. സോ അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. കാരണം നമുക്ക് നാളെ ഈ പറയുന്ന ഡിസ്കോഴ്സസിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാണ്ട് ചർച്ച ചെയ്യാണ്ട് ലെറ്റർ റൈറ്റിംഗ് ഒക്കെ നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, അപ്പോൾ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഇനി നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് വരികയാണ്. മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫസ്റ്റ് യൂണിറ്റിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബാങ് ദ ഡ്രമ്മിലേക്കാണ് നമ്മൾ വരുന്നത്. ഓക്കെ, സച്ചിൻസ് ഫാദർ ബ്രദർ പ്ലേഡ്. ഓക്കെ, ക്രൂഷ്യൽ റോൾ. ശരിയാണ് കേട്ടോ, ക്രൂഷ്യൽ റോളാണ് അവർ ഉണ്ടായത്. പ്രൊഫൈൽ പറയും, പ്രൊഫൈലൊക്കെ പറയും കേട്ടോ, എല്ലാം പറയും. പ്രൊഫൈലൊക്കെ സെറ്റാക്കി തരും. 6 മാർക്കോ 5 മാർക്കോ ചോദിക്കുന്നത് കംപ്ലീറ്റ് നമ്മൾ വാങ്ങും. ഓക്കെ, ഡൗട്ട് എന്താണ് ചോദിക്കൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ടീമിലേക്ക് വരാണ്. ഓക്കെ, ഏതാണ് ബാങ് ദ ഡ്രം ആട്ടോ. ഹാപ്പിനെസ് മെഷീനൊക്കെ നമ്മളത് പറയും. ഹാപ്പിനെസ് മെഷീനൊക്കെ പറയാതെ പോവോ? പറയും കേട്ടോ. ഹാപ്പിനെസ് മെഷീൻ എല്ലാ ഹാപ്പിനെസ്സും പറയും. ഓക്കെ, കാറ്റ് സ്കെച്ച് നാളെയാണ് പറയാം. ഓക്കെ, നോക്കാം. അപ്പോൾ ബാങ് ദ ഡ്രം, അപ്പോൾ മൂന്നാമത്തെ പാഠമാണ്. ഒരു യൂണിറ്റ് ഇപ്പം നമ്മൾ കഴിയും. ആ യൂണിറ്റിലേക്ക് അവസാനത്തെ ചാപ്റ്ററാണ് തീം ഓഫ് ദ പോം. എന്താണ് നമ്മുടെ പോത്തിന്റെ തീം? ബാങ് ദ ഡ്രം ഈസ് എ call for the athletes to realize that it is time to sprint like the winds and pursue their dreams. കാറ്റിനെ പോലെ ഓടാനും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനുമുള്ള സമയമാണ് ഇത് എന്ന് ആ കായിക താരങ്ങളോട് പറയുന്നതാണ് നമ്മുടെ പാട്ട്, അല്ലെങ്കിൽ സോങ് ഓഫ് ബാങ് ദ ഡ്രം എന്ന് പറയുന്ന ഈ ഒരു കവിത. എന്താണ്? കാറ്റിനെ പോലെ ഓടാനുള്ള സമയമാണിത്. ഓക്കെ, നിങ്ങളുടെ ഡ്രീംസ്, സ്വപ്നങ്ങളില്ലേ, ഈ അത്ലറ്റ്സ് ആയിട്ട് വന്ന ആൾക്കാർക്ക് വിജയിക്കണമല്ലോ. ആ സ്വർണ്ണ മെഡലല്ലേ അവരുടെയൊക്കെ സ്വപ്നം. ആ മെഡൽ നേടാനുള്ള ഏറ്റവും അനുയോജ്യമായ സമയം എത്തിയിട്ടുണ്ട്. ഓക്കെ, അത് അവരെ ബോധ്യപ്പെടുത്തലാണ് ഈ ഒരു പാട്ട്. ദ പോയം ഈസ് അബൌട്ട് എ സ്ട്രഗിൾ ടു സീ എ ഡ്രീം കം ട്രൂ. ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകാനുള്ള പ്രയാസങ്ങളെക്കുറിച്ചാണ് ഈ പോയത്തിൽ പറയുന്നത്. banging the drum refers to expressing enthusiasm and public support for them. ബാങ്ങിങ് ദ ഡ്രം എന്ന് പറഞ്ഞാൽ ചെണ്ട കൊട്ട് ആരവം ഉണ്ടാക്ക് എന്ന് പറയുന്നത് ഈ കായിക താരങ്ങൾക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആളുകളോട് ആഹ്വാനം ചെയ്യാണ്. പബ്ലിക്കിനോട് പറയാണ് ഉഷാറാക്ക്. നമ്മൾ പറയില്ലേ, ഫയർ ഇടടാ, പഞ്ച് വരട്ടടാ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഉഷാറാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്കറിയാലോ, ഒളിമ്പിക്സിനാണെങ്കിലും ഫുട്ബോളിനാണെങ്കിലും ഒക്കെ ഓരോ തീം സോങ്ങുകൾ ഉണ്ടാവും അല്ലേ. ഇപ്പോൾ വക്കാവാക്കൊക്കെ അല്ലായിരുന്നു, ഓരോ ടൈമിലും ഓരോ പാട്ടുകളുണ്ടാവും ഓരോ വേൾഡ് കപ്പിനൊക്കെ. അപ്പോൾ അങ്ങനെ ആ പാട്ട് എന്തിനാണ്? ഇവരെ ഒന്ന് പ്രചോദനം കൊള്ളിക്കാനാണ്. ഓക്കെ, ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ടാണ്. ദ സോങ്സ് പേർപ്പസ് ഇസ് ടു മോട്ടിവേറ്റ് ദ അത്ലറ്റ്സ്. സോങ്ങിന്റെ പേർപ്പസ് എന്താണ്? എടാ സാമിനാമിനൊക്കെ നിങ്ങൾ കേട്ടില്ലേ, സാമിനാമിന ഏ വക്ക ഏ ആ പാട്ടൊക്കെ അല്ലേ. ഇതൊക്കെ എന്താ? ഇതൊക്കെ ആ ഒരു സമയത്ത് കായിക താരങ്ങൾക്കുള്ള മോട്ടിവേഷൻ ആണ്. അതുപോലെ തന്നെ ഇത് പുറത്തു നിന്നും പാടുന്ന സമയത്ത് നമുക്ക് എന്താണ് ഒരു എനർജി, പ്രത്യേക എനർജി കിട്ടുകയാണ്. athletes to do their best on the track and on the field. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി ഭാഗത്തേക്ക് വരാം. ബ്രയാൻ ആഡംസ് ആൻഡ് നെല്ലി ഫെർട്ടോഡ wrote the song Bang the Drum. പേര് ഓർത്തു വെക്കാൻ പറ്റുകയാണെങ്കിൽ ബ്രയാൻ ആഡംസിൻ്റെ പേര് നിങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നെല്ലി ഫെർട്ടാഡോ എന്ന് പറയുന്ന ആളുമാണ് ഈ ഒരു സോങ് എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ, wrote the song Bang the Drum. It is a tribute to the athletes that competed in 2010 Winter Olympics in Canada. 2010 വിന്റർ ഒളിമ്പിക്സിൽ പങ്കെടുത്ത കായിക താരങ്ങൾക്കൊരു ട്രിബ്യൂട്ടാണ് ഈ ഒരു സോങ്. ഓക്കെ, അവരെ ഒന്ന് പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയതാണ് ഈ ഒരു സോങ്. ഇനി സോങ്ങിലേക്ക് വരുന്നു, നമ്മൾ പോയത്തിലേക്ക് വരുന്നു, നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക. The song opens with an invitation. ഈ പാട്ട് തുടങ്ങുന്നത് ഒരു ഇൻവിറ്റേഷനിലൂടെയാണ്. ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വെൽക്കം ചെയ്യലാണ് അല്ലെ, ഒരു സ്വാഗതം ചെയ്യാണ് ആളുകളെ, ക്ഷണിക്കുകയാണ് ആളുകളെ.
ടു റീച്ച് ഫോർ ദ സ്കൈ ആസ് എ ടീം. നിങ്ങളെല്ലാവരും ഒരു ടീമായിട്ട് റീച്ച് ഫോർ ദ സ്കൈ, ആകാശത്തോളം ഉയരണം കേട്ടോ. അത്ലറ്റ്സ് ഫ്രം ഓൾ ഓവർ ദ കൺട്രി, ഈ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ആ കായിക താരങ്ങളോട് പറയാണ് ഹാഡ് അസംബിൾഡ് ടു പാർട്ടിസിപ്പേറ്റ്. ഇവിടെ അവരെല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്? ഒത്തുചേർന്നിട്ടുണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്, ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. ഇറ്റ് ഈസ് മച്ച് മോർ ഇമ്പോർട്ടൻറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ആൻഡ് പ്ലേ എ ഫെയർ ഗെയിം ദാൻ ടു വിൻ. വിജയിക്കുന്നതിലും എത്രയോ അടിപൊളിയാണ്, മഹത്വമുള്ളതാണ് എന്ത്? പങ്കെടുക്കുക എന്നുള്ളത്, നല്ല ഫെയർ പ്ലേ കാഴ്ചവെക്കുക എന്നുള്ളത്, അടിപൊളിയായിട്ടുള്ള വൃത്തിയായിട്ടുള്ള ഗുഡായിട്ടുള്ള ഒരു കളി, ഒരു പ്ലേ നടക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല കാര്യം. വിജയത്തേക്കാൾ ഏറ്റവും നല്ലത് ഇതാണ് എന്ന് ആദ്യത്തെ ഫസ്റ്റ് ആൻസർ എന്ന് പറയാണ്. ഇനി പറയുന്നത് നോക്കാം, ഈച്ച് ഓഫ് ദ ഇൻഡിവിജ്വൽ ഈസ് വർക്കിംഗ് ഹാർഡ്. ഓരോ കുട്ടിയും ഓരോ കായിക താരവും ഈസ് വർക്കിംഗ് ഹാർഡ്, കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്നുണ്ട് to achieve their goals, അവരുടെ സ്വപ്നങ്ങൾ കീഴടക്കാൻ വേണ്ടിയിട്ട്. The author advise banging the drum as loudly as possible. ഓതർ ആളുകളോട് ആവശ്യപ്പെടാണ്, ഒച്ചത്തിൽ നിങ്ങൾ ചെണ്ട കൊട്ടുവിൻ. And singing the song so loudly, പാട്ടും ഒച്ചത്തിൽ പാടുക, ദാറ്റ് എവ്രി വൺ ഇൻ ദ വേൾഡ് ക്യാൻ ഹിയർ ഇറ്റ്. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാവർക്കും അത് കേൾക്കാൻ പറ്റും. നോ മാറ്റർ വേർ ദേ ആർ, അവരെവിടെ തന്നെ ആയിക്കോട്ടെ, ഈ ലോകത്തിൽ അവരെവിടെ തന്നെ ആയിക്കോട്ടെ, അവർക്ക് ആ പാട്ട് കേൾക്കാൻ പറ്റും. ഇറ്റ് ഈസ് ടൈം ടു ഡ്രീം ആൻഡ് ഗോ ടു ദ സ്റ്റാർസ്. ഇതെന്തിനുള്ള സമയമാണ്? ഇറ്റ് ഈസ് ടൈം ടു ഡ്രീം, സ്വപ്നം കാണാനുള്ള സമയമാണ്. ആൻഡ് ഗോ ഫോർ ദ സ്റ്റാർസ്, നക്ഷത്രങ്ങൾ തെരഞ്ഞു വേണ്ടി പോകാനുള്ള സമയമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോകാനുള്ള സമയമാണ്. ഇറ്റ് ഈസ് നെസസറി ടു ഹാവ് ഫെയ്ത്ത് ഇൻ വൺ സെൽഫ്. ഒരു കാര്യം അത്യാവശ്യമാണ്, നമുക്ക് എന്ത് വേണം? ഫെയ്ത്ത് വേണം. എന്താ ഫെയ്ത്ത് പറഞ്ഞാൽ? വിശ്വാസം വേണം. നമ്മളിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാവണം. ഓക്കെ, വേർ ആർ it is necessary to have faith in oneself. The author urges people to jump higher because everyone can see them. ഓതർ ആളുകളോടായിട്ട് പറയുന്നു, നിങ്ങൾ ഒന്നുകൂടെ ഉയരത്തിൽ ചാടുക, അങ്ങനെയെങ്കിൽ എല്ലാവർക്കും നിങ്ങളെ കാണാം. The song proceeds in the cheerful manner. പാട്ട് ഉടനീളം എന്താണ്? മുഴുനീളം എന്താണ്? ഒരു ചിയർഫുൾ മാനറിലാണ്, നമ്മളെ ഉഷാറാക്കുന്ന തരത്തിലുള്ള പാട്ടാണ്. ഓക്കെ, ഉഷാറാക്കുന്ന തരത്തിലുള്ള പാട്ടാണ്. The athletes are encouraged to focus on their life's purpose throughout the song. Athletes are encouraged. അത്ലറ്റ്സിന് ഒരു എൻകറേജ്മെന്റ് കൊടുക്കുന്നുണ്ട്. എന്തിന്? To focus on their life's purpose throughout the song. അവരുടെ ജീവിത ലക്ഷ്യം എന്താണോ അതിന് പിന്നാലെ പോകാൻ വേണ്ടിയിട്ട് അവർക്കൊരു എൻകറേജ്മെന്റ് ത്രൂ ഔട്ട് ദ പോയം കൊടുക്കുന്നുണ്ട്. ഇറ്റ് ഓൾസോ എൻകറേജസ് പീപ്പിൾ ടു ഡ്രീം ബിഗ് ആൻഡ് ഹൈ വൈൽ മെയിൻറ്റെയിനിങ് ദെയർ സെൽഫ് എസ്റ്റീം. എനിക്ക് നിങ്ങളോടും പറയാനുള്ളതാണ്, നിങ്ങൾ കുഞ്ഞു സ്വപ്നങ്ങളൊന്നും കാണരുത്, നിങ്ങൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക. പ്രത്യേകിച്ച് നമ്മുടെ കരിയറുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ, നാളെ ആരാവണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിനെ പറ്റിയൊന്നും ആലോചിച്ചില്ല എന്നല്ല പറയേണ്ടത്. ഓക്കെ, നമ്മൾ ഉടനെ തന്നെ എന്ത് ചെയ്യണം? അടിപൊളിയൊരു കോഴ്സ്, അടിപൊളിയൊരു ജോലി ഇപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? സെറ്റ് ചെയ്ത് വെക്കണം. അതാണ് ഓതർ പറയുന്നത്. ഓക്കെ, നിങ്ങൾ കുഞ്ഞു സ്വപ്നങ്ങളല്ല കാണുന്നത്, വലിയ വലിയ സ്വപ്നങ്ങൾ കാണണം. പിന്നെയോ, ദ സോങ് ഇൻസ്പയർസ് ദ അത്ലറ്റ്സ് ടു ഡ്രീം ബിഗ്, set lofty goals, run like the wind, believe in their skills to fly and enter the games with the positive attitude. അല്ലേ, നിങ്ങൾക്ക് ഏറ്റവും മിടുക്കരായിട്ടുള്ള നിങ്ങളുടെ ഒരു കഴിവുണ്ടാവുമല്ലോ, ആ കഴിവ് നിങ്ങൾ മനസ്സിലാക്കുക. ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മളെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ട്, എടാ അതൊന്നും നടക്കൂലടാ, നിനക്കൊന്നും സാധിക്കൂലടാ എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷേ അവരുടെ ഒന്നും വാക്കുകൾക്ക് വില കൊടുക്കാതെ മുൻപോട്ടേക്ക് തന്നെ പോകാനുള്ള ഊർജ്ജമാണ് നമുക്ക് വേണ്ടത്. ഇനിയോ, ദ സോങ് റൈറ്റേഴ്സ് കണ്ടിന്യൂസ്ലി ആൻഡ് ജെന്യുവൻലി റിക്വസ്റ്റ് ദാറ്റ് ദ സിംഗേഴ്സ് സിംഗ് ദ സോങ് ഓഫ് വൺനെസ് ആൻഡ് ബാങ് ദ ഡ്രം ഓഫ് സ്പോർട്സ്മാൻ ലൗഡർ ആൻഡ് ലൗഡർ ടു സിഗ്നൽ ദ സ്റ്റാർട്ട് ഓഫ് ദ ഗെയിം. കളി തുടങ്ങാനായിട്ടുണ്ട്. അപ്പൊ കളി തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾ ഉച്ചത്തിൽ പാട്ടുകൾ പാടുക. ഓക്കെ, നിങ്ങൾ ആ ബാൻഡഡ് ശബ്ദം ഉച്ചത്തിലാക്കുക. എന്തിനാണെന്നറിയോ? And to captivate the entire globe with the spirit of pursuing and fulfilling goals. നമ്മൾക്ക് ഓരോരുത്തർക്കുമുള്ള ഈ ലോകത്തിൽ എല്ലായിടത്തുമുള്ള ആളുകൾക്കുള്ള ഗോളുകളിലേക്ക് അവരെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ പാട്ട് ഉച്ചത്തിൽ തന്നെ പാടട്ടെ എന്ന് പറഞ്ഞവിടെ പാട്ട് എന്ത് ചെയ്യണം? അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ഒന്നുമില്ല, പിന്നെ ആവർത്തിച്ച് വരുന്ന വരികളാണ് അധികവും. അതിന് നമ്മൾ പറയാ, ആവർത്തിച്ച് വരുന്ന വരികൾക്ക് എന്താ പറയാ? റിഫ്രെയിൻ എന്നാണ് പറയാ കേട്ടോ. റിഫ്രെയിൻ, REFRAIN, റിഫ്രെയിൻ എന്ന് പറയും. REF റെയിന്, അത്രയാണ് റിഫ്രെയിൻ. ഓക്കെ, വരികൾ ആവർത്തിച്ച് വരിക ഒരു പോയത്തിനകത്ത്, സോങ്ങിനകത്തൊക്കെ. ഇനി ഒരു ചോദ്യം ഇങ്ങനെ പോയറ്റിക് ലൈൻസ് എന്നിട്ട് നമ്മളോട് എന്ത് ചെയ്യുന്നുണ്ട്? ചോദ്യങ്ങൾ ചോദിക്കുന്നൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം.
നെക്സ്റ്റ് മെറ്റേണിറ്റി എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിലേക്ക് വരികയാണ്. മെറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ യൂണിറ്റ് ആണ് മക്കളെ. അപ്പോൾ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഓക്കെ, രണ്ടാമത്തെ യൂണിറ്റിൽ മെറ്റേണിറ്റി ആണ്. എന്തേ കാണുന്നില്ല, എന്ത് സ്പീഡിൽ പോകുന്നുണ്ടല്ലോ. അപ്രീസിയേഷൻ ചോദിക്കുമോ? അപ്രീസിയേഷൻ ചോദിക്കാം. മിക്കവാറും ഇതിനകത്തുനിന്നും വരിക ഏതാണെന്നറിയോ? ഈ പോയറ്റിക് ലൈൻസ് എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് ചോദ്യം ഉണ്ടാവുക. ഓക്കെ, പോയറ്റിക് ലൈൻസ് എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് ചോദ്യമാണ് ഉണ്ടാവുക. ഏതായാലും നാളെ നമുക്ക് അതൊക്കെ സെറ്റാക്കണം, പോയറ്റിക് ലൈൻസ് ഉള്ളതും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ബാക്കി ഭാഗത്തേക്ക് വരാം, മെറ്റേണിറ്റിയിലേക്ക് വരാം. The lesson Maternity is written by a famous Greek novelist, journalist and short story writer, Lilica Nakos. Maternity എന്ന് പറയുന്ന ഈ കഥ എഴുതിയിരിക്കുന്നത് ഗ്രീക്ക് നോവലിസ്റ്റ് ആയിട്ടുള്ള ആരാണ്? ലിലിക്ക നക്കോസ് ആണ് എഴുതിയിട്ടുള്ളത്. പേരോർത്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. ഓക്കെ, ലിലിക്ക നക്കോസ്. ലില്ലിപ്പൂവില്ലേ, ലില്ലിനാല് വെച്ചാൽ മതി. ഓക്കെ, ഇനി ദ സ്റ്റോറി കംപ്രൈസസ് ഓഫ് 3 മെയിൻ സെറ്റിംഗ്സ്. ഈ കഥയിൽ 3 മെയിൻ സെറ്റിംഗ്സ് ആണ്. എന്തൊക്കെയാ നോക്കാം. ഒന്ന്, ക്യാമ്പ് ഓഫ് അർമേനിയൻ റെഫ്യൂജീസ്. അർമേനിയക്കാരായിട്ടുള്ള ഇന്ത്യക്കാരെന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലെ അർമേനിയക്കാരായിട്ടുള്ള റെഫ്യൂജീസ്, അഭയാർത്ഥികളുടെ ഒരു ക്യാമ്പ്. യുദ്ധമായപ്പോൾ അവിടുത്തെ ആളുകളൊക്കെ പലായനം ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് താമസിക്കുകയാണ്. ഓക്കെ, ആ പാവപ്പെട്ട ആളുകളുടെ ഒരു ക്യാമ്പിനെ കാണിക്കും നമുക്ക്. അടുത്തത്, എ ക്യാമ്പ് ഓഫ് അനാറ്റോളിയൻ റെഫ്യൂജീസ്. മറ്റൊരു രാജ്യത്തെ ആളുകളാണ് അനാറ്റോളിയൻസ്. ഓക്കെ, അപ്പോൾ അനാറ്റോളിയൻ ആളുകളുടെ ഒരു ക്യാമ്പ് അതും കാണിക്കുന്നുണ്ട്. ആൻഡ് എ ചൈനീസ് ഫാമിലി. പിന്നെ മറ്റൊന്ന് കാണിക്കുന്നത് ഒരു ചൈനക്കാരൻ്റെ കുടുംബമാണ് കാണിച്ചു തരുന്നത്. ഓക്കെ, ദ സ്റ്റോറി ഡീൽസ് വിത്ത് ദ അൺസർട്ടനിറ്റീസ് ഒക്കേർഡ് ഇൻ ദ ലൈഫ് ഓഫ് എ 14-year-old ബോയ് മിക്കാലി. മിക്കാലി എന്ന് പറയുന്ന ഒരു പയ്യന്റെ 14 വയസ്സ് മാത്രം പ്രായമുള്ള പയ്യന്റെ ജീവിതത്തിൽ നടക്കുന്ന ചില ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങളാണ്, അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഓക്കെ, ആൻഡ് ഹിസ് ന്യൂ ബോൺ ബ്രദർ ഇൻ ദ റെഫ്യൂജി ക്യാമ്പ് ഓഫ് അർമേനിയ. അർമേനിയയിലുള്ള റെഫ്യൂജി ക്യാമ്പിലുള്ള ഈ കുട്ടി 14 വയസ്സുകാരനായ മിക്കാലിയും അവൻ്റെ ബ്രദറായിട്ടുള്ള ഒരു ന്യൂ ബോൺ ബേബി, ഇപ്പൊ ജനിച്ചിട്ടുള്ള ആ കുട്ടി, ചെറിയ കുട്ടിയാണ്, ഇൻഫാൻ്റ് ആണ്. ഓക്കെ, ആ കുട്ടിയുടെയും കഥയാണ്. സിറ്റുവേറ്റഡ് ഓൺ ദ ഔട്ട്സ്കേറ്റ്സ് ഓഫ് ടൗൺ. മിക്കാലി ആൻഡ് ഹിസ് ബ്രദർ. നമുക്ക് നേരെ നോക്കാം. ഇതിൽ കാറ്റ് സ്കെച്ച് ഒക്കെ ഉണ്ടാവും, പെട്ടെന്ന് ശ്രദ്ധിച്ചോ. മിക്കാലി ആൻഡ് ഹിസ് ബ്രദർ. മിക്കാലി, ദ പ്രൊട്ടാഗനിസ്റ്റ്. പ്രൊട്ടാഗനിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഗൈസ്? എന്താണ് പ്രൊട്ടാഗനിസ്റ്റ് എന്ന് പറഞ്ഞാൽ? ദ മെയിൻ ക്യാരക്ടർ. അപ്പോൾ മെയിൻ ക്യാരക്ടർ എന്ന് എഴുതണ്ട, ഹീറോ എന്ന് എഴുതണ്ട, നിങ്ങൾ എന്ത് പറഞ്ഞാൽ മതി? പ്രൊട്ടാഗനിസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. Mikhaili, the protagonist of the story, was in need of nursing mother to feed his starving little brother. അമ്മ മരിച്ചു പോയിട്ടുണ്ട് ഈ കുട്ടികളുടെ. ഓക്കെ, മിക്കാലിയുടെ അമ്മ മകനെ പ്രസവിക്കുന്ന സമയത്ത് മരിച്ചു പോയതാണ്. അപ്പം കുട്ടിക്ക് ജനിച്ചതിന് ശേഷം പാല് കിട്ടിയിട്ടില്ല. മിക്കാലി ഇങ്ങനെ തെരഞ്ഞു നടക്കാണ്, ഒരു ആരെ കിട്ടുമോ, നേഴ്സിംഗ് മദറിനെ കിട്ടുമോന്ന് ഫീഡ് ചെയ്യാൻ. ചെറിയ കുഞ്ഞിന് പാലൂട്ടുന്ന അമ്മമാരുണ്ടോ എന്ന് നോക്കി നടക്കാണ് അവന്. എന്തിന്? എൻ്റെ മകനും അല്ലെ എൻ്റെ ബ്രദറിനും ഒന്ന് പാല് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ബിക്കോസ് ഹിസ് ബ്രദർ വാസ് സ്റ്റാർവിങ്. സ്റ്റാർവിങ് എന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കുന്നതിനാണ് നമ്മൾ പറയാ. ആസ് ഹി ലോസ്റ്റ് ഹിസ് മദർ ആഫ്റ്റർ ഷീ ഗേവ് ബർത്ത് ടു ദ യങ് ബ്രദർ. യങ് ബ്രദറിന് ജന്മം നൽകിയ സമയത്ത് അമ്മ മരിച്ചു പോയിട്ടുണ്ട്. സിൻസ് ദർ ഇസ് നോ വൺ ടു ഹെൽപ്പ് മിക്കാലി. കാരണം അവിടെ അവനെ സഹായിക്കാൻ ആരുമില്ലാത്തത് കൊണ്ട്, തൻ്റെ നാട്ടിലെ ആളുകൾ താമസിക്കുന്ന, ഈ അർമേനിയക്കാർ താമസിക്കുന്ന ഈ ക്യാമ്പില് തന്നെ സഹായിക്കാൻ ആരുമില്ലാത്തത് കൊണ്ട്, ഹി ഹാസ് സോട്ട് ഷെൽട്ടർ ഇൻ ദ റെഫ്യൂജി ക്യാമ്പ്. ദ തുർക്കിഷ് മാസക്കേഴ്സ് ഇൻ their നേറ്റീവ് കൺട്രി ഹാവ് ക്രിയേറ്റഡ് thousands ഓഫ് റെഫ്യൂജീസ്. തുർക്കിഷ് മാസക്കർ, തുർക്കികളുടെ കൂട്ടക്കൊല നടക്കുന്നത് കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായിട്ട് ഈ നാട്ടിൽ കഴിയുകയാണ്. Majority of needy people live under the carpets hung by 4 corners with sticks, and most of them in the camp are forced to take some jobs for their survival. Okay, ഒരു മേൽക്കൂര കൊണ്ട്, ഒരു ഷീറ്റ് കൊണ്ട്, ഒരു തുണി കൊണ്ട്, അല്ലെങ്കിൽ ഒരു പന്തൽ പോലെ കെട്ടിയിട്ട് അതിൻ്റെ താഴെയാണ്, പൊരിവെയിലത്ത് അതിൻ്റെ താഴെയാണ് ഈ പാവങ്ങളായിട്ടുള്ള ആൾക്കാരൊക്കെ താമസിക്കുന്നത്. അതിലെ ആളുകളൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് പല പല ജോലികൾക്ക് പോകുന്നുണ്ട്. ഓക്കെ, പക്ഷേ നോട്ട് ഏബിൾ ടു ഗോ ഫോർ എനി വർക്ക്. മിക്കാലിക്ക് ഒരു ജോലിക്ക് പോകാനും കഴിയൂല. കാരണം മിക്കാലി ഹാസ് ടു ഈറ്റ് ദ സ്റ്റെയിൽ ബ്രെഡ് അവൈലബിൾ ഇൻ ദ ക്യാമ്പ്. കാരണം അവൻ്റെ കയ്യിൽ അനിയനുണ്ട്,
അനിയൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ആരും അവന് ജോലി കൊടുക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇവന് ഭക്ഷണം കഴിക്കണ്ടേ? ഇവൻ എന്താ കഴിക്കുന്നത്? സ്റ്റെയിൽ ബ്രെഡ്, ആ പഴകിയ ബ്രെഡ് കഴിക്കും. ആരെങ്കിലും ഒഴിവാക്കിയ ബ്രെഡ് കഴിക്കും. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ഹി ആൻഡ് ഹിസ് ബ്രദർ ഹാഡ് നോ ഫുഡ് ടു ഈറ്റ്. അവനും അവൻ്റെ സഹോദരനും പലപ്പോഴും ഒരു ഭക്ഷണവും ഇല്ലായിരുന്നു. ഹാർഡ്ഷിപ്സ് ഓഫ് ദ റെഫ്യൂജീസ്. ഇനി ആ റെഫ്യൂജി ക്യാമ്പിലുള്ള ആളുകളുടെ പ്രയാസങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, malnutrition and lack of proper food and shelter is the most important theme highlighted in the story. ഈ കഥയിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് എന്താണ്? ഈ ക്യാമ്പുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഭക്ഷണമില്ലാത്തതും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളും അവർക്ക് ഷെൽട്ടർ, പാർപ്പിടമില്ലാത്തതിനൊക്കെ കുറിച്ചാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. Basic human amenities are denied to the major characters of the story who are marginalized. ഓക്കെ, മാറ്റി നിർത്തപ്പെടുന്ന ആളുകൾ, അതാണ് മാർജിനലൈസ്ഡ് എന്ന് പറയുന്നത്. ഒരു യുദ്ധമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മാറ്റി നിർത്തപ്പെടുന്ന ആളുകൾ, അതുവരെ നല്ല സമ്പൽ സമൃദ്ധിയിൽ താമസിച്ചിരുന്ന, നമ്മളെപ്പോലെ നല്ല വസ്ത്രങ്ങളും നല്ല ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന ആളുകൾ യുദ്ധമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ പലായനം ചെയ്ത് തൻ്റെ വീടും എല്ലാം ഒഴിവാക്കിയിട്ട് പോകുന്ന സമയത്ത് അവർ ഒന്നുമല്ലാതെയാവുന്ന അവസ്ഥ, അവർക്ക് ബേസിക് ആയിട്ട് മനുഷ്യൻ്റെ എന്താ പറയുക, അത്യാവശ്യത്തിന് വേണ്ടുന്ന സാധനങ്ങൾ പോലും അവർക്ക് നിഷേധിക്കപ്പെടുന്ന, ഭക്ഷണം നിഷേധിക്കപ്പെടുന്ന, അല്ലെ, ഒരു സ്ഥിതിവിശേഷത്തെക്കുറിച്ചാണ് കഥ പറയുന്നത്. ദ കൺട്രി സ്പ്രെഡ് ഔട്ട് ബിഫോർ ഹിം ഇൻ arid wasteland covered with the refugees. Describes the lack of concern of the people of the refugees. The people in the camp are unwilling to help Mikali. ആ ക്യാമ്പിലുള്ള ആളുകൾ ആരും മിക്കാലിനെ സഹായിക്കാൻ തയ്യാറാവുന്നില്ല. ആൻഡ് ആർ ഇറിറ്റേറ്റഡ് വിത്ത് ദ സ്ക്രീംസ് ഓഫ് ദ ബേബി. അവർക്കെല്ലാവർക്കും വെറുപ്പാണ് ഈ കുട്ടിയുടെ കരച്ചിൽ. കുട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടായിരിക്കും, കാരണം അവന് വിശപ്പുണ്ടല്ലോ. അവൻ്റെ ശബ്ദം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഈ ആൾക്കാരെല്ലെങ്കിലും വെറുത്തിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവൻ്റെ ശബ്ദം, ഈ കുട്ടീൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ അവർക്ക് ദേഷ്യം. ഈവൻ ദ വിമൻ റെഫ്യൂസ് ടു ഹിയർ മിക്കാലി ഇൻ ദ ക്യാമ്പ്. മിക്കാലിനെ ആ ക്യാമ്പിൽ പ്രവേശിപ്പിക്കാൻ സ്ത്രീകൾ പോലും തയ്യാറാവുന്നില്ല. സ്ത്രീകൾക്ക് കുറച്ചും കൂടെ ഒരു അനുകമ്പ ഉണ്ടാവണമല്ലോ ആരോട്? കുട്ടികളോട്, അല്ലേ? പക്ഷെ അവർ പോലും അതിന് തയ്യാറാവുന്നില്ല. They are horrified to see the baby as it looks pale and undernourished. ആ കുട്ടിയുടെ മുഖമൊക്കെ വികൃതമായിട്ടുണ്ട്, തലയൊക്കെ വലുതായിട്ടുണ്ട്, അവൻ്റെ തള്ളവിരലിങ്ങനെ ഊമ്പി എന്തായിട്ടുണ്ട്, ആ വലുപ്പം വെച്ചിട്ട് സ്വെള്ളനായിട്ടുണ്ട്. ഈ കണ്ണുകളൊക്കെ പേടിയാവുന്ന രൂപത്തിലേക്ക് ആ കുട്ടി മാറിയിട്ടുണ്ട്. ഓക്കെ, ഇത് കണ്ടിട്ട് അവർ ആട്ടി ഓടിക്കുകയാണ് ആ കുട്ടീനെ. മിക്കാലി ഗോസ് ടു ദ അതർ സൈഡ് ഓഫ് ദ ക്യാമ്പ് വേർ ഹി സീസ് അനാറ്റോളിയൻ റെഫ്യൂജീസ്. അനാറ്റോളിയൻകാർ താമസിക്കുന്ന മറ്റൊരു റെഫ്യൂജി ക്യാമ്പിലേക്ക് തൻ്റെ നാട്ടിൽ നിന്നും അദ്ദേഹം പോവുകയാണ്. ഓക്കെ, തൻ്റെ നാട്ടിലെ ആളുകളുടെ അടുത്തു നിന്നും, ഓക്കെ, അർമേനിയക്കാരുടെ അടുത്തു നിന്നും ഈ പറയുന്ന മിക്കാലി പോവുകയാണ്. who have fled from Turkish massacre. The people there are blind eyes to Mikali's request of providing milk to the infant. ഈ കുട്ടിക്ക് പാൽ കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവരാരും അത് കേൾക്കുന്നു പോലുമില്ല. As a woman in the Anatolian camp saw the baby's face, she screamed in horror as the baby was swollen. കുട്ടിയുടെ ആ അവസ്ഥ കണ്ടിട്ട് അതിലൊരു സ്ത്രീ എന്ത് ചെയ്തു? ആ കുട്ടീനെ കാണണം എന്ന് പറഞ്ഞു. കുട്ടിയെ കണ്ടപ്പോൾ ആ സ്ത്രീ കരഞ്ഞല്ല, എന്താണ്, സ്ക്രീം ചെയ്തു, നിലവിളിച്ചു. Towards the end of the story, a Chinaman comes to rescue of Mikali. അങ്ങനെ ആ കഥയുടെ അവസാനത്തേക്ക് മിക്കാലിയെ സംരക്ഷിക്കാൻ, സഹായിക്കാൻ ആര് വരുന്നു? ഒരു ചൈനക്കാരനാണ് വരുന്നത്. The Chinaman usually visit the camp to sell people knickknacks and charms. ഓക്കെ, പേപ്പർ കൊണ്ടുണ്ടാക്കുന്ന ചില എന്താ പറയുക, ഈ പറയുന്ന ചില ആർട്ടിസ്റ്റിക്കലായിട്ട് സാധനങ്ങളൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ ചില ചാംസ് ഒക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് അയാൾ അവിടെ വരാറുണ്ടായിരുന്നു, ക്യാമ്പിലെടുക്ക് വരാറുണ്ടായിരുന്നു. He addressed the 14-year-old boy's problems with the care and consideration as he could not bear up the struggle of the boy. ആ കുട്ടിയുടെ അവസ്ഥ കണ്ട്, 14 വയസ്സുകാരൻ്റെ അവസ്ഥ കണ്ടിട്ട് ഇയാൾ അവനെ സഹായിക്കാൻ വേണ്ടി തയ്യാറാവാണ്. ചൈനാമാൻ ടേക്സ് മിക്കാലി ടു ഹിസ് ഹോം. ചൈനാമാൻ അവനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ആൻഡ് ഹിസ് വൈഫ് ഫീഡ്സ് ദ ബേബി. ഓക്കെ, അയാളുടെ ഭാര്യ, ചൈനാമാൻ്റെ ഭാര്യ സ്നേഹത്തോട് കൂടിയിട്ട് ആ കുഞ്ഞിനെ എന്താണ്, പാല് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ട മിക്കാലിക്കാകെ സന്തോഷമായി. ഇനി നമുക്ക് കഥ ഇവിടെ അവസാനിക്കുകയാണ്. മിക്കാലിയുടെ ഒരു ക്യാരക്ടർ സ്കെച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, അപ്പോൾ മിക്കാലിയുടെ ക്യാരക്ടർ സ്കെച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ നമ്മൾ യൂണിറ്റ് 2-ലെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് എത്തുകയാണ്. യൂണിറ്റ് 2-ലെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് എന്താണ്? സോങ് ഓഫ് എ ഡ്രീം. സോങ് ഓഫ് എ ഡ്രീം ഇസ് റിട്ടൺ ബൈ സരോജിനി നായിഡു. സോങ് ഓഫ് എ ഡ്രീം എന്ന് പറയുന്ന ചാപ്റ്റർ ആരാണ് എഴുതിയത് മക്കളെ? സരോജിനി നായിഡു ആണ് എഴുതിയത്. ഓക്കെ, അങ്ങനെ സെക്കൻഡ് യൂണിറ്റിലെ പകുതിയിലെത്തിയിരിക്കുകയാണ് നമ്മൾ. അപ്പം ഞാൻ ചോദിക്കട്ടെ എന്താണ് നിങ്ങളുടെ അവസ്ഥ? ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നില്ലേ?
സോങ് ഓഫ് എ റെഡിയല്ലേ? പറയൂ. യെസ് എന്ന് കാണുന്നുണ്ട്, പക്ഷെ പോരല്ലോ. നമ്മളാ ചിഹ്നം പോരട്ടെ, ഫയർ പോരട്ടെ. യെസ്, ഫയർ വരുന്നുണ്ട്. സെറ്റ്. ഓക്കെ, അപ്പോൾ ചാപ്റ്റേഴ്സ് ക്ലിയർ ആണ് സാർ, ക്ലിയർ ആണ്. പെട്ടെന്ന് നോക്കാം നമുക്ക്. തീം ഓഫ് ദ പോം, ഈ പോയത്തിന്റെ തീം എന്താണെന്ന് നമുക്ക് നോക്കാം. ദ പോയറ്റ്സ് ഇൻവൈറ്റ് ഇയർ Sarojini Naidu, the Nightingale of India, sings about one of her dreams of being alone in a mystical wood in the poem. ഈ പോയത്തിന്റെ അകത്ത് ഫയർ കൊണ്ട് നിറഞ്ഞല്ലോ. ഓക്കെ, ഏതായാലും നമുക്ക് പെട്ടെന്ന് നോക്കാം. സരോജിനി നായിഡു, ദ നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ. സരോജിനി നായിഡു ഇന്ത്യയുടെ നൈറ്റിംഗേൽ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇവര് സിങ്സ് അബൌട്ട്, അവർ പാടുന്നത്, ഈ പാട്ടിൽ അതുവരെ പാടുന്നത് എന്തിനെ കുറിച്ചാണ്? അബൌട്ട് വൺ ഓഫ് ഹർ ഡ്രീംസ്, അവരുടെ ഒരു സ്വപ്നത്തെ കുറിച്ചാണ്. ഓഫ് ബീങ് എലോൺ ഇൻ ദ മിസ്റ്റിക്കൽ വുഡ് ഇൻ ദ പോം. ഒരു എന്താ പറയുക, മിസ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു വുഡില്, നിഗൂഢതയുള്ള ഒരു കാട്ടില് ഒറ്റയ്ക്ക് നിൽക്കുന്നതിൻ്റെ ഒരു സംഭവം അവർ നമുക്ക് എന്ത് ചെയ്യാണ്, വിവരിച്ചു തരികയാണ് ഈ ഒരു കവിതയിൽ. ഓക്കെ, വൺസ് ഇൻ എ ഡ്രീം ഓഫ് എ നൈറ്റ് ഐ സ്റ്റുഡ് എന്ന് പറയുന്നുണ്ട് പോയറ്റ്, അല്ലേ? എൻ്റെ ഒരു സ്വപ്നത്തിൽ രാത്രിയിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു കാട്ടിൻ്റെ അകത്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഐ വാസ് എലോൺ, ഒറ്റയ്ക്കായിരുന്നു. ഓൺ ദ മിസ്റ്റിക്കൽ വുഡ് ഇൻ ദ പോം ഹെർ സ്പിരിറ്റ് വാസ് എൻഗേജ്ഡ് ഇൻ ഡീപ്പ് ഇല്യൂഷൻ ദാറ്റ് were the result of her imagination, she adds. അവൾ പറയാണ്, എന്താ പറയുന്നത്, her soul deep in vision that poppy like sprang. തനിക്ക് ചുറ്റിലും പോപ്പി, ആ ചുവന്ന കളറിലുള്ള ഒരുപാട് നല്ല മനോഹരമായ കാര്യങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ആ പൊങ്ങി വരുന്നത് അവൾ കണ്ടു. ഓക്കെ, ഒരുപാട് ഇല്യൂഷൻസ്, തോന്നലുകൾ അവിടെ ഉണ്ടാവുകയാണ്. ഉറക്കത്തിൽ നമ്മൾ കാണുന്ന സ്വപ്നത്തിൽ ഇന്ന രീതിയിൽ ലോജിക് ഉണ്ടാവണമെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, അത് പല രീതിയിലായിരിക്കും നമ്മൾ കാണുക, അല്ലേ? അപ്പോൾ ഒരാളോട് പറയുമ്പോഴാണ് നമ്മൾ ആലോചിക്കുക, എന്ത് ദൈവമേ, എന്തൊക്കെയാണ് അപ്പം കണ്ടത്? അപ്പം അത്തരത്തിലുള്ള ഒരു സ്വപ്നത്തെക്കുറിച്ചാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, പോയറ്റ് ഇവിടെ പറയുന്നത്. Then she sings about one kind encounter with the spirits of truth. Spirits of truth, സത്യത്തിന്റെ ആത്മാക്കളെ കണ്ടതിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. ഓക്കെ, she sang about as well as the spirit of radiant love. സ്നേഹത്തിന്റെ ഈ പറയുന്ന മാലാകമാര്, ആത്മാക്കളെല്ലാം നമുക്ക് സ്പിരിറ്റ് ഓഫ് ലവ്, സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് ഒക്കെ ഒരു മാലാകമാരായിട്ട് കാണാം. സ്നേഹത്തിന്റെ മാലാകമാരെ കണ്ടത്, സത്യത്തിന്റെ മാലാകമാരെ കണ്ടത് അവർ പറയുന്നുണ്ട്. ആൻഡ് സെറനിറ്റി ദാറ്റ് ഫ്ലോസ് ലൈക്ക് ഹെവൻലി കറന്റ്. ഇൻ ദിസ് പോം ട്രൂത്ത് ഇസ് ഡിപ്പിക്റ്റഡ് ബൈ സിംഗിങ് ബേർഡ്സ്. സത്യം എന്ന് പറയുന്നതിനെ എന്താക്കിയിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്? യെസ്, സിംഗിങ് ബേർഡ്സ്, പാട്ടുപാടുന്ന ആ പക്ഷികള് സത്യമാണ് പാടുന്നത്. ഓക്കെ, സത്യമാണ് അവരിങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവിടെ പാടുന്നതെന്ന് പറയുമ്പോൾ പറയാം എന്താ സംഭവം എന്ന് ഞാൻ പറയാം. ലവ് ബൈ ഡേസ്ലിംഗ് സ്റ്റാർസ്, സ്നേഹം എന്ന് പറയുന്നത് തിളങ്ങുന്ന ആ നക്ഷത്രങ്ങളെ പോലെയാണെന്ന് പറയുന്നു. ആൻഡ് പീസ്, ആ നാട്ടിൽ സമാധാനമുണ്ടല്ലോ, ഒഴുകുന്ന അരുവി പോലെയാണെന്ന് പറയുന്നു. ഇവിടെ പോയറ്റ് ഉദ്ദേശിക്കുന്നത്, പോയറ്റ് ഒരു ഫ്രീഡം ഫൈറ്റർ കൂടെയാണ്, ഒരു സ്വാതന്ത്ര്യ സമര സേനാനി കൂടെയാണ്. ആ സ്വാതന്ത്ര്യ സമര സേനാനി ആയിരിക്കുന്ന സമയത്ത്, ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സരോജിനി നായിഡു ആഗ്രഹിക്കുകയാണ് സ്വതന്ത്രമായ ഒരു ഇന്ത്യയെ കുറിച്ചിട്ട്. ഓക്കെ, ആ സ്വതന്ത്രമായ ഇന്ത്യയിൽ അവർ നിൽക്കുന്നത് സങ്കല്പിക്കുകയാണ് ഇവിടെ കവി ചെയ്യുന്നത്. ആ മാജിക്കൽ വുഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഇന്ത്യ രാജ്യമാണ്, സ്വതന്ത്രമായ ഇന്ത്യ രാജ്യമാണ്. ആ നാട്ടില് എന്തില്ല, കള്ളമില്ല, ചതിയില്ല, അല്ലെ? അവിടെ എന്താ ഉള്ളത്? ആ സത്യം വിളിച്ചു പറയുന്നവരാണ് എല്ലാവരും. ഇവിടുത്തെ പക്ഷികൾ എന്താ വിളിച്ചു പറയുന്നുകൊണ്ടിരിക്കുന്നത്? ഇവിടെ പോയി കഴിഞ്ഞാൽ അവർ സത്യം മാത്രമാണ് പറയുന്നത്. ഓക്കെ, അവിടെ നക്ഷത്രങ്ങളായിട്ട് തിളങ്ങുന്നത് ഈ നാട്ടിൽ എന്താണുള്ളത്? സ്നേഹമാണുള്ളത്. ഓക്കെ, ഇവിടെ മുഴുവനും സ്നേഹത്തിന്റെ വെളിച്ചമാണുള്ളത്. പിന്നെയോ ഇവിടെ സമാധാനത്തിന്റെ അരുവികളാണ് ഒഴുകുന്നത് ഇന്ത്യ മഹാരാജ്യത്ത്. ഇതാണ് പോയറ്റ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ മനസ്സിലാക്കിയാലും മതി കേട്ടോ. ഇനി എന്താ നോക്കാം. ഷീ കണ്ടിന്യൂസ്, I felt the stars with the spirit of love. She also hears the wonderful music of the spirit of truth. As one might anticipate in such a magnificent environment, Sarojini Naidu also speaks of a deep carving for truth
that can only be satisfied by sipping from the streams of tranquility. Okay, എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെ ആ സാധനങ്ങളെ ഒന്നുകൂടെ എന്ത് ചെയ്യാം, നമുക്ക് ഒന്നുകൂടെ സെക്കൻഡ് സ്റ്റാൻസയിൽ 2 സ്റ്റാൻസയാണ്, അപ്പോൾ അതിൽ സെക്കൻഡ് സ്റ്റാൻസയിൽ ഒന്നുകൂടെ അതിനെ പറ്റിയിട്ട് പറയാണ്. ഏത് ഈ ട്രൂത്താകുന്ന പക്ഷികളെക്കുറിച്ചും അതുപോലെ തന്നെ അരുവിയാകുന്ന സമാധാനത്തെക്കുറിച്ചും, ആ അരുവിയിലേക്കൊന്ന് എന്താ പറയുക കുനിഞ്ഞ് അതിലെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്, സമാധാനത്തിൻ്റെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പോയിട്ട് പറയാണ്. വി ക്യാൻ ഒബ്സർവ് ദാറ്റ് പോയിറ്റ് യൂസസ് ഹർ ഇമോഷൻസ് ടു അണ്ടർസ്റ്റാൻഡ് എബ്സ്ട്രാക്ട് തോട്ട്സ് ലൈക്ക് ലവ്, ഹോണസ്റ്റി ആൻഡ് ഹാർമണി. ഈ 3 കാര്യങ്ങളാട്ടോ പോയിറ്റ് ഇവിടെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള, നമുക്ക് തൊടാൻ പറ്റാത്ത, കാണാൻ പറ്റാത്ത, അതിനെയാണ് അബ്സ്ട്രാക്റ്റ് എന്ന് പറയുക. അബ്സ്ട്രാക്റ്റ് ക്വാളിറ്റീസ് ആയിട്ടുള്ള ലവ്, ഓണസ്റ്റി, ഹാർമണി, സമാധാനം, ഇതിനൊക്കെ പോയിറ്റ് ഇവിടെ കൊണ്ടുവരുന്നത്, ഈ തോട്ട്സ്, ചിന്തകളെയൊക്കെ പോയിറ്റ് ഈ കവിതയിലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് കാണാം. ദ പോയം ഇൻക്ലൂഡ്സ് ബോത്ത് ഓറൽ ആൻഡ് വിഷ്വൽ ഇമേജ്, ഓഡിറ്ററി ആൻഡ് വിഷ്വൽ ഇമേജ്. പോയത്തിൽ ഓഡിറ്ററി ഇമേജസ് ഉണ്ട്, വിഷ്വൽ ഇമേജസ് ഉണ്ട്. ത്രൂ ഔട്ട് ദ പോയം നായിഡു, ദാറ്റ് മീൻസ് സരോജിനി നായിഡു യൂസസ് പവർഫുൾ സെൻസറി ഇമേജസ്. ഓക്കെ, ലൈൻസ് തന്നിട്ട് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാം. ഒരൊറ്റ ചോദ്യം ഞാനൊന്ന് പറയാം. വാട്ട് ഡിഡ് ദ സ്പീക്കർ സ്റ്റാൻഡ് ഇൻ ദ ഡ്രീം? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ചോദിക്കുക, അതിനാണ് അത് പറയുന്നത്. വാട്ട് ഡിഡ് ദ സ്പീക്കർ സ്റ്റാൻഡ് ഇൻ ദ ഡ്രീം? പോയിറ്റ് എവിടെയാണ് നിൽക്കുന്നത്? ഇൻ എ മാജിക്കൽ വുഡ്, അല്ലേ? മാജിക്കൽ വുഡിലല്ലേ മൂപ്പര് നിൽക്കുന്നത്. അടുത്ത ചോദ്യം, ഹൗ ഡിഡ് ദ ബേർഡ് അപ്പിയർ ടു ദ പോയിറ്റ്? എങ്ങനെയാണ് ഹൗ ഡിഡ് ദ ബേർഡ്സ് അപ്പിയർ ടു ദ പോയിറ്റ്സ്? പോയിറ്റിന് എങ്ങനെയാണ് ആ പക്ഷികളെ തോന്നിയത്? ദ ബേർഡ്സ് അപ്പിയർഡ് ഓൺ ദ പോയിറ്റ് എ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്. സത്യത്തിൻ്റെ മാലാഖമാരായിട്ടാണ് പോയിറ്റിന് ഈ ആരെ തോന്നിയത്? പക്ഷികളെ തോന്നിയത്. അത് നിങ്ങളെങ്ങനെ കണക്ട് ചെയ്യുക? മറന്നുപോ, ഈ പക്ഷികളാണ് സത്യം, അത് കണക്ട് ചെയ്യണം. അരുവിയാണ് സമാധാനം, അതിങ്ങനെ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ അരുവിയിലൂടെ വെള്ളമല്ല ഒഴുകുക. അപ്പോൾ നമ്മൾ ദാഹിച്ച് നിൽക്കുന്ന സമയത്ത് കുറച്ച് അരുവിയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാണ്? കുറച്ച് വെള്ളം കുടിക്കുകയാണ്. അരുവിയിൽ നിന്നും ദാഹിച്ച് നിൽക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് വെള്ളം കുടിക്കുകയാണ്. സമാധാനമായി. അരുവിയിൽ നിന്ന് കുറച്ച് വെള്ളം കുടിച്ചപ്പോഴേ എന്തായി? സമാധാനമായി. അപ്പോൾ അരുവിയിൽ എന്താണുള്ളത്? യെസ്, സ്ട്രീം ഓഫ് പീസ്, സമാധാനമാണുള്ളത്. ഓക്കെ, ഇനി എന്താ? ട്രൂത്ത്, സത്യം. സത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതല്ലേ സത്യം. പക്ഷികൾ എന്താ ചെയ്യുക? പാട്ട് പാടുകയല്ലേ ചെയ്യുക. അപ്പോൾ അവർ പാടുന്നത് എന്താണെന്നാ പറയുന്നത്? സത്യമാണ് പാടുന്നത്. ആ പക്ഷികളെ എന്തുമായിട്ട് കണക്ട് ചെയ്യുക? പാട്ടുമായിട്ട് കണക്ട് ചെയ്യുക. റെഡിയല്ലേ? ഇനി അടുത്തത് നക്ഷത്രം. നക്ഷത്രം എന്തായാലും കാണിക്കുന്നത്? നക്ഷത്രം തിളങ്ങുക ചെയ്യുക, അല്ലേ? സ്നേഹമാണ്. നക്ഷത്രം എന്താണ്? സ്നേഹമാണ്. ഓക്കെ, സ്നേഹമാണ് നക്ഷത്രങ്ങളായിട്ട് കാണിക്കുന്നത്. ഹൗ ഡിഡ് ദ ബേർഡ്സ് അപ്പിയർ ടു ദ പോയിറ്റ്? അപ്പോൾ നമ്മൾ പറയുന്നത് സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്, അല്ലേ? പിക്ക് ഔട്ട് എൻ എക്സാമ്പിൾ ഓഫ് മെറ്റഫർ ഫ്രം ദ പോം. ഒരു മെറ്റഫർ എടുത്ത് പറയുന്നത്, ഫുൾ മെറ്റഫർ തന്നെയാണ് അത്. സ്പിരിറ്റ് ഓഫ് ട്രൂത്തിനെ ബേർഡ്സ് ആയിട്ട് കണക്കാക്കിയിരിക്കുന്നു. നമ്മുടെ അരുവിയെ എന്തായിട്ട് കണക്കാക്കിയിരിക്കുന്നു? അരുവിനെ എന്താണ്? ദാഹിച്ചു, വെള്ളം കുടിച്ചു, ഏതാണ്? മനസ്സിലായില്ലേ? പീസ്, സമാധാനം. പിന്നെ സ്റ്റാർസിനെ എന്തുമായിട്ട്? ലവ് ആയിട്ട്. ഇതൊക്കെ മെറ്റഫേഴ്സിന് എക്സാമ്പിളാണ്. വാസ് ദർ എനി വൺ വിത്ത് ദ പോയറ്റ്? പോയറ്റിൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? പോയറ്റിൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? പിക്ക് ഔട്ട് എൻ എക്സ്പ്രഷൻ ദാറ്റ് സപ്പോർട്ട് യുവർ ആൻസർ. നോ. അദ്ദേഹം ആദ്യം തന്നെ പറയുന്നുണ്ട് ഐ സ്റ്റുഡ് ലോൺ ഇൻ ദ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഞാൻ ഒറ്റയ്ക്കാണ് നിന്നതെന്ന് പറയുന്നുണ്ട്. സോ അത് നമുക്ക് എക്സാമ്പിളാണ്. ഓക്കെ, സമാധാനമായി. ഓക്കെ, ഇനി അങ്ങനെ ചോദ്യങ്ങളുണ്ട്, മനസ്സിലാക്കണം. നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ നാളെ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. നമ്മുടെ സെക്കൻഡ് യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്ററിലേക്കാണ് നമ്മൾ വരുന്നത്. ടോൾസ്റ്റോയ് ഫാമിലേക്കാണ് നമ്മൾ വരുന്നത്. ടോൾസ്റ്റോയ് ഫാം ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. പല ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററാണ്. ഞാൻ അതുകൊണ്ട് വളരെ പെട്ടെന്ന് അതിലേക്ക് വരുന്നു. ടോൾസ്റ്റോയ് ഫാമിൽ ആരുടെ ചാപ്റ്ററാണ്? യെസ്, മിസ്റ്റർ മഹാത്മാഗാന്ധിയുടെ ചാപ്റ്ററാണ് സർ. ടോൾസ്റ്റോയ് ഫാം വാസ് ദ ഫസ്റ്റ് ആശ്രം. ടോൾസ്റ്റോയ് ഫാം എന്ന് പറയുന്നത് എവിടെയുള്ളതാണ്? വാസ് ദ ഫസ്റ്റ് ആശ്രം ഇനീഷ്യേറ്റഡ് ആൻഡ് ഓർഗനൈസ്ഡ് ബൈ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഡ്യൂറിങ് ഹിസ് സൗത്ത് ആഫ്രിക്ക മൂവ്മെന്റ്. സൗത്ത് ആഫ്രിക്ക മൂവ്മെന്റ് സമയത്ത് അദ്ദേഹം സ്ഥാപിച്ച ആദ്യത്തെ സൗത്ത് ആഫ്രിക്കയിലെ ഗാന്ധിജിയുടെ ആശ്രമമാണ് ഏത്? യെസ്, ടോൾസ്റ്റോയ് ഫാം എന്ന് പറയുന്നത്. അറ്റ് ഇറ്റ്സ് ക്രിയേഷൻ ഇൻ 1910, 1910 അത് ഉണ്ടാക്കുമ്പോൾ the ashram served as the headquarters of the campaign of satyagraha against discriminations against Indians in Transvaal where it was located. ഓക്കെ, ഇന്ത്യക്കാർക്കെതിരെ നടക്കുന്ന എന്താ പറയുക ഉച്ചനീതത്തിനെതിരെ എന്ന് വെച്ചാൽ ആ ഒരു ഡിസ്ക്രിമിനേഷൻ, വേർതിരിവിനെതിരെ
ഒരു സമരം എന്ന രീതിയിൽ സമരത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടാണ് അദ്ദേഹം ഈ പറയുന്ന നമ്മുടെ ടോൾസ്റ്റോയ് ഫാം തുടങ്ങുന്നത്. ആസ് ദ ഫാം ഗ്രൂ, ഫാം ഇങ്ങനെ വളർന്നപ്പോൾ ഇറ്റ് വാസ് സോ നെസസറി ടു മേക്ക് സം പ്രൊവിഷൻസ് ഫോർ ദ എഡ്യൂക്കേഷൻ ഇൻ ദ ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ ദ ഫാം. ഫാമിലെ ആശ്രമത്തിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതിനെന്തെങ്കിലും ഒരു പരിപാടി കാണണം, മനസ്സിലായില്ലേ? എഡ്യൂക്കേഷൻ കൊടുക്കണം, അവർക്ക് പഠിപ്പിക്കണം അവരെ. ഗാന്ധിജി ഡിഡ് നോട്ട് തിങ്ക് ഇറ്റ് നെസസറി ടു എൻഗേജ് സ്പെഷ്യൽ ടീച്ചേഴ്സ് ഫോർ ദ സ്റ്റുഡൻസ് ഓഫ് ഡിഫറെൻറ്റ് റിലീജിയൻസ്. പല മതത്തിൽപ്പെട്ട പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്ന ഈ കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ ടീച്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. ദ ക്വാളിഫൈഡ് ഇന്ത്യൻ ടീച്ചേഴ്സ് വർ സ്കേഴ്സ്. ഒന്നാമത്തെ കാര്യം, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇന്ത്യൻ ടീച്ചേഴ്സിനെ അവിടെ കിട്ടാനില്ല. ഓക്കെ, പിന്നെയോ ആൻഡ് ഈവൻ വെൻ അവൈലബിൾ, ഇനി കിട്ടിയാൽ തന്നെയോ എന്താ സംഭവിക്കുക? നൺ വാസ് റെഡി ടു ഗോ ടു ദ പ്ലേസ് 21 miles ഡിസ്റ്റൻസ് ഫ്രം ജോഹന്നാസ്ബർഗ് ഓൺ എ സ്മോൾ സ്കെയിൽ സാലറി. ഓക്കെ, ചെറിയൊരു ശമ്പളത്തിന് അത്രയും ദൂരം പോയിട്ട് ആരും ജോലി ചെയ്യാൻ തയ്യാറാവില്ല ഇന്ത്യക്കാരും. ഫോർ ഗാന്ധി ടോൾസ്റ്റോയ് ഫാം വാസ് എ ഫാമിലി. ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ടോൾസ്റ്റോയ് ഫാം അദ്ദേഹത്തിൻ്റെ ഒരു ഫാമിലി ആയിരുന്നു. അവിടെയുള്ള അന്തേവാസികളൊക്കെ അദ്ദേഹത്തിൻ്റെ കുടുംബമായിരുന്നു. ഇൻ വിച്ച് ഗാന്ധി അക്വയർഡ് ദ പൊസിഷൻ ഓഫ് ദ ഫാദർ. ആ കുടുംബത്തിലെ കാരണവര്, ആ കുടുംബത്തിലെ അച്ഛൻ ആരാണ്? ഗാന്ധിയാണെന്ന് ഗാന്ധി അങ്ങോട്ട് വിശ്വസിച്ചു. ഓക്കെ, ഇനിയോ ഇറ്റ് വാസ് ക്വൈറ്റ് ഡിഫിക്കൽട്ട് ഫോർ ഹിം ടു ഡു ജസ്റ്റിസ് വിത്ത് ഓൾ ദ യങ് പീപ്പിൾ പ്രസന്റ് ഓവർ ദർ ആസ് ദേ ഹാഡ് ബീൻ ബ്രോട്ട് അപ്പ് ഡിഫറെൻറ്റ് കണ്ടീഷൻസ് ആൻഡ് എൻവയൺമെന്റ്. ഗാന്ധിജി അവരെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷെ ഗാന്ധിജി പറയാണ് കുറച്ച് പ്രയാസമായിരുന്നു. ഇറ്റ് വാസ് ക്വൈറ്റ് ഡിഫിക്കൽട്ട്, കുറച്ച് പ്രയാസമായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. എന്തിനാ? നീതി കാണിക്കാൻ വേണ്ടിയിട്ട്. പല സ്ഥലങ്ങളിൽ നിന്നും ജനിച്ചു വന്ന, പല അച്ഛനമ്മമാരുടെ മക്കളായിട്ട് പല സിറ്റുവേഷനിൽ വളർന്നു വന്ന ഈ കുട്ടികളെ ഒരുമിച്ച് പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ, അവരെ ഒരുമിച്ച് ഡീൽ ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ പല ആളുകളും അത് പല രീതിയിലെടുക്കുക, അല്ലേ? കാരണം അവർ വളർന്നു വന്ന സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ഇനിയോ But Gandhi had always given the priority to the culture of the heart or the building of the character, and for him moral training could be given to all alike. പക്ഷെ ഗാന്ധിജി എന്താ ചെയ്തെന്നറിയോ? He had always given the priority to the culture of the heart. നമ്മൾ ആദ്യം പരിശുദ്ധമാക്കേണ്ടത്, പാവനമാക്കേണ്ടത്, ശുദ്ധീകരിക്കേണ്ടത് ഹൃദയത്തെയാണ്. ഓർ ദ ബിൽഡിംഗ് ഓഫ് ക്യാരക്ടർ. അല്ലെങ്കിൽ അതെങ്ങനെ പറയാം? ഹൃദയത്തെ എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ കുറച്ച് എന്താണ് സാനിറ്റൈസറൊക്കെ ഇട്ടിട്ട് ഒന്ന് കഴുകിയിട്ട് കുലുക്കി പുറത്തേക്ക് അയച്ചാൽ ശുദ്ധമാവോ? അതല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. ക്യാരക്ടർ ബിൽഡിംഗ് ആണ്, നമ്മളെ സ്വഭാവ രൂപീകരണമാണ്. ഓക്കെ, പിന്നെയോ ആൻഡ് ഫോർ ഹിം, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം, മോറൽ ട്രെയിനിങ് കുഡ് ബി ഗിവൺ ടു ഓൾ അലൈക്ക്. മോറൽ ട്രെയിനിങ്, ധാർമ്മികമായിട്ടുള്ള വിദ്യാഭ്യാസം, മോറൽ സയൻസ് എന്നൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കാറില്ലേ? മോറൽ സയൻസ്, ധാർമ്മിക വിദ്യാഭ്യാസം എല്ലാവർക്കും ഒരുപോലെ കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഓക്കെ, നോ മാറ്റർ ഹൗ ഡിഫറെൻറ്റ് ദെയർ ഏജസ്, അത് ഏത് പ്രായത്തിലുള്ളവരായിക്കോട്ടെ, ആൻഡ് ദെയർ അപ്ബ്രിങ്ങിങ്സ് വേർ, ഏത് പാരൻസ് വളർത്തിക്കൊണ്ടുവന്നായിക്കോട്ടെ, ഏത് മതത്തിൽ പെട്ട് വളർന്ന് വന്ന ആളായിക്കോട്ടെ, ഒന്നും കുഴപ്പമില്ല, എല്ലാവർക്കും ഒരുപോലെ കൊടുക്കാൻ പറ്റുന്ന സാധനമാണെന്ത്? ഈ പറയുന്ന മോറൽ ടീച്ചിങ്സ് എന്ന് പറയുന്നത്, ധാർമ്മിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഓക്കെ, ധാർമ്മിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ്? യെസ്, എല്ലാവർക്കും ഒരുപോലെ കൊടുക്കാൻ പറ്റുന്നതാണ്. ഇൻ അഡീഷൻ ടു ലിറ്റററി ക്ലാസ്സസ്, ഹി സ്റ്റാർട്ടഡ് സം ക്ലാസ്സസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മിസ്റ്റർ കെല്ലൻബെക്ക് ആൻഡ് പ്രാഗ്ജി ദേശായി. അപ്പോൾ ഈ പറയുന്ന പോലെ അദ്ദേഹം ഈ ലിറ്റററി ക്ലാസ്സുകൾ മാത്രമല്ല, ലിറ്റററി ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന പോലെ സാഹിത്യം പഠിപ്പിക്കൽ മാത്രമല്ലല്ലോ കുട്ടികളെ. അപ്പോൾ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് മിസ്റ്റർ കെല്ലംബെക്ക് എന്ന് പറയുന്ന ആളും, അതുപോലെ തന്നെ ഗാന്ധിയുടെ സുഹൃത്താണ്, അതുപോലെ തന്നെ പ്രഗ്ജി ദേശായി എന്ന് പറയുന്ന ആളും ഉണ്ടായിരുന്നു. രണ്ടുപേരും ഹെൽപ്പ് ചെയ്തു. There were no servants on the farm. ഫാമിൽ സെർവൻസ് ഇല്ലായിരുന്നു. ഓക്കെ, ആ ഫാമിൽ ആരില്ലായിരുന്നു? സെർവൻസ് ഇല്ലായിരുന്നു. ഇനിയോ യെസ്, there were no servants in the farm. And all the work from cooking down to the scavenging was done by the inmates. ആ കുക്കിംഗ് മുതൽ ക്ലീനിങ് വരെ, അതാണ് സ്കാവെഞ്ചിങ്, എല്ലാവരും അതിൽ അന്തേവാസികൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ സെർവൻസ് ഒന്നുമില്ല. ഓക്കെ, പിന്നെയോ വാസ് ഡൺ ബൈ ദ ഇൻമേറ്റ്സ്. There were many fruit trees to be looked after. അവിടെ ഒരുപാട് പഴത്തോട്ടങ്ങളുണ്ട്, അതൊക്കെ ഇവർ തന്നെയാണ് നോക്കി വളർത്തേണ്ടത്. And enough gardening to be done. ഗാർഡനിങ് ഒരുപാട് ചെയ്യാനുണ്ട്. It was obligatory on all, young and old, who were not engaged in the kitchen. കിച്ചണിൽ പണിയെടുക്കാത്ത ബാക്കി എല്ലാ ആളുകൾക്കും
നിർബന്ധമായിരുന്നു. ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ നിർബന്ധമായിരുന്നു. എന്ത് ഈ കടമയായിരുന്നു അവരുടെ ഈ പറയുന്ന ഫ്രൂട്ട്സ് ഒക്കെ അടിപൊളിയാക്കി എന്താണ് ഫ്രൂട്ട് ട്രീസിനെയും അതുപോലെ ഗാർഡനിങ് ഒക്കെ ചെയ്യാന്നുള്ളത് അവരുടെ മേലുള്ള ചുമതലയായിരുന്നു. The children had to dig pits. കുട്ടികളാണ് അവിടെ കുഴികൾ കുഴിക്കുക, ഫെൽ ടിമ്പർ വിറക് വെട്ടുക, ആൻഡ് ലിഫ്റ്റ് ലോഡൊക്കെ വഹിച്ചു കൊണ്ടിരുന്നൊക്കെ കുട്ടികളാണ്. They took delight in the work. കുട്ടികൾക്ക് ഇഷ്ടമായിരുന്നു ജോലി ചെയ്യാൻ. And so they did not generally need any other exercise or games. അതുകൊണ്ട് തന്നെ മറ്റ് കളികളുടെയോ എക്സസൈസിൻ്റെയോ ഒന്നും കാര്യം ആവശ്യം അവർക്കില്ലായിരുന്നു. When Gandhi was strict, he would by argument convince them. Whenever Gandhi was strict, he would by argument convince them that it was not right to play with one's work. കുട്ടികൾ ചിലപ്പോൾ നമ്മളെയൊക്കെ പോലെ അല്ലേ, അപ്പോൾ നമ്മളെന്തെയും ചിലപ്പോൾ ഒന്ന് മുങ്ങും അല്ലേ, പണിയെടുക്കാതൊക്കെ മുങ്ങും. അപ്പോൾ ഈ സമയത്ത് ഗാന്ധിജി വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അവരോട് പറയുമായിരുന്നു, എന്താ കളിക്കേണ്ടത് എന്തുകൊണ്ടല്ല, നമ്മളെ ഡ്യൂട്ടി കൊണ്ടല്ല, നമ്മുടെ ജോലി കൊണ്ടല്ല കളിക്കേണ്ടത്, ഓക്കെ എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. ദ കൺവിക്ഷൻ വുഡ് ഹൗഎവർ ബി ഷോർട്ട് ലിവ്ഡ്. എന്നാലും ഈ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ കുറച്ച് കാലത്തേക്ക് ഉണ്ടാവുള്ളൂ, പിന്നെയും കുട്ടികൾ തദൈവ. ദ നെക്സ്റ്റ് മൊമെന്റ് ദേ വുഡ് അഗെയിൻ ലീവ് ദെയർ വർക്ക് ആൻഡ് ഗോ ടു പ്ലേ. അടുത്ത നിമിഷം തന്നെ കുട്ടികൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് കളിക്കാൻ പോകും. പക്ഷേ there was scarcely any illness on the farm. ഗാന്ധിജി പറയുന്നു എന്നാലും അസുഖമൊന്നും ഈ ഫാമിൽ തീരെ ഇല്ല എന്ന് തന്നെ പറയാം. സ്കേഴ്സ്ലി എന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് തന്നെ പറയാം, വിരളമായിരുന്നു. ആൻഡ് റെഗുലർ അവേഴ്സ് ഓഫ് ഫുഡ് were not ആൻഡ് എ ഗുഡ് എയർ ആൻഡ് വാട്ടർ. നല്ല വായുവും നല്ല വെള്ളവും അതുപോലെ തന്നെ കൃത്യമായ സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നതും ഈ കാര്യത്തിന് ഒരു താങ്ങായി. എന്ന് വെച്ചാൽ അസുഖമില്ലാത്ത അവസ്ഥയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടായി. ഓക്കെ, കൃത്യസമയത്തിന് ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ അവിടെ കൃത്യസമയത്തിന് നല്ല വായുവും അതുപോലെ തന്നെ വെള്ളവും കൊടുത്തിട്ടുണ്ടായിരുന്നു. ദ വൊക്കേഷണൽ ട്രെയിനിങ്. ഇനി ഇവർക്ക് ഈ പഠനത്തിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ഒരു കൈത്തൊഴിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. VHSE എന്ന് കേട്ടില്ല നിങ്ങൾ, അതാണ് വൊക്കേഷണൽ ട്രെയിനിങ്. ഓക്കെ, Gandhiji was determined to teach every youngster some useful manual vocation. ഗാന്ധിജിൻ്റെ ഒരു തിയറി എന്നതായിരുന്നു, എല്ലാ കുട്ടീനെയും 10ാം ക്ലാസ് കഴിയുമ്പോഴേക്കും എന്തെങ്കിലും ഒരു കൈത്തൊഴിലും കൂടെ അവനെ പഠിപ്പിക്കണം. ഓനൊന്നും അറിയാത്തവനായിട്ട് പുറത്തിറങ്ങാൻ പാടില്ല. ഓക്കെ, അപ്പോൾ യങ്സ്റ്ററിന് എന്ത് ചെയ്യുക, സം യൂസ്ഫുൾ മാനുവൽ വൊക്കേഷൻ, എന്തെങ്കിലും ഉപകാരപ്പെടുന്നതായിട്ടുള്ള എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ അവനെ പഠിപ്പിക്കണം. For this purpose, Mr. Kallenbecker went to Trappist monastery and returned having learned shoemaking. Trappist monastery ഈ മോങ്കുകൾ താമസിക്കുന്ന സ്ഥലമാണ് മൊണാസ്ട്രി. ഈ നമ്മുടെ ഈ എന്താണ് ഇവിടെ പോലും നമ്മൾ കുടകിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ മൊണാസ്ട്രി കണ്ടിട്ടില്ലേ, ബുദ്ധമത ഭിക്ഷുക്കൾ താമസിക്കുന്ന സ്ഥലം കണ്ടിട്ടില്ലേ, മൊണാസ്ട്രി എന്ന് പറഞ്ഞാൽ മോങ്കുകൾ താമസിക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ പോയിട്ട് ഇയാൾ എന്ത് ചെയ്തു, ഈ ഒരു മൊണാസ്ട്രിയിൽ പോയിട്ട് ഇയാൾ ഷൂ ഉണ്ടാക്കുന്നത് പഠിച്ചു വന്നു, കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. മിസ്റ്റർ കെല്ലംബെക്ക് ഹാഡ് സം എക്സ്പീരിയൻസ് ഇൻ ദ കാർപ്പൻട്രി. അയാൾക്ക് കാർപ്പൻട്രി ആശാരി പണിയും കുറച്ചറിയാം. സോ ദ കാൻഡിഡേറ്റ്സ് ഹാവ് സ്മോൾ ക്ലാസ് ഇൻ കാർപ്പൻട്രി ടു. അപ്പോൾ ഷൂ ഉണ്ടാക്കൽ പഠിപ്പിക്കുന്നു, അതുപോലെ തന്നെ കാർപ്പൻട്രിയും അവർ ആശാരി പണിയും പഠിപ്പിക്കുന്നു. റൂൾസ് ഓൺ ടു ബി ഫോളോഡ്. അവിടെ പാലിക്കേണ്ട കുറച്ച് നിയമങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഓൺ ടോൾസ്റ്റോയ് ഫാം ഇറ്റ് വാസ് എ റൂൾ ദാറ്റ് ദ യങ്സ്റ്റേഴ്സ് ഷുഡ് നോട്ട് ബി ആസ്ക്ഡ് ടു വാട്ട് ദ ടീച്ചേഴ്സ് ഡിഡ് നോട്ട് ഡു, ആൻഡ് ദെയർഫോർ വെൻ ദെയർ വർ asked to do any work, there was always a teacher cooperating and actually working with them. അവിടെ ഒരു നിയമം ഉണ്ടായിരുന്നു, ടീച്ചേഴ്സ് ചെയ്യാത്ത ഒരു കാര്യവും കുട്ടികളോട് പറയരുത്. അതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും ജോലി കുട്ടികളെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവരുടെ കൂടെ ഒരു ടീച്ചറും അത് ചെയ്യുന്നുണ്ടാവും. Okay, the youngsters had never ever even dreamt that they would have learned these things someday. ആ കുട്ടികൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കാർപ്പൻട്രി ചെയ്യേണ്ടി വരും, ഫ്രൂട്ട്സ് നോക്കേണ്ടി വരും, ഭക്ഷണം ഉണ്ടാക്കേണ്ടി വരുന്നെന്ന് ഒരിക്കലും അവർ വിചാരിച്ചിട്ട് പോലുമില്ല, അവർ സ്വപ്നം പോലും കണ്ടിട്ടില്ല. ഫോർ ജനറലി the only training that Indian child received at South Africa was in 3 hours. കാരണം നമ്മളൊക്കെ പഠിക്കുന്ന പോലെ തന്നെ നമ്മൾക്ക് 3 ആറുകൾ അല്ലേ, റീഡിങ് റീഡിങ്ങും റൈറ്റിങ്ങും അതുപോലെ തന്നെ നമ്മൾ ഈ മാത്തമാറ്റിക്സ് ഇല്ലേ, ഈ സാധനങ്ങൾ മാത്രമാണ് അവിടെ എന്തുകൊണ്ടിരുന്നത്, അരിത്തമാറ്റിക്സ്. ഈ അരിത്തമാറ്റിക്സ് മാത്രമാണ് അവർക്ക്, ഈ 3 ആറുകൾ മാത്രമാണ് എന്ത് ചെയ്തത് പഠിപ്പിച്ചു കൊടുത്തിരുന്നത് അവിടെ നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള കുട്ടികൾക്ക് എവിടെ, സൗത്ത് ആഫ്രിക്കയിൽ. അപ്പോൾ അവർക്ക് ഇതൊക്കെ കിട്ടുമ്പോൾ വലിയ എന്താ പറയുക ഒരു നേട്ടമായിരുന്നു ആ ആശ്രമത്തിലെ ടോൾസ്റ്റോയ് ഫാമിലെ കുട്ടികൾക്ക്. ഏകദേശം നിങ്ങൾക്ക് ടോൾസ്റ്റോയ് ഫാമിനെ കുറിച്ചൊരു ധാരണ കിട്ടിയെന്നായിരിക്കുന്നു. ഗാന്ധിജിയാണ്, ഗാന്ധിജിയെ സഹായിക്കാൻ അവിടെ കല്ലൻബെർഗ് ഉണ്ടായിരുന്നു, പ്രഗ്ജി ദേശായി ഉണ്ടായിരുന്നു, ഇവരൊക്കെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ടീനേജേഴ്സിന് അവിടുത്തെ റൂൾസ് നിങ്ങൾ എന്താണെന്ന് ഓർമ്മയിൽ ഉണ്ടാവണം, അതുപോലെ തന്നെ അവരെന്തൊക്കെ ജോലികൾ ചെയ്യുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാവണം. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഈ കാലം തെറ്റി വന്ന ഒരു സ്ലൈഡാണത്.
ഏതായാലും നമ്മൾ അടുത്ത ചാപ്റ്റർ സോങ് ഓഫ് ദ റെയിൻ ആണ്. മൂന്നാമത്തെ യൂണിറ്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. മൂന്നാമത്തെ യൂണിറ്റിൽ നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിന്റെ പേര് സോങ് ഓഫ് ദ റെയിൻ എന്നാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോമാണ്. ഖലീൽ ജിബ്രാൻ ആണ് നമ്മുടെ പോയറ്റ്. പെട്ടെന്ന് നോക്കിക്കോളൂ മക്കളെ, തീം എന്താ നോക്കാം. നമുക്ക് സോങ്ങിന്റെ ഒരു അപ്രീസിയേഷനിലൂടെ പെട്ടെന്ന് പഠിച്ചെടുക്കാം. പോം ഓക്കെ, നോക്ക്. ദ പോം സോങ് ഓഫ് ദ റെയിൻ ബൈ ഖലീൽ ജിബ്രാൻ ഈസ് ആൻ ഓട്ടോബയോഗ്രഫിക്കൽ പോം. ഈ പോയം ഒരു ഓട്ടോബയോഗ്രഫിക്കൽ ആണ്. ഓക്കെ, ദ സോങ് ഓഫ് ദ റെയിൻ ബൈ ഖലീൽ ജിബ്രാൻ ഈസ് ആൻ ഓട്ടോബയോഗ്രഫിക്കൽ പോയം. അദ്ദേഹത്തിന്റെ തന്നെ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ പോയമാണ്. ദ സ്പീക്കർ ഓഫ് ദ പോയം ഈസ് റെയിൻ ഇറ്റ് സെൽഫ്. ഈ കവിതയിലെ സംസാരിക്കുന്ന ആള്, നമ്മളോട് സമ്മതിക്കുന്ന ആള് ആരാണ്? മഴ തന്നെയാണ്. ഓക്കെ, മഴ പറഞ്ഞു തരാണ് മഴയുടെ കഥ. ആൻഡ് ഇറ്റ് ടെൽസ് അസ് ഇറ്റ്സ് ഓൺ സ്റ്റോറി. അതിന്റെ കഥ നമുക്ക് പറഞ്ഞു തരാണ്. ഫ്രം ദ ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ്, ഫസ്റ്റ് പേഴ്സൺ ഐ എന്ന് വെച്ചിട്ട് പോയറ്റ് നമ്മുടെ ഈ മഴയുടെ കഥ പറഞ്ഞു തരാണ്. ദ ബ്യൂട്ടി ഓഫ് റെയിൻ and the blessings and benefits it brings to the earth and the nature are the theme of the poem. The beauty of rain, മഴയുടെ ഭംഗി, അതുപോലെ തന്നെ ആൻഡ് ദ ബ്ലെസ്സിങ്സ്, അതുണ്ടാക്കുന്ന അനുഗ്രഹങ്ങൾ. ഓക്കെ, ആൻഡ് ബെനിഫിറ്റ്സ്, അതുണ്ടാക്കുന്ന ഭൂമിയിലെ ആളുകൾക്ക് കിട്ടുന്ന നേട്ടങ്ങളെ കുറിച്ചിട്ട്, ഭൂമിയിലേക്ക് അത് കൊണ്ടുവരുന്ന നേട്ടങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ആദ്യം ഇത് പറയുന്നത്. ആൻഡ് നേച്ചർ ആർ ദ തീം ഓഫ് ദ പോയം. ഇതാണ് ഈ പോയത്തിന്റെ തീം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ലൈൻസിലേക്ക്. The rain says that it is a dotted silver thread. Rain പറഞ്ഞു തരാണ്, it is a dotted silver thread. ഞാൻ ആരാന്നറിയോ? യെസ്, ഞാനൊരു മുത്തുമണികളാണ്. അല്ലെ, നേർത്ത നൂലിനാൽ, സിൽവറിന്റെ നൂലിനാൽ, നേർത്ത വെള്ളി നൂലിനാൽ താഴേക്ക് പഴിയുന്ന മുത്തുമണികളാണ് ഞാൻ എന്നാണ് പറഞ്ഞിട്ടാണ് പോയിട്ട് ഈ നമ്മുടെ റെയിൻ ആദ്യം തന്നെ തുടങ്ങുന്നത്. സെൻഡ് ബൈ ഗോഡ്സ് ഫ്രം ഹെവൻ. എന്നെ ഇവിടേക്ക് പറഞ്ഞയച്ചത് ആരാന്നറിയോ? ദൈവങ്ങളാണ് കേട്ടോ. സ്വർഗരാജ്യത്ത് നിന്നും ദൈവങ്ങളാണ് എന്നെ താഴേക്ക് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആൻഡ് നേച്ചർ, അവിടെ എത്തുന്ന സമയത്ത് എന്നെ പ്രകൃതി അങ്ങോട്ട് സ്വീകരിക്കും. ടേക്സ് ഇറ്റ്, എന്നെ സ്വീകരിക്കും. എന്തിന്? ടു ഡെക്കറേറ്റ് ദ ഫീൽഡ്സ് ആൻഡ് വാലീസ്. അതിൻ്റെ ഫീൽഡ്സ്, വയലുകളെയും അതുപോലെ തന്നെ വാലീസ്, താഴ്വരകളെയും ഡെക്കറേറ്റ് ചെയ്യാൻ, അലങ്കരിക്കാൻ വേണ്ടിയിട്ട് എന്നെ അങ്ങോട്ട് സ്വീകരിക്കുന്നു. ദ റെയിൻ അഗെയിൻ ടെൽസ് us that റെയിൻ പിന്നെയും നമുക്ക് പറഞ്ഞു തരാണ് that the beautiful pearls plucked by the daughter of dawn from the crown of Ishtar to beautify the gardens. ഞാൻ ആരാണെന്നറിയോ? ഐ ആം ദ ബ്യൂട്ടിഫുൾ പേൾസ്. ഞാൻ വളരെ മനോഹരമായ മുത്തുകളാണ്. പ്ലക്ഡ് ബൈ ദ ഡോട്ടർ ഓഫ് ഡോൺ. പ്രഭാതത്തിന്റെ പുത്രിയുടെ തലയിൽ നിന്നും, അല്ലെ, പ്രഭാതത്തിന്റെ പുത്രിയുടെ ആരാണ് പുത്രി എന്നെ ക്രൗൺ ഓഫ് ഇഷ്താർ എന്ന് പറയുന്ന ദേവതയുടെ കിരീടത്തിൽ നിന്നും താഴേക്ക് പറിച്ച മുത്തുകളാണ് ഞാൻ. ഓക്കെ, എന്തിന്? ഈ ഗാർഡൻസിനെയൊക്കെ ബ്യൂട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. വെൻ ദ റെയിൻ കംസ് ഡൗൺ, മഴ താഴേക്ക് പെയ്യുന്ന സമയത്ത്, ദ ഹിൽസ് ലാഫ്, കുന്നുകളൊക്കെ ചിരിക്കും. ദ ഫ്ലവേഴ്സ് റിജോയ്സ്, ആ പൂക്കളൊക്കെ സന്തോഷിക്കും. പിന്നെയോ, ആൻഡ് ഓൾ തിങ്സ് ബിക്കം എക്സ്ട്രീംലി ഹാപ്പി. എല്ലാ വസ്തുക്കളും വളരെയധികം സന്തോഷത്തിലാവുന്നു. ഓൾ തിങ്സ്, മഴ പെയ്യുമ്പോൾ എല്ലാവരും ഹാപ്പി ആവുന്നു. ദ ക്ലൗഡ് ആൻഡ് ദ ഫീൽഡ് ആർ ലവേഴ്സ്. പോയിട്ട് പറയാണ്, ഈ ക്ലൗഡ്സും അതുപോലെ തന്നെ ഈ ഫീൽഡ്സും ഒക്കെ ആരാന്നറിയോ? പ്രണയബന്ധത്തിലായ ആൾക്കാരാണ്, ലവേഴ്സ് ആണ്. ആൻഡ് ദ റെയിൻ ഇസ് എ മെസ്സഞ്ചർ ഓഫ് മേഴ്സി ബിറ്റ്വീൻ ദം. മഴ എന്ന് പറയുന്നത് ഇവർക്കിടയിലുള്ള ഒരു മെസ്സഞ്ചർ ആണ്. എന്തിൻ്റെ? മേഴ്സിയുടെ. മേഴ്സി എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, കാരുണ്യത്തിൻ്റെ ഒരു സന്ദേശവാഹകനാണ്. വയലുകളുടെയും ഈ പറയുന്ന മേഘങ്ങൾക്കും ഇടയിൽ ഒരു സന്ദേശവാഹകനാണ് മഴ എന്ന് പറയുന്നത്. ഇറ്റ് സാറ്റിസ്ഫൈ ദ തേഴ്സ്റ്റ് ഓഫ് എർത്ത്. ഭൂമിയുടെ ആ ഒരു തേഴ്സ്റ്റ്, ദാഹം തീർക്കുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം റിവീൽസ് ദ ഹെവിനെസ് ഓഫ് ദ ക്ലൗഡ്. അതേസമയം ക്ലൗഡിന്റെ ഭാരവും അത് ഒഴിവാക്കി കൊടുക്കുന്നു. തണ്ടർ ബോൾട്സ് അനൗൺസസ് ദ അറൈവൽ ഓഫ് ട്രെയിൻ. എൻ്റെ ആഗമനം, ഞാൻ വരുന്നുണ്ട് എന്ന് അറിയിക്കുന്നത് ആരാണ്? യെസ്, തണ്ടർ ബോൾട്സ് ആണ്. ഇടിവട്ടോട് കൂടിയിട്ടാണ് ഞാൻ വരുന്നത്. ആൻഡ് ദ റെയിൻബോ മാർക്സ് ഇറ്റ്സ് ഡിപ്പാച്ചർ. എനിക്ക് ടാറ്റ പറയുന്നത്, ഞാൻ പോവുകയാണെന്ന് പറയുന്നത് റെയിൻബോ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, അല്ലേ? ഇറ്റ് ദ റെയിൻ ഹാസ് ബ്രീഫ് ലൈഫ് സൈക്കിൾ ദ സെയിം ആസ് ഹ്യൂമൻ ലൈഫ് സൈക്കിൾ. മനുഷ്യൻ്റെതുപോലെ തന്നെ
ചുരുങ്ങിയ ഒരു കാലയളവ് മാത്രമാണ് ആർക്കുമുള്ളത്, നമ്മുടെ ഈ പറയുന്ന റെയിനുമുള്ളത്. ഓക്കെ, ചെറിയ ലൈഫ് സൈക്കിളാണ്. മനുഷ്യൻ നോക്കി ചെറിയ കുട്ടിയാവുന്നു, പിന്നെ വലുതാവുന്നു, സ്കൂൾ പോകുന്നു, പിന്നെ പതുക്കെ എന്താവുന്നു, പ്രായമാവുന്നു, ജോലി കയറുന്നു, പ്രായമാവുന്നു, മരിക്കുന്നു, കഴിഞ്ഞ്. ഇതേപോലെ തന്നെ റെയിനും എന്താണ് ഈ പറയുന്ന പോലെ തന്നെ സൂര്യൻ്റെ ചൂടേറ്റിട്ട് നീരാവിയായിട്ട് ആകാശത്തേക്ക് പോയി എവിടെ എത്തി, ക്ലൗഡ്സും താഴേക്ക് വീണ് മഴവില്ല് വന്നു, മരിച്ചു, കഴിഞ്ഞു, പോയി, മഴ കഴിഞ്ഞു. ഓക്കെ, ഇത്രയേ ഉള്ളൂ പോകാൻ. പോയത്തിലെ പ്രധാനപ്പെട്ട ഡിവൈസുകൾ, പോയറ്റിക് ഡിവൈസുകൾ, പേഴ്സോണിഫിക്കേഷൻ ഉണ്ട് അല്ലേ, കുറേ സാധനങ്ങളുണ്ട്, മെറ്റഫർ ഉണ്ട്, അതുപോലെ തന്നെ സിമിലി ഉണ്ട്, അലിട്രേഷൻ ഉണ്ട്, വിഷ്വൽ ഇമേജസ് ഉണ്ട്, ഓഡിറ്ററി ഇമേജസ് ഉണ്ട്. സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. അതിന് മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും ലൈക്ക് അടിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ക്ലാസ്സിന് ലൈക്ക് അടിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് അടിക്കണേ. ഓക്കെ, ലൈക്ക് അടിക്കാൻ മറന്നവരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കണം. ഇനി നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാണ്. ലിസൺ ടു ദ മൗണ്ടൻ. എന്താണ് ലിസൺ ടു ദ മൗണ്ടൻ? നിങ്ങൾ അടിച്ചിട്ടുണ്ടാവും എനിക്കറിയാം, ലൈക്കൊക്കെ നിങ്ങൾ അടിക്കാതെ നിൽക്കില്ലെന്ന് എനിക്കറിയാം. എന്നാലും അടിക്കാതെ ബാക്കിയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അതുപോലെ നാളെ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത് എന്നത് നമ്മുടെ എന്തിൻ്റെ കൂടെ പറയണം, സബാഷ്, നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നാളെ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ടഫായിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് നാളെ മെഗാ മാരത്തോണിൽ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സെറ്റ്. ഉറക്കം വരുന്നുണ്ടെങ്കിൽ ചില ആൾക്കാരങ്ങനെ യോൺ ചെയ്യുന്നതിൻ്റെയൊക്കെ ഫോട്ടോ ഇടുന്നുണ്ട്. അപ്പോൾ ചിന്തണം, കാല് വെള്ളത്തിലിട്ടേക്കുക, കട്ടൻ ചായ കുടിക്കുക, ഇതൊക്കെ ഒരു എന്താണ് മാർഗങ്ങളാണ് ഉറക്കം വരാതിരിക്കാൻ. ഇതിൻ്റെ ഒരു പെട്ടെന്നൊരു സമ്മറി പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററിൽ നിന്ന് അങ്ങോട്ട് രക്ഷപ്പെടാം. ഏതാ ചാപ്റ്റർ? യെസ്, ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ലിസൺ ടു ദ മൗണ്ടൻ. Listen to the Mountain is a thought-provoking play. നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കഥയാണ്, ഒരു പ്ലേ എന്ന് പറഞ്ഞ നാടകമാണ്. എന്താ ലിസൺ ടു ദ മൗണ്ടൻ എന്ന് പറയുന്നത്? റെഡിയല്ലേ? ഫയർ വരട്ടടാ. യെസ്, നമ്മൾ ഉഷാറാക്കും. പരീക്ഷയാണ് മറ്റന്നാൾ അല്ലേ, നമുക്ക് തളർന്നിരിക്കാൻ നമുക്ക് സമയമില്ല, നമുക്ക് ചിന്തിക്കാൻ സമയം. റിപ്പോർട്ട് സ്പീച്ച് വേണമെന്ന് പറഞ്ഞതൊക്കെ തരുള്ളൂ, സെറ്റാക്കും. റിപ്പോർട്ട് സ്പീച്ച് നമ്മൾ സെറ്റാക്കും. ഓക്കെ, ഗ്രാമറൊക്കെ സെറ്റാക്കും. ഡോൺ വറി. റൈറ്റപ്പ് പറയും. ഓക്കെ, റൈറ്റപ്പ് പറയുന്നുണ്ട് അല്ലേ, സെറ്റാക്കണം. റൈറ്റപ്പ് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ഒന്നുമില്ല, ഒരു പാരഗ്രാഫ് ചെയ്താൽ ഹെഡിങ് കൊടുക്കുക, പാരഗ്രാഫ് ചെയ്താൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ, എഡിറ്റിംഗ് പറയും, എഡിറ്റിംഗ് ഞാൻ പൊളിക്കും. ഫ്രേസൽ വേർബ്സ്. ഓക്കെ. റിപ്പോർട്ട് സ്പീച്ചാണ് കുറേ ആൾക്കാർ ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് സെറ്റാക്കണം കേട്ടോ. ഇനി ബാക്കി ഭാഗത്തേക്ക് വരട്ടെ. ഇതൊരു ചിന്തിപ്പിക്കുന്ന കഥയാണ്, നമ്മുടെ നാടകമാണ്. ആരെഴുതിയതാണ്? ഡോക്ടർ കാവേരി നമ്പീശൻ്റെതാണ് ഈ കഥ എന്ന് പറയുന്നത്. എ ഫേമസ് ഇന്ത്യൻ റൈറ്റർ. കാവേരി നമ്പീശൻ ആരാണ്? ഒരു ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ റൈറ്റർ ആണ്. ദ പ്ലേ ഈസ് അബൌട്ട് ദ കൺസ്ട്രക്ഷൻ ഓഫ് എ ബിഗ് ഹോട്ടൽ ഇൻ എ പിക്ചസ്ക്യൂ വില്ലേജ് ആൻഡ് ദ ടോട്ടൽ ഡിസ്ട്രക്ഷൻ ഓഫ് നേച്ചർ. പ്രകൃതി സുന്ദരമായ ഒരു വില്ലേജില് ഒരു വലിയ ഹോട്ടൽ ഉണ്ടാക്കാൻ പോകുന്നു. അവിടുത്തെ നാശമായിട്ടത് മാറുന്നു, പ്രകൃതിയുടെ നാശമായിട്ടത് മാറുന്നു. ഇതാണ് നമ്മുടെ നാടകം. ഇറ്റ് ഈസ് എൻ ഐ ഓപ്പണർ. കണ്ണു തുറപ്പിക്കുന്ന ഒരു സംഭവമാണത്. ടു ദോസ് ഹു അഡ്വക്കേറ്റ് ഡെവലപ്മെന്റ് അറ്റ് ദ കോസ്റ്റ് ഓഫ് എൻവയൺമെന്റ്. ഓക്കെ, പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡെവലപ്മെന്റിന് വേണ്ടി പോവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നാശമുണ്ടാക്കുമെന്നതിനെ കുറിച്ച് കണ്ണു തുറപ്പിക്കുന്ന ഒരു നാടകമാണിത്. ദ പീപ്പിൾ ഓഫ് ധർമ്മഗിരി വില്ലേജിലെ ആളുകൾ heard the news of construction of a massive building in their village. അവരുടെ വില്ലേജിൽ, കുഞ്ഞു ഗ്രാമത്തിൽ, സുന്ദരമായ ഗ്രാമത്തിൽ, ധർമ്മഗിരി വില്ലേജിൽ ഒരു വലിയ മാൻഷൻ, ഒരു വലിയ ഹോട്ടൽ ഉണ്ടാവാൻ പോകുന്നു, ഒരു വലിയ കെട്ടിടം ഉണ്ടാവാൻ പോകുന്നു എന്നതിനെക്കുറിച്ച് അവർ അറിയുകയാണ്. They told the contractor that it would destroy the beauty and calmness of the village. അവർ പറഞ്ഞു, സാഗർ എന്ന് പറയുന്ന അതിൻ്റെ കോൺട്രാക്ടറോട് പറഞ്ഞു, സാഗർ എലിയാസ് ജാക്കി അല്ലേ, ആ സാഗറിനോട് പറഞ്ഞു, എന്താ സാഗർ നർക്കോട്ടിക്സ് ഡേർട്ടി ബിസിനസ്. ഓക്കെ, അപ്പോൾ ആ പറഞ്ഞ നമ്മളെ സാഗറിനോട്, കോൺട്രാക്ടറാണ് സാഗറിനോട് പറയാണ്, എന്ത്, എടോ ഞങ്ങളെ നാട്ടിൽ ഇത് കൊണ്ടുവന്നാൽ ഞങ്ങളെ നാട്ടിലെ പ്രകൃതി രമണീയത, ഓക്കെ, അതുപോലെ തന്നെ അവിടുത്തെ ബ്യൂട്ടി, കാംനെസ് ഒക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഓക്കെ, അനീത കേട്ടി, ഹായ്. അപ്പോൾ എന്താ പറഞ്ഞത്?
അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഈ സാധനം ഉണ്ടാക്കാൻ പാടില്ല. ദ റിവർ, മൗണ്ടൻ, സോയിൽ, ട്രീസ്, ആനിമൽസ് ആൻഡ് ബേർഡ്സ് ഇൻ ദ ഫോറസ്റ്റ് ഓൾസോ വിൽ ബി ഡിസ്ട്രോയ്ഡ്. ഇവിടെയുള്ള സകലമായ സാധനങ്ങളും എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകും, നശിച്ചു പോകും. ദ വില്ലേജേഴ്സ് പ്രൊട്ടസ്റ്റഡ് അഗെയിൻസ്റ്റ് ദ പ്രൊജക്ട്. ഈ പ്രൊജക്ടിനെതിരെ ഈ പറയുന്ന വില്ലേജേഴ്സ് മുഴുവനും സമരം ചെയ്തു. ദേ ഓൾസോ വാണ്ട് ദ കോൺട്രാക്ടർ അബൌട്ട് ദ ഡേഞ്ചർ ഓഫ് ഇൻ ഡിഗിങ് ഫോർ ദ ഡീപ്പ് ഫൗണ്ടേഷൻ ഇൻ ദ ബിൽഡിംഗ്. അല്ലെ, ആ ഈ വലിയ എന്താ പറയാ പൈലിങ് നടത്തേണ്ടി വരും. ഈ മൗണ്ടനിൽ വലിയ തോതിൽ കുഴികൾ ഉണ്ടാക്കിയിട്ട് വേണം ഇതിനുള്ള ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ. അപ്പം അതിന് ഉള്ള പരിപാടികൾ അവർ തുടങ്ങി. ഓക്കെ, ദ സോയിൽ ദർ വാസ് നോട്ട് സ്ട്രോങ് ഇനഫ് ടു ഹോൾഡ് എ സ്ട്രക്ചർ ടോളർ ദാൻ 30 feet. അവിടെയുള്ള അറിവുള്ള ആളുകൾ പറഞ്ഞു കൊടുത്തു, ഒരു 30 അടി ഉയരത്തിൽ ഒന്നുള്ള ബിൽഡിങ് താങ്ങാനുള്ള ആ കെൽപ്പ് ഈ പറയുന്ന മലയ്ക്ക് ഇല്ല കേട്ടോ. ബട്ട് ദ മണി മൈൻഡഡ് കോൺട്രാക്ടർ, പക്ഷേ പണത്തിനോട് മാത്രം താല്പര്യമുള്ള ഈ കോൺട്രാക്ടർ ഡിഡ് നോട്ട് ലിസൺ ടു ദ വില്ലേജേഴ്സിൻ്റെ വർത്തമാനമൊന്നും കേട്ടില്ല. വൈൽ ദ കൺസ്ട്രക്ഷൻ വർക്ക് വാസ് പ്രോഗ്രസിങ്. അങ്ങനെ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേ ഒക്കേർഡ് എ ലാൻഡ് സ്ലൈഡ്. അവിടെ ഒരു ഉരുൾപൊട്ടലുണ്ടായി. ആ ഉരുൾപൊട്ടൽ എന്ന വേർഡിൻ്റെ ആ ഇംഗ്ലീഷ് ആണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, പരീക്ഷയ്ക്ക് എഴുതണം. എന്താണ്? യെസ്, ഉരുൾപൊട്ടൽ എന്ന് പറയാ, ലാൻഡ് സ്ലൈഡ് ഉണ്ടായി. അപ്പോഴോ ഇറ്റ് വൈപ്ഡ് ഔട്ട് ദ ഹോൾ കൺസ്ട്രക്ഷൻ. അതോടുകൂടിയിട്ട് എല്ലാവർക്കും പണി കിട്ടി, അല്ലേ? ആ പാവപ്പെട്ടവനും പണി കിട്ടി. അതുപോലെ തന്നെ എന്താണ്, എല്ലാ കൺസ്ട്രക്ഷൻ മുഴുവനും അങ്ങോട്ട് എന്ത് ചെയ്തു? വൈപ്പ് ഔട്ട് ചെയ്തു, തുടച്ചു നീക്കി. കിൽഡ് 11 people, 11 ആൾക്കാർ മരിച്ചു. ആൻഡ് ഇഞ്ചേർഡ് മെനി, ഒരുപാട് ആളുകൾക്ക് ആദ്യമായിട്ടുള്ള എന്താ പറയുക ഇഞ്ചുറീസ് ഉണ്ടായി. The play warns us against the exploitation of nature by human beings carelessly and selfishly. നമ്മൾ തീരെ ശ്രദ്ധയില്ലാത്ത സെൽഫിഷ് ആയിക്കൊണ്ട് പ്രകൃതിക്കെതിരെ നടത്തുന്ന ഈ പരിപാടികൾക്ക് വലിയ വില നൽകേണ്ടി വരും എന്നുള്ള കാര്യമാണ്. എന്തെന്ന് വലിയ വില നൽകേണ്ടി വരും, അല്ലേ? എന്നാണ് ഈ ഒരു കഥയിൽ പറയുന്നത്. റെഡിയല്ലേ? കഴിഞ്ഞു കേട്ടോ. റൈറ്റപ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് റൈറ്റപ്പിൻ്റെ ഒരു എക്സാമ്പിൾ കണ്ടോ. ഒരു പാരഗ്രാഫാണ് റൈറ്റപ്പ് എന്ന് പറയുന്നത്. ഹെഡിങ് കൊടുക്കുന്നു, അതേക്കുറിച്ച് നമ്മളൊരു പാരഗ്രാഫ് എഴുതുന്നു. അത്രേ ഉള്ളൂ റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ. വളരെ സിമ്പിളാണ്, പവർഫുള്ളാണ്, സ്ട്രോങ് ആണ്. ഓക്കെ, ഇനി ഓക്കെ, സ്പീച്ച് ഉണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയാ പ്രിപ്പയർ സ്പീച്ച്, 2 സ്പീച്ചൊക്കെ ഉണ്ട്. കാറ്റ് സ്കെച്ച് ഉണ്ട്. ഇതിൽ ഗ്രാൻഡ് മദറിൻ്റെ ഒരു കാറ്റ് സ്കെച്ച് ഇമ്പോർട്ടൻ്റ് ആട്ടോ, അത് നമുക്ക് പറയണം. ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നമുക്ക് പറയണം. ഡയറി ഉണ്ട്. ഓക്കെ, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് ഓൺ കില്ലിങ് എ ട്രീ അല്ല, ക്ലൈമാറ്റിക് ചേഞ്ചസ് നോട്ട് എ ഹിസ്റ്റീരിയ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അപ്പോൾ അത് இந்த பக்கம் இருக்குதா? Okay, the whole chapter is in 13 points. Climatic changes is not a hysteria എന്ന് പറയുന്ന ഈ ചാപ്റ്റർ കുറച്ചൊരു പ്രയാസമുള്ള ഒരു സ്പീച്ചാണ്, കുറച്ചൊരു ടഫായിട്ടുള്ള ചാപ്റ്ററാണ്. അതുകൊണ്ട് ആ ചാപ്റ്ററിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? വളരെ സിമ്പിളാക്കിയിട്ട് നിങ്ങൾക്ക് ഒരു 13 പോയിന്റിനുള്ളിൽ കംപ്ലീറ്റും സെറ്റാക്കി തരാൻ പോകുന്നു. വേഗം നോക്കിക്കോ. ഡിക്കാപ്രിയോ നമ്മുടെ ടൈറ്റാനിക്കിൽ ഇങ്ങനെ നിൽക്കുന്നില്ലായിരുന്നോ? എവറി നൈറ്റ് ഇൻ മൈ ഡ്രീംസ് എന്ന് പറഞ്ഞ ആ നായകൻ, അല്ലേ? അദ്ദേഹമാണത്. അദ്ദേഹം ഒരു സാമൂഹിക പ്രവർത്തകരാണ്. അദ്ദേഹം ഒരു എൻവയൺമെൻറ്റൽ ഇഷ്യൂസിലൊക്കെ ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ കുറിച്ചിട്ട് ആളുകൾക്ക് ബോധവൽക്കരണം നൽകുകയാണ്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പ്രസംഗം നടത്താണ് UN-ൽ. അദ്ദേഹം പറയുന്ന പ്രസംഗത്തിൽ ആദ്യം പറയുന്നു, ഡിക്കാപ്രിയോ ബിഗിൻസ് സ്പീച്ച് ബൈ അഡ്രസ്സിങ് ദ ഹോൾ ഗാദറിംഗ്. അവിടെയുള്ള മുഴുവൻ ജനങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഓക്കെ ആദ്യം തന്നെ അദ്ദേഹം പ്രസംഗം തുടങ്ങുന്നത്. അപ്പം അങ്ങനെയല്ല നമ്മൾ തുടങ്ങുക, റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് ടു ഓൾ എന്നല്ല നമ്മൾ പറയാം. ഇതേപോലെ അവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും അഭിസംബോധന ചെയ്തിട്ടാണ് അദ്ദേഹം എന്ത് തുടങ്ങുന്നത്? തന്റെ പ്രസംഗം തുടങ്ങുന്നത്. ഹി ഡിക്ലെയർസ് ദാറ്റ്, മൂപ്പര് കാര്യം വിളിച്ചു പറയാണ്. എന്താ പറയുന്നത് അറിയോ? യെസ്, ദാറ്റ് ഹി ഈസ് നോട്ട് എൻ എക്സ്പേർട്ട് ഇൻ ക്ലൈമറ്റ് ചേഞ്ച്. മക്കളെ, ഞാൻ ഒരു വലിയ എക്സ്പേർട്ട് ഒന്നും അല്ല, ഞാനിതിൽ PhD ഒന്നും എടുത്തിട്ടില്ല എന്തില്? ക്ലൈമറ്റിക് ചേഞ്ചിൽ. റാദർ ഹി ഈസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് മില്യൺസ് ഓഫ് പീപ്പിൾ അറൗണ്ട് ദ വേൾഡ്. എന്നാൽ ഞാൻ ആരാണ്? യെസ്, ഐ ആം എ റെപ്രസെൻറ്റേറ്റീവ്, പ്രതിനിധിയാണ്. എന്തിന്റെ പ്രതിനിധിയാണ്? ഓഫ് മില്യൺസ് ഓഫ് പീപ്പിൾ അറൗണ്ട് ദ വേൾഡ്. ഈ ലോകത്തിലാകമാനമുള്ള 10,000-കണക്കിന് ആളുകളുടെ, ലക്ഷക്കണക്കിന് ആളുകളുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞാൻ വന്നത്. ഹു വാണ്ട്സ് ടു സോൾവ് ദ ക്ലൈമറ്റ് ചേഞ്ച്. എന്നെയും നിങ്ങളെയും പോലെയുള്ള ഒരുപാട് ആളുകൾക്ക് ഈ ക്ലൈമറ്റിക് ചേഞ്ച് ഒന്ന് മാറ്റണം, അല്ലേ? ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടാവണം. എടോ, എന്ത് ചൂടാണിപ്പോൾ, അല്ലേ? നിങ്ങൾ പുറത്തൊക്കെ പരീക്ഷയ്ക്കൊക്കെ പോകണമെന്ന് ആലോചിച്ച് നോക്ക്. എമ്മാതിരി ചൂടാണല്ലേ? ഈ ചൂടത്ത് നമ്മൾ തളർന്ന് വീണ് പോകും.
ഇതൊരു മാറ്റം ഉണ്ടാവണ്ടേ അല്ലേ? ആ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഇനി സെറ്റല്ലേ, മനസ്സിലായില്ലേ? എന്താണ് ആദ്യത്തിൽ എന്താ പറഞ്ഞത്? എൻ്റെ അമ്മോ, ഫസ്റ്റ് ചാൻസിൽ എന്താ പറഞ്ഞു? ഫസ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞത്? ഡിക്കാപ്രിയോ അവിടെ സദസ്സിലുണ്ടായിരുന്ന എല്ലാവരെയും അഭിസംബോധന ചെയ്തിട്ടാണ് സംസാരിച്ചത്. രണ്ടാമത്തിൽ എന്താ പറയുന്നത്? അദ്ദേഹം പറയുന്നത് ഞാനൊരു എക്സ്പേർട്ട് ഒന്നുമല്ല ക്ലൈമറ്റിക് ചേഞ്ചിൽ, ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ഒരു പ്രതിനിധി ആയിട്ടാണ്. ഈ ലോകത്തിലുള്ള എല്ലാ ക്ലൈമറ്റിക്കിൽ ഒരു ചേഞ്ച് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ആളുകൾക്കും ഒരു പ്രതിനിധി ആയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, ഇനിയോ ദ മാൻ കൈൻഡ് ആസ് ലുക്ക്ഡ് അറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ആസ് ഇഫ് ഇറ്റ് വാസ് എ ഫിക്ഷൻ, ഇറ്റ് വേർ എ ഫിക്ഷൻ. ഈ മനുഷ്യരാശി ഉണ്ടല്ലോ, ഈ മനുഷ്യന്മാരുണ്ടല്ലോ, ക്ലൈമറ്റിക് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നതിനെ ഒരു കെട്ടുകഥയായിട്ടാണ് കണ്ടത്. ശരിക്കും അങ്ങനെയുള്ള സാധനം ഇല്ല എന്നൊക്കെ ആൾക്കാർ പറയും. വെറുതെ പറയാണ്. ചൂടൊക്കെ പണ്ടുണ്ട് ഇപ്പോഴും ഉണ്ട് അല്ലേ? വെറുതെ ഓരോരുത്തർ പറയാണ് ചൂടൊന്നും കൂടണമൊന്നുമില്ല, ക്ലൈമറ്റിക് ചേഞ്ച് അങ്ങനെ ഒരു സംഭവം ഒന്നുമില്ല എന്ന് വെറുതെ ആൾക്കാർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഒരു കെട്ടുകഥയായിട്ടാണ് ആൾക്കാർ ഇതിനെ കാണുന്നത്. മൂന്നാമത്തെ പോയിന്റ് കേട്ടോ. DiCaprio asserts that climatic change is undeniable reality. എന്നാൽ ഞാൻ ഊന്നി പറയുന്നു, ഞാൻ അസേർട്ട് ചെയ്ത് പറയുന്നു. എന്താണെന്നറിയോ? ഡിക്കാപ്രിയോ പറയാണ്, ഞാൻ ഉറച്ചു പറയുന്നു മക്കളെ, ഇറ്റ് ഈസ് നോട്ട് എ ഹിസ്റ്റീരിയ, അതൊരു കെട്ടുകഥയല്ല, അത് ഉറപ്പാണ്. അൺഡിനയബിൾ, നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റാത്ത, ഓക്കെ, തള്ളി പറയാൻ പറ്റാത്ത അത്രയും ഉറപ്പുള്ള റിയാലിറ്റിയാണത്, യാഥാർത്ഥ്യമാണത്. ഇൻറ്റൻസ് ഡ്രോട്ട്, തീവ്രമായ വരൾച്ച, അതാണ് ഇൻറ്റൻസ് ഡ്രോട്ട്. വാർമിംഗ് ഓഷൻസ് എന്ന് പറഞ്ഞാൽ ഓഷൻസിന് ചൂട് പിടിക്കുക, ഓക്കെ, നമ്മുടെ സമുദ്രത്തിന് ചൂട് പിടിക്കുക. ആൻഡ് മെൽറ്റിംഗ് ഓഫ് ഗ്രീൻലാൻഡ് ഐസ് ഷീറ്റ്സ് എന്ന് വെച്ചാൽ നമ്മുടെ മഞ്ഞുമലകളൊക്കെ ഇല്ലേ, അതൊക്കെ എന്ത് ചെയ്യുക? ഐസ് ഷീറ്റ്സ് ഒക്കെ ഉരുകി പോവുക. ആർ ദ എവിഡൻസ് ഓഫ് ആക്സിലറേറ്റഡ് ക്ലൈമറ്റ് ചേഞ്ച്, അതൊക്കെ ഉദാഹരണങ്ങളാണ്. എന്തിനുള്ള? ഈ ക്ലൈമറ്റിക് ചേഞ്ച് ഉണ്ട്, കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാവുന്നുണ്ട് എന്നതിനുള്ള തെളിവുകളാണല്ലോ. വരൾച്ച, അതുപോലെ തന്നെ ഓഷൻസ് ചൂട് പിടിക്കുന്നു, അതുപോലെ നമ്മുടെ മഞ്ഞുമലകളൊക്കെ എന്തായി പോകുന്നു? മെൽറ്റായി പോകുന്നു. ഡിക്കാപ്രിയോ പറയാണ് ഒരു ഒപ്പീനിയൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഒപ്പീനിയൻ പറയാണ്, ദാറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ഇസ് അവർ സിംഗിൾ ഗ്രേറ്റസ്റ്റ് സെക്യൂരിറ്റി ത്രെറ്റ്. നമുക്കെല്ലാവരും നേരിടുന്ന ഏകമായിട്ടുള്ള ഒരേ എന്ന് വെച്ചാൽ എല്ലാവർക്കും, പല ആളുകൾക്കും പല സെക്യൂരിറ്റി ത്രെറ്റ് ഉണ്ടാവും അല്ലേ? ഇപ്പം ഞാൻ ചിലപ്പോൾ വീണ് പോകുന്ന ഒരു സെക്യൂരിറ്റി ത്രെറ്റ് എനിക്കുണ്ട്. എന്താ കാരണം? എനിക്കൊരു ഗുളിക പിടിച്ചുകൊണ്ടുള്ള തലചുറ്റലും ക്ഷീണവും കറക്കമൊക്കെ അങ്ങനെ തോന്നുന്നുണ്ട്. ഓക്കെ, അത് എൻ്റെ മാത്രം സെക്യൂരിറ്റി ത്രെറ്റാണ്, അത് നിങ്ങൾക്കൊരു കുഴപ്പമില്ല. ഓക്കെ, പക്ഷേ നമുക്കെല്ലാവർക്കും ഉള്ള ഒരു സെക്യൂരിറ്റി ത്രെറ്റാണ്, ഭീഷണിയാണ്, ഒരു സെക്യൂരിറ്റി ഭീഷണിയാണ് എന്ത്? ക്ലൈമറ്റിക് ചേഞ്ച് എന്ന് പറയുന്നത്. അത് ഇന്ത്യക്കാരനും അമേരിക്കക്കാരനും ഒക്കെ ഒരേപോലെ. ക്ലിയർ അല്ലേ? ഇനി he warns us that അദ്ദേഹം നമുക്കൊരു വാർണിംഗ് നൽകുന്നുണ്ട്. എന്താണെന്ന് അറിയത്? ദാറ്റ് the disaster of climate crisis has grown beyond the individual choices. He urges government and industries around the world to take large scale actions. പണ്ടൊക്കെ നമ്മൾ പറയുമായിരുന്നു, നമ്മൾ ഓരോരുത്തരും മാറണം അല്ലേ? നിങ്ങളിങ്ങനെ പെൻസിലിൻ്റെ എന്താ പറയുക, പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളൊക്കെ ഒഴിവാക്കുക, അതുപോലെ CFL ഒക്കെ മാറ്റിയിടുക, വീട്ടിൽ വൈദ്യുതിയിൽ നിങ്ങൾ ലാഭിക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്നുമല്ല ഇപ്പം വേണ്ടത്. ആ ഇൻഡിവിജ്വൽ ചോയ്സ് ഒക്കെ മാറിക്കഴിഞ്ഞു. ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലിസ്റ്റുകൾ, വലിയ വലിയ കമ്പനികൾ, അവരൊക്കെ എന്ത് ചെയ്യണം? വലിയ വലിയ മാറ്റങ്ങൾ, ലാർജ് സ്കെയിൽ ആക്ഷൻസ് ഇതിന് വേണ്ടിയിട്ട് എടുക്കണം. എന്നാലേ ഒരു രക്ഷയുള്ളൂ. പഴയ കാലമൊക്കെ കഴിഞ്ഞു. ഞാനും നിങ്ങളും റീഫില്ലർ ഉപയോഗിക്കാത്ത എന്താ പറയുക ഗ്രീൻ പെൻ ഉപയോഗിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. നമ്മളെന്ത് ചെയ്യണം? വലിയ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത്. അതാർക്കേ നടക്കുള്ളൂ? വമ്പൻ കമ്പനികൾക്കും അതുപോലെ തന്നെ ഗവൺമെൻറ്റിനെ കഴിയുള്ളൂ. DiCaprio advises the government of the world nations to eliminate undeserving subsidies and free rides given to the industrial polluters because they are making profit at the expense of our ecosystem. അദ്ദേഹം പറയാണ്, നിങ്ങൾ ഈ പറയുന്ന നമ്മുടെ ഈ വലിയ വലിയ വൻകിട കമ്പനികളുണ്ടല്ലോ, ആ കമ്പനികളൊക്കെ എന്താ പറയുക, ഒരുപാട് സബ്സിഡികൾ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയിട്ട് അവരെന്ത് ചെയ്യാണ്? ഈ പറയുന്ന ഒരുപാട് സാധനങ്ങൾ സബ്സിഡികൾ കിട്ടിയിട്ട് ഈ പറയുന്ന നമ്മുടെ ഈ ഫ്യൂവൽസ് ഇല്ലേ, നമ്മുടെ ഫ്യൂവൽസ് ഇല്ലേ, എണ്ണ, പെട്രോളിയം പോലെയുള്ള, ഗ്യാസ് പോലെയുള്ള ഈ സാധനം ഫ്യൂവൽസൊക്കെ ഇല്ലേ, അതൊക്കെ ഉപയോഗിച്ചിട്ട് അതിൽ നിന്നും പുറത്തേക്ക് വിഷവാതകങ്ങൾ തള്ളിവിടുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ എക്കോസിസ്റ്റത്തിന് വല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്? ബാധിക്കുന്നുണ്ട്. സോ അവർക്ക് ഇനി എന്ത് ചെയ്ത് ഇത്തരത്തിൽ സബ്സിഡികൾ കൊടുക്കരുത്, ഇത്തരത്തിലുള്ള എന്താ പറയുക പൊല്യൂഷൻ ഉണ്ടാക്കുന്ന വാതകങ്ങൾ പുറത്തേക്ക് വിടാനുള്ള അനുമതി അവർക്ക് കൊടുക്കരുത്.
He urges the world to use renewable energy. അദ്ദേഹം എല്ലാവരോടും പറയാണ്, ഈ ലോകത്തോട് പറയാണ്, നിങ്ങൾ റിന്യൂവബിൾ റിസോഴ്സസ് ഉപയോഗിക്കണം. റിന്യൂവബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ, കാറ്റ് റിന്യൂവബിൾ ആണ് എന്ന് വെച്ചാൽ തീർന്നു പോകില്ല, അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസ് നിങ്ങൾ ഉപയോഗിക്കണം. ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് അവൈലബിൾ ബട്ട് എ ഗുഡ് എക്കണോമിക് പോളിസി. ഇറ്റ് ഇസ് നോട്ട് ഓൺലി അവൈലബിൾ, അത് ഉണ്ട്, നമുക്ക് അവൈലബിൾ ആണെന്ന് മാത്രമല്ല, കുറച്ച് നല്ല എക്കണോമിക് പോളിസിയും നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. DiCaprio says that he is not a representative of any political party. DiCaprio പറയാണ്, ഞാനൊരു ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആളായിട്ട് വന്നതല്ല, ബട്ട് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ ഹോൾ ഹ്യൂമാനിറ്റി. പക്ഷേ മാനവികതയുടെ, മനുഷ്യരാശിയുടെ വക്താവായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഹി ഒപ്പീൻസ് ദാറ്റ്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാണ്, ദ ക്ലിയർ എയർ ആൻഡ് വാട്ടർ, വൃത്തിയായ വെള്ളവും അതുപോലെ തന്നെ എന്താ പറയുക എയറും, ആൻഡ് ലിവബിൾ ക്ലൈമറ്റ് ആർ അബ്സല്യൂട്ട് ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യൻ്റെ ഒരു എന്താ പറയുക മൗലിക അവകാശമാണ് ഏത്, നല്ല വായു കിട്ടുക, അതുപോലെ തന്നെ നല്ല വെള്ളം കിട്ടുക എന്നുള്ളതൊക്കെ ജനിച്ചു വീഴുന്ന ഏതൊരു കുട്ടിയുടെയും അവകാശമാണ്. ഹി അസേർട്സ് ദാറ്റ് ഹ്യൂമൻ ബീയിങ്സ്, അദ്ദേഹം എടുത്തു പറയാണ്, ദാറ്റ് ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യന്മാരുണ്ടല്ലോ, ഷുഡ് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഡെലിബറേറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് ആ പ്ലാനറ്റ്. എടോ, ഞാനും നിങ്ങളൊക്കെ ഇപ്പോൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതുണ്ട്. എന്തിൻ്റെ? നമ്മുടെ വീട് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര്? നമ്മളെ വീട് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര്? യെസ്, നമ്മൾ തന്നെ. മനസ്സിലായോ? നമ്മുടെ വീടെന്ന് പറയുന്നത് ഏതാണ്? അത് വേറെ ഒന്നുമില്ല, നമ്മുടെ എർത്താണ്. അപ്പം നമ്മളെ പ്ലാനറ്റിനെ, നമ്മളെ വീടിനെ സംരക്ഷിക്കുക എന്നുള്ള ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണമെന്നാണ് ഓതർ പറയുന്നത്. ഹി റിമൈൻഡ്സ്, 13ാമത്തെ പോയിന്റ്, ഏറ്റവും അവസാനത്തെ പോയിന്റ് ഏതാണ്? ഹി റിമൈൻഡ്സ് ദ വേൾഡ് ലീഡേഴ്സ്, ലോക നേതാക്കളോട് അദ്ദേഹം എടുത്തു പറയാണ്, റിമൈൻഡ്സ്, ഓർമ്മിപ്പിക്കുകയാണ്, ദാറ്റ് ഇറ്റ് ഈസ് ഹൈ ടൈം, സമയം അതിക്രമിച്ചു കേട്ടോ. എന്തിന്? ടു ടേക്ക് ആക്ഷൻ ടു സോൾവ് ക്ലൈമറ്റിക് ക്രൈസിസ്. ഈ ക്ലൈമറ്റ് എന്ന് പറയുന്ന പ്രതിസന്ധി നമ്മൾ തരണം ചെയ്യാനുള്ള, അതിനെതിരെ ആക്ഷൻ എടുക്കാനുള്ള ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രളയങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നു. ദുരിതങ്ങൾ അല്ലെ, പല രീതിയിൽ, ഉരുൾപൊട്ടലിൻ്റെ രീതിയിലും ഭൂമികുലുക്കത്തിൻ്റെ രീതിയിലും അതുപോലെ തന്നെ പ്രളയത്തിൻ്റെ രീതിയിലും വരൾച്ചയുടെ രീതിയിലും ഒക്കെ വന്നുകൊണ്ടേയിരിക്കുന്നു. സോ ക്ലൈമറ്റിക് ചേഞ്ചിന് വേണ്ടിയിട്ട്, ക്ലൈമറ്റിക് ചേഞ്ച് എന്ന് പറയുന്ന, ക്ലൈമറ്റിക് ക്രൈസിസ് എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിന് മേലെ നിങ്ങൾ എന്തെങ്കിലും നിർത്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ടാണ് ഓതർ എന്ത് ചെയ്യുന്നത്, ആ ഒരു ഭാഗം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മളെ യൂണിറ്റ് എവിടെ കഴിഞ്ഞു? യെസ്, 1ാമത്തെ യൂണിറ്റ് കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. 2ാമത്തെ യൂണിറ്റ് കഴിഞ്ഞു. 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു. ഇനി നമുക്ക് 4 ഉണ്ട്, അതുപോലെ തന്നെ 5 ഉണ്ട്. ഓക്കെ, അപ്പോൾ സെറ്റല്ലേടാ. 4ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേര് എന്താണെന്നറിയുമോ? യെസ്, ദ ജംഗിൾ എയർ ക്രാഷ് എന്നാണ് അല്ലേ. ദ ജംഗിൾ എയർ ക്രാഷ് ആണ് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ, ജംഗിൾ എയർ ക്രാഷ്. വളരെ പെട്ടെന്ന് ചുരുങ്ങിയ രീതിയിൽ നമുക്ക് ഈ ചാപ്റ്റർ എങ്ങനെ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. വേഗം നോക്കിക്കോളൂ. ജൂലിയാനെ കോപ്കെ, നമ്മുടെ ഓതറിന്റെ പേരെന്താണ്? ജൂലിയാനെ കോപ്കെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എൻ്റെ പേരെന്താണ്? യെസ്, എൻ്റെ പേര് മുഹമ്മദ് ഷാജു എന്നാണ്. ഓക്കെ, മുഹമ്മദ് ഷാജു എന്നാണ്. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണോ, പരീക്ഷക്കല്ലേ, പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടാവും. SJ എന്നാണ് എൻ്റെ കോഡ്. ഓക്കെ, SJ എന്നാണ് എൻ്റെ കോഡ്. ഓക്കെ, അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ SJ എന്നാണ് എൻ്റെ കോഡ്. ജംഗിൾ എയർ ക്രാഷ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിൻ്റെ എഴുതിയ ആളുടെ പേര് ജൂലിയാനെ കോപ്കെ എന്നാണ് പേര്. എന്താ ഒരു വിഷാദമൊക്കെ ഉണ്ടല്ലോ ചില ആൾക്കാർക്ക്, മുഖമാക്കിയിരിക്കുന്നത്. അതിനൊന്നുള്ള സമയമല്ല ഇപ്പോൾ. ആ ഫയർ ഇടുന്ന ആൾക്കാരൊക്കെ നോക്കടാ, ഓരൊക്കെ എവിടെയെങ്കിലും സ്റ്റാൻഡേർഡിൽ, JD 8th സ്റ്റാൻഡേർഡിലുണ്ട്, മൂപ്പർ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയും പരീക്ഷയാണല്ലോ അല്ലേ. അത് കഴിഞ്ഞിട്ട് കൊണ്ട് വരുന്നതാണ് എന്നോട് പറഞ്ഞത്. ഓക്കെ സാറ്, അത് കഴിഞ്ഞിട്ട് കൊണ്ട് വരുന്നതാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അത് എവിടെയെങ്കിലും ഇത് എത്തിച്ചിട്ട് സാർ ഇങ്ങോട്ട് വരും. ഓക്കെ, ഉറങ്ങരുത്, ഉറക്കം വരരുത്. The jungle air crash revolves around the horrific experience of Juliane Kopke, a German biologist. ഒരു ഭീകരമായിട്ടുള്ള ഒരു സംഭവമാണ്, ഈ ഒരു അനുഭവമാണ് നമ്മുടെ ഈ ജംഗിൾ എയർ ക്രാഷ് എന്ന് പറയുന്ന ഈ ഒരു കഥ അല്ലേ. ഒരു ചെറിയ പെൺകുട്ടിക്ക് എന്ത് സംഭവിക്കുകയാണ്? ജർമ്മൻ ബയോളജിസ്റ്റ് ആണ് ഇപ്പോൾ, പക്ഷേ ആ കുട്ടി ആയിരിക്കുന്ന സമയത്ത് അവൾ എന്ത് ചെയ്തു? ആ ഒരു വിമാന അപകടത്തിൽപ്പെട്ടിട്ട് എന്ത് സംഭവിക്കുന്നത്? അമ്മയൊക്കെ നഷ്ടപ്പെടുകയാണ്. അവൾ എങ്ങനെയൊക്കെയോ സർവൈവ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. ഹു സർവൈവ്ഡ് അലോങ് ഇൻ ദ പെറുവിയൻ റെയിൻ ഫോറസ്റ്റ് ഫോർ 11.5 days. 11 ദിവസം ഈ കുട്ടി എവിടെ? ഈ കൊടുങ്കാട്ടിൻ്റെ അകത്ത്, പെറുവിയൻ, നമ്മുടെ ആമസോൺ കാടുകൾ പറയില്ലേ,
പെറുവിയൻ ആ കാടുകളിൽ, റെയിൻ ഫോറസ്റ്റിൽ, നിബിഡമായ വനത്തിൽ, പലതരത്തിലുള്ള വന്യജീവികളുള്ള ഈ നിബിഡ വനത്തിൽ 11.5 ദിവസം സർവൈവ് ചെയ്തു. അത് ചില്ലറ കാര്യമല്ല അല്ലേ, ചില്ലറ കാര്യമല്ല. അതാണ് ഈ ഒരു കഥയുടെ, ഈ ഒരു ചാപ്റ്ററിൻ്റെ കഥയല്ല, ചാപ്റ്ററിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. One day, she and her mother boarded Lansa Airlines flight 508 to spend Christmas with the father in Jungle Hut. ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട്, വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടിയിട്ട്, അച്ഛൻ്റെ കൂടെ വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അമ്മയും മകളും ലാൻസ എന്ന് പറയുന്ന ലാൻസ എയർലൈൻസിൽ കയറിയതായിരുന്നു. 508 നമ്പർ പ്ലെയിനിൽ കയറിയതായിരുന്നു. എവ്രിതിങ് ഇൻസൈഡ് ദ പ്ലെയിൻ സീംഡ് ക്വൈറ്റ് നോർമൽ. എല്ലാം നോർമലായിരുന്നു ഫ്ലൈറ്റിൻ്റെ അകത്ത്. തുടക്കത്തിൽ ടേക്ക് ഓഫ് എന്താണ് ദ ക്ലൈംബ് ഓവർ ദ സ്നോ കവേർഡ് ആൻഡീസ്. ആൻഡീസ് എന്ന് പറയുന്ന വലിയ പർവ്വത നിരകളുടെ മുകളിലേക്ക് എങ്ങനെ പ്ലെയിൻ ഇങ്ങനെ കയറി പോകുന്നതൊക്കെ വളരെ നോർമലായിരുന്നു. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് നോർമലായിരുന്നു. സ്മൈലിംഗ് സ്റ്റീവേർട്ട്നസ്, ചിരിച്ചു കൊണ്ടുവരുന്ന എയർ ഹോസ്റ്റസ്. ഓക്കെ, അവരുടെ മുഖം എനിക്ക് ഓർമ്മയുണ്ട്. Then the green jungle stretching east and horizon. ആ കിഴക്കേ ചക്രവാളം മുഴുവനും പരന്നു കിടക്കുന്ന ആ നിബിഡമായ വനത്തിന്റെ ചിത്രം, താഴെയുള്ള ചിത്രവും, ഇതൊക്കെ സൂപ്പറായിരുന്നു എന്നാണ് ഓദർ പറയുന്നത്. 30 minutes after take off. എന്നാൽ ടേക്ക് ഓഫിന് ശേഷം 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ when they were over the jungle, അവരിങ്ങനെ കാടിന്റെ മുകളിൽ എത്തിയപ്പോൾ വിസിബിലിറ്റി diminished. നമ്മുടെ കാഴ്ച അങ്ങോട്ട് പോയി. ഇതെന്താ, കറണ്ട് പോയോ? എന്താ സംഭവിച്ചു? കറണ്ട് പോയോ? വിസിബിലിറ്റി ഡിമിനിഷ്ഡ്, കാഴ്ച കാണില്ല. ആൻഡ് ഓൾ ഓഫ് എ സഡൻ ദേ ഹിറ്റ് എ സ്റ്റോം ഫ്രണ്ട്. പെട്ടെന്ന് തന്നെ ഒരു ശക്തമായ കൊടുങ്കാറ്റിൽ അവർ പെട്ടുപോയി. വിമാനം ബ്രോഡ് ഡേ ലൈറ്റ് ആൻഡ് ടേൺ ഇൻടു നൈറ്റ്. അതുവരെ നല്ല പച്ചപ്പകലോ, നമ്മൾ പറയാ പട്ടാപ്പകൽ അല്ലേ, പട്ടാപ്പകലായിരുന്നു. ആ സമയത്ത് ആ പട്ടാപ്പകൽ എന്തായി മാറി? പെട്ടെന്ന് turned into night, രാത്രി ആയതുപോലെയായി. ഓക്കെ, ലൈറ്റ്നിങ് വാസ് ഫ്ലാഷിംഗ് ഫ്രം ഓൾ ഡയറക്ഷൻ. എല്ലാ സ്ഥലത്തു നിന്നും ഇടിമിന്നൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ബാഗ്സ്, ഫ്ലവേഴ്സ്, പാക്കേജസ്, ടോയ്സ്. ബാഗ്സ്, ഫ്ലവേഴ്സ്, പാക്കേജസ്, ടോയ്സ്, ജാക്കറ്റ്സ് ആൻഡ് ക്ലോത്തിങ്സ് റെയിൻഡ് ഡൗൺ ഹാർഡ് ഓൺ ദെം. ഈ പറയുന്ന ബാഗുകളും അതുപോലെ തന്നെ ഈ പറയുന്ന എന്താ പറയുക പാക്കേജസും എല്ലാം അവരുടെ എന്താ പറയുക എല്ലാം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഈ ലഗേജസ് ഒക്കെ ഇങ്ങനെ തലയിലേക്ക് വീണുകൊണ്ടിരിക്കുക. നമുക്ക് പേടിയാവൂലേ? സാൻഡ്വിച്ച് ട്രേസ് ആൻഡ് ബാഗ്സ് സോർഡ് ത്രൂ ദ എയർ. എയറിലൂടെ അങ്ങനെ പറക്കുകയാണ്. എന്ത്, സാൻഡ്വിച്ച് ട്രേസ് ഒക്കെ അങ്ങനെ നമ്മളെ പറക്കുന്ന തലയിൽ കണ്ടില്ലേ? ഈ എന്താണ് അരിശ്രീ അശോകനും ദിലീപും കൂടെ കൊച്ചിൻ ഹനീഫിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പ്ലേറ്റ് ഒക്കെ പറക്കുന്ന കണ്ടില്ലേ? അതേപോലെ ഇവരുടെ മേലെ കൂടെ ഒക്കെ പറക്കുകയാണ്. സഡൻലി there was a violent shaking. പെട്ടെന്നൊരു വലിയ വയലന്റ് ഷേക്കിംഗ് ഉണ്ടായി, കുലുക്കമുണ്ടായി വിമാനത്തിൽ. ആൻഡ് ഷീ ഫൗണ്ട് ഹെർസെൽഫ് ഔട്ട്സൈഡ് ദ പ്ലെയിൻ. പെട്ടെന്ന് ഞാൻ പുറത്തെത്തി. ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുക, നിങ്ങളിങ്ങനെ ഉറങ്ങിപ്പോയി ബസ്സിൽ. പെട്ടെന്ന് നിങ്ങൾ പുറത്താണ് ബസ്സിൻ്റെ. ആലോചിച്ച് നോക്ക്, ഇത് തമാശയല്ല കേട്ടോ. ഓക്കെ, തമാശയല്ല. കേഡി സാർ വരും, വാൽമീർ ക്ലിഫോർട്ട് വരും. ഓക്കെ, ഞാൻ വിളിക്കുന്നുണ്ട്. Suddenly there was a violent shaking and she found herself outside the plane, flying apart it and alone falling. ഒറ്റയ്ക്ക് ഒരു സീറ്റുമായിട്ട് താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് അവള്. When she woke up, she saw herself lying under the section of 3 seats, turned upside down with no sign of her mother, other passengers or the plane. ഒരാളുമില്ല. അവൾ ഒറ്റയ്ക്ക് അവിടെ എങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? താഴേക്ക് വീണുകൊണ്ടിരിക്കുന്നതാണ് അവൾ കാണുന്നത്. ഷീ സ്പെൻഡ് ദ ഹോൾ നൈറ്റ് ലൈങ് അണ്ടർ ദ സീറ്റ് ഹാഫ് അസ്ലീപ്പ് ഇൻ ഷോക്ക്. ആ ഞെട്ടലിൽ അവൾ അങ്ങനെ ഉറങ്ങി, അവിടെ കിടന്ന് കുറച്ച് ഉറങ്ങി. The next morning she crawled out slowly because everything swam dizzily before her. പിറ്റേ ദിവസം അവളങ്ങനെ പതുക്കെ ഇഴഞ്ഞ് വരികയാണ്. കാരണം നടക്കാൻ കഴിയില്ല, തല ഇങ്ങനെ നല്ല പെരുക്കുണ്ട്, തല ചുറ്റുന്ന പോലെ തോന്നുന്നുണ്ട്. She then picked up a long stick to avoid snakes, poisonous spiders and ants. പിന്നെ ഒരു വലിയ വടി എടുത്തോളൂ. എന്തിനാണെന്നറിയോ വടി എടുത്തത്? യെസ്, ആ വടി എടുത്തത് എന്തിനാണെന്നറിയോ? ഈ പറയുന്ന പോയ്സണസ് സ്നേക്സിനെയും സ്പൈഡേഴ്സിനെയും ആൻസിനെയും ഒക്കെ തുരത്താൻ വേണ്ടിയിട്ടാണ്. ഇഴജന്തുക്കൾ ഉണ്ടാവൂലേ, അതിനാണ്. Her parents had guided her that when lost in jungle, one should always look for streams and then follow them to larger streams. അവളുടെ പാരൻസ് അവളോട് പണ്ടേ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നിങ്ങളെങ്ങാനും കാട്ടിൽ പെട്ടുപോവാണെങ്കിൽ പെട്ടെന്ന് ഒരു അരുവി പിടിച്ചോ, ഒരു അരുവിയിലേക്ക് പോവാ, സ്ട്രീമിലേക്ക് പോവാ.
ആ സ്ട്രീം വലിയ സ്ട്രീമിലേക്കും ആ വലിയ സ്ട്രീം നദികളിലേക്കും പോകും. ഓക്കെ, അപ്പോൾ കാട്ടിലെ റോഡാണ് ഏത്? നദി. അപ്പൊ നദിയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ കാണാൻ പറ്റും. On the third day, മൂന്നാമത്തെ ദിവസം, she heard vultures, then came up a piece of airplane fuselage and saw twisted cables. As she pressed on downstairs along the bank, she saw parrots, monkeys and hummingbirds and many varieties of tiny orchids growing on the tree trunks. She avoided delicious fruits because things look beautiful and tempting and poisonous. അപ്പോൾ കാട്ടിൽ ഒരുപാട് കാഴ്ചകൾ അവർ കണ്ടു. പാരറ്റ്സിനെ കണ്ടു, മങ്കീസിനെ കണ്ടു, പലതിനും കാണുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവൾക്കൊരു കാര്യം ഓർമ്മിക്കുക, ഒരു കാര്യം മനസ്സിലാക്കാണ്. എന്താണ് ഈ പറയുന്ന പോലെ, എന്താ പറയുന്നത്, നല്ല ഭംഗിയുള്ള ഫ്രൂട്ടൊക്കെ എവിടെ കാണും നമ്മൾ? നല്ല ഭംഗിയുള്ള ഫ്രൂട്ടൊക്കെ നമ്മൾ എവിടെ കാണും? ഈ പറയുന്ന കാട്ടിൽ കാണും. പക്ഷെ അത് കഴിക്കാൻ പറ്റില്ല. കഴിച്ചാലോ പോയിസണസ് ആയിരിക്കും. She was completely injured by the unbearable pain and bites of the insects. She risked swimming because walking was much harder. അവിടെയുള്ള എല്ലാ ജീവികളും അവളെ കുത്തിയിട്ട് അവളുടെ മേലൊക്കെ എന്തായിട്ടുണ്ട്? വലിയ വികൃത രൂപത്തിലായിട്ടുണ്ട്. മുഖമൊക്കെ വികൃതമായിട്ടുണ്ട്. അവൾ കുറെ നടക്കാൻ പ്രയാസമായതുകൊണ്ട്, ബാങ്ക്സിലൂടെ നടക്കാൻ പ്രയാസമായതുകൊണ്ട് നീന്തി കുറെ. On the 10th day, അങ്ങനെ 10ാമത്തെ ദിവസമായി, she saw on the floor a small boat on motor, carefully wrapped in plastic and a can of petrol indicating her someone returning back. The rain was downpouring so that she stayed in the hut. ഒരു കുടിൽ കണ്ടു, ഒരു ബോട്ടിന്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ കണ്ടു, കുറച്ച് പെട്രോളും കണ്ടു. അപ്പോൾ അവൾ ഉറപ്പിച്ചു ആരും ഒരാൾ ഇവിടെ ഉണ്ടാവും, ആരെങ്കിലും ഇപ്പോൾ വരുമെന്ന് വിചാരിച്ചിട്ട് അവളുടെ കാത്തു നിന്നു. നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. Then she heard the voice of 3 men. അവൾ 3 ആണുങ്ങളുടെ ശബ്ദം കേട്ടു. ഹാഫ് വൈറ്റ് ആൻഡ് ഹാഫ് ഇന്ത്യൻ അണ്ടേഴ്സ്. പകുതി എന്താ വെച്ചാൽ നമ്മൾ പറയില്ലേ, റെഡ് ഇന്ത്യൻസ് എന്ന് പറയില്ലേ, അവരായിരുന്നു. അവർ ഹണ്ടിങ്ങിന് വന്ന ആൾക്കാരാണ്. They told her that they kept several huts in the jungle for their expedition and knew about the air crash. And one of them had actually been in search of the plane which flew over the jungle after the accident. അപ്പോൾ അതിൽ പറഞ്ഞു, ആ 3 പേരുടെ ആൾക്കാർ പറഞ്ഞു, ഞങ്ങൾക്ക് അതേപോലെ കുറേ വീടുകളുണ്ട്, കുടിലുകളുണ്ട്, ഞങ്ങൾ ഇതിനു വേണ്ടി ഹണ്ടിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഞങ്ങളിത് ഉപയോഗിക്കുന്നതാണ്. ഈ പ്ലെയിൻ ക്രാഷിനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ദേ washed her with salt water. ഉപ്പ് വെള്ളം കൊണ്ട് അവളെ കുളിപ്പിച്ചു. put salve on her wounds and made fruit mash for her. She was unable to eat. അവൾക്ക് കഴിക്കാനൊന്നും കഴിയുന്നില്ല. അവൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അവളുടെ മുറിവിലൊക്കെ ഒരു മരുന്ന് പുരട്ടി കൊടുത്തു. Next early morning, they got their boat ready and took her down river. It took hours to get to the jungle settlement Tonavista. People came running and shouting and staring at her. ടോണോവിസ്ത എന്ന് പറയുന്ന കോളനിയിലേക്ക്, തൊട്ടടുത്തുള്ളൊരു കോളനിയിലേക്ക് അവളെ കൊണ്ടുപോയി. അവിടെ നിന്ന് പെട്ടെന്ന് മെഡിക്കൽ സർവീസ് അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ ആൾക്കാർ അവളെ കണ്ടിട്ട് ബേജാറായിരിക്കുന്നത്. Her eyes were so bloodshot, they looked entirely red, and her face was disfigured and swollen out of shape from the insect bites. ഇൻസെക്ട്സിന്റെ ബൈറ്റ് കിട്ടിയിട്ട്, കുത്ത് കിട്ടിയിട്ട് അവളുടെ മുഖമൊക്കെ ആകെ വീർത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, പേടിയാവുന്നുണ്ട് അവളെ കാണാൻ. Tonavista was a small dispensary where she washed her wounds and was treated. They used special medicines to clean out the worms. പപ്പായ്ക്ക് അവളുടെ മുറിയിലൊക്കെ worms വന്നിട്ടുണ്ട്, ചെറിയ ചെറിയ പുഴുക്കൾ വന്നിട്ടുണ്ട്. And gave her an injection and counteract inflammation. എന്ന് വെച്ചാൽ ഇൻഫ്ലമേഷൻ ഇല്ലാതിരിക്കാനും പനിക്കാതിരിക്കാനും എന്താ പറയുക, ഇത് അധികം ആവാതിരിക്കാനുമുള്ള മരുന്നൊക്കെ കൊടുത്തു. 11.5 days after crash, she again board a plane, a small twin-engined machine that took her to US mission base camp of the Summer Institute of Pucallpa, where an American doctor looked after her. 11.5 ദിവസത്തിന് ശേഷം അവൾ പിന്നെയും ഒരു പ്ലെയിൻ കയറി. നേരത്തെ ഒരു പ്ലെയിൻ കയറിൻ്റെ ഒരു അവസ്ഥ എപ്പോഴും അനുഭവിച്ചു അല്ലേ? ഒരു പ്ലെയിൻ കയറി, എവിടെ എത്തി? അവിടെ എത്തി, നാട്ടിലെത്തി, അമേരിക്കയിലെത്തി. ഒരു ഡോക്ടർ അവളെ ചികിത്സിച്ചു. With the help of her directions, search planes found wreckage. പിന്നീട് അവളുടെ സഹായത്തോട് കൂടിയിട്ട് തിരയുന്ന വിമാനങ്ങൾ ഈ പറയുന്ന എന്താ പറയുക, നഷ്ടപ്പെട്ട, അപകടത്തിൽപ്പെട്ട, അമ്മയൊക്കെ മരിച്ച ഈ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. Her father arrived and informed her about the death of mother. അമ്മ മരിച്ച കാര്യം അച്ഛൻ വന്നിട്ട് പറയാണ് ചെയ്യുന്നത്. ഓക്കെ, അത്രയാണ് നമ്മുടെ ചാപ്റ്റർ. ദ ജംഗിൾ എയർ ക്രാഷ് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് സെറ്റായി എന്ന് വിചാരിക്കുന്നു. റെഡിയല്ലേ? എന്താണ് സ്ഥിതി? റെഡിയാണോ? ഇനി നമ്മുടെ ഓൺ കില്ലിംഗ് എ ട്രീ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മുടെ 2ാമത്തെ ചാപ്റ്റർ. ഓൺ കില്ലിംഗ് എ ട്രീ എന്ന് പറയുന്നത് ഒരു പോയമാണ്.
ഓൺ കില്ലിങ് എ ട്രീ എന്ന് പറയുന്ന ഒരു പോയമാണ്. നിങ്ങളുടെ അവസ്ഥയൊക്കെ എനിക്കറിയാം, ക്ഷീണമായിട്ടുണ്ടാവും, ഇങ്ങനെ കണ്ണിങ്ങനെ നോക്കിയിരിക്കുകയല്ലേ, കേട്ട് 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 മടിയായിട്ടുണ്ടാവും. പക്ഷെ എന്ത് ചെയ്യാം, പരീക്ഷയല്ലേ. പല ആൾക്കാരും വളരെ ഉത്സാഹത്തോടു കൂടി ഇരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ, എന്താ പറയുക, ക്ലാസ് വളരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഒരു എഫേർട്ട് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും കേട്ടോ. ഓക്കെ, സോ അതിനെക്കുറിച്ച് നിങ്ങളൊരു പേടിക്കേണ്ട. ഏതായാലും നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് വരികയാണ്. നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് ഓൺ കില്ലിങ് എ ട്രീ എന്നാണ്. നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു ബ്രേക്ക്, ഒരു ചെറിയൊരു വെള്ളം കുടിക്കാനോ എന്തെങ്കിലും, വെള്ളമൊക്കെ ഒന്ന് കുടിക്കണേ. വെള്ളം കുടിക്കാതെ നല്ല ചൂടാണ് ഇപ്പോൾ, അപ്പോൾ അതുകൊണ്ട് വെള്ളം കുടിക്കണം. ഫുഡ് കഴിക്കുന്നെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ക്ലാസ് കണ്ടാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഒരു മിനിറ്റ്. അപ്പോഴേ ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ സൂപ്പർ. യെസ്, ഇതിൽ ചാർജ് ഇല്ല, അപ്പോൾ ഒന്ന് അവിടെ കുത്തണം. യെസ്, അതിലേത് ഊരി അത് കട്ടായി പോകുന്ന ഇഷ്ടം. ഓൺ കില്ലിങ് എ ട്രീ എന്ന് പറയുന്ന ഈ കവിത എടുത്തിരിക്കുന്നത് ആരാണെന്നറിയോ സാർ? ഇമെയിൽ ചോദിക്കുമോ? ഇമെയിൽ ചോദിച്ചാൽ നമ്മൾ എഴുതും. കാരണം എന്താണെന്നറിയോ, ഇമെയിൽ ഞാൻ നാളെ പറയുന്നുണ്ട്, ഇമെയിൽ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. വളരെ സിമ്പിളാണ് ഇമെയിൽ എഴുതാൻ. കത്ത് എഴുതുന്ന പോലെ തന്നെയാണ് നമ്മൾ ഇമെയിൽ എഴുതുക. ഒരു ചെറിയൊരു ഒരു നിങ്ങൾക്കൊരു എന്താ പറയുക, പാഠം പഠിച്ച് മതിയായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഇമെയിൽ പറഞ്ഞിട്ട് അതിലേക്ക് വരാം. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇമെയിൽ ഒരാൾ ചോദിച്ചതാണ്. ഇങ്ങനെ നമ്മൾ പെട്ടി വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ 1 2 3 4 വര വരയ്ക്കാം. ഓക്കെ, വരയ്ക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. സ്കെയിൽ കൊണ്ടുപോയിക്കൊണ്ടിട്ടോ. കോളേജ് കുമാരന്മാരിങ്ങനെ പോകും പരീക്ഷാ ഹാളിലേക്ക്. ഇങ്ങനെ ഒരു പെണ്ണ് ചിലപ്പം ഇങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ടാവും, എന്നിട്ട് ഇങ്ങനെ പതുക്കെ പോകും. അങ്ങനെ പോരുത്. പരീക്ഷയ്ക്ക് പോകുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് പോവുക. കാരണം നമ്മൾ കുറച്ച് മെനക്കെട്ട് കണ്ണൊക്കെ സ്ട്രെയിൻ ചെയ്ത് ബുദ്ധിയൊക്കെ മെനക്കെട്ട് പഠിക്കുന്നതല്ലേ, അപ്പോൾ അടിപൊളിയായിട്ട് പോവുക. സാർ ഇംഗ്ലീഷ് എക്സാമിൽ ഇമെയിൽ ചോദിക്കുമ്പോൾ യെസ്, ആദർശം ഉണ്ടാ പറയുന്നത്. ഇങ്ങനെ ഒരു 4 വര വരയ്ക്കുക. ഇവിടെ ഇങ്ങനെ ഒരു വര വരയ്ക്കുക. മനസ്സിലായോ? ഞാൻ വരയ്ക്കുന്ന പോലെ നല്ല മൊഞ്ചുണ്ടായിട്ട് വരയ്ക്കണം കേട്ടോ. എന്നിട്ടോ ഇവിടെ ആദ്യത്തെ വരയിലകത്ത് നമ്മൾ 2 എന്ന് എഴുതാം. 2. ഈ 2 നമ്മൾ എന്താ ചെയ്താ? യെസ്, ഇമെയിൽ അഡ്രസ്സാണ് എഴുതേണ്ടത്. ഓക്കെ, gmail@gmail.com. ഇതൊന്നും നിങ്ങളാരും പഠിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ, രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? യെസ്, നമ്മൾ 2 അഡ്രസ്സ് എഴുതി CC എന്ന് വെറുതെ കൊടുക്കാം. CC എന്താ കൊടുക്കേണ്ടത്? 2 കഴിഞ്ഞ് CC ഒന്നും എഴുതണ്ട, കാർബൺ കോപ്പിയാണ്, അവിടെ ഒന്നും എഴുതില്ല നമ്മൾ. നെക്സ്റ്റ് BCC, അവിടെ ഒന്നും എഴുതണ്ട. CC BCC. ഇനി ഒരാൾ BCC ചെയ്താൽ മറന്നുപോയി, കുഴപ്പമില്ല, 3 കോളം മതി. ഓക്കെ, അടുത്തത് എന്താ? സബ്ജക്റ്റ്. നമ്മൾ എന്തിനെ കുറിച്ചാണ് കത്ത് എഴുതുന്നത് അതാണ് എഴുതേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ ലീവ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ ലീവ് ആപ്ലിക്കേഷൻ എന്ന് എഴുതുന്നു, ഹെഡിങ് എഴുതുന്നു. പിന്നെ നമ്മളിവിടെ ഡിയർ സർ. ഓക്കെ, എങ്ങനെയാണോ നമ്മൾ കത്ത് എഴുതുക അതുപോലെ തന്നെ ഇവിടെ എഴുതിയാൽ മതി. ലാസ്റ്റ് യുവേഴ്സ് സിൻസിയർലിയോ ST. ഓക്കെ, നെയിം. ഇതാണെന്ത് ആദർശമോനെ? എന്ത് ഇമെയിൽ പറഞ്ഞാൽ? ഇമെയിൽ ചോദിച്ചാൽ ഇനി ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല സാർ. പെട്ടി വരയ്ക്കുന്നു, 4 കോളം വരയ്ക്കുന്നു, 2 എഴുതുന്നു, CC എഴുതുന്നു, BCC എഴുതുന്നു, സബ്ജക്റ്റ് എഴുതുന്നു, ബാക്കി ലെറ്ററിൻ്റെ അതേപോലെ തന്നെ എഴുതുന്നു. ഹലോ, സെറ്റാണോ? റിഫ്രഷ് ആക്കട്ടെ. എവിടെ? മനസ്സിലായോ സാർ? ക്ലാസ് ഈസ് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, താങ്ക് യു. കവിത നോട്ടീസ് എങ്ങനെ എഴുതണം? ഓക്കെ, നാളെ മോർണിംഗ് ക്ലാസ് ഉണ്ടോ? നാളെ ഇല്ലല്ലോ, മറ്റന്നാളല്ലേ മോർണിംഗ് ക്ലാസ്. ഓക്കെ സാർ, മനസ്സിലായി. ഉണ്ടായിരുന്നു ഗോസിൽ. ഓക്കെ, നമുക്ക് നോക്കല്ലേ, ബാക്കി നോക്കല്ലേ. സെറ്റ്. ഓക്കെ, അപ്പോഴേ ഓൺ കില്ലിങ് എ ട്രീ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോമാണ്. ഈ പോത്തിൽ ഓദർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, യെസ് നോക്കാം, ഒരു മരത്തെ കൊല്ലരുത് എന്നാണ് ഓദർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ പറയുന്നത് എന്താ അറിയോ? ഒരു മരത്തെ കൊല്ലുമ്പോൾ എന്നാണ് പറയുന്നത്. ഒരു മരത്തെ കൊല്ലുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു മരത്തെ കൊല്ലരുതെന്നാണ്. മനസ്സിലായോ? ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതിനെ വിളിക്കുന്ന പേരാണ് ഐറണി. എൻ്റെ അമ്മോ, ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? ഐറണി എന്നാ പറയാ. എന്താ പറയാ? ഐറണി. എന്താ ഐറണി എന്ന് പറഞ്ഞാൽ? ഐറണി പറഞ്ഞാൽ ഇതപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു കാര്യം ഉദ്ദേശിച്ചിട്ട് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് പറയുന്നതിനാണ് നമ്മൾ എന്താ പറയുക?
ഐറണി എന്ന് പറയാം. മനസ്സിലായില്ല? എടാ ഒരു കാര്യം പറയാം, പക്ഷെ ഉദ്ദേശിക്കുന്നത് എന്താ, അതിന് നേരെ ഓപ്പോസിറ്റാണ്. അവൻ കേട്ടാൽ തന്നെ മനസ്സിലാവും. ഉദാഹരണം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മനസ്സിലായോ മക്കളെ? അപ്പോൾ നിങ്ങൾ പറയാണ് ഓ ഒക്കെ മനസ്സിലായി. അത് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഒന്നും മനസ്സിലായില്ല. അത് കേൾക്കണം, എനിക്ക് മനസ്സിലാവും. അപ്പോൾ മനസ്സിലായോ? ഇതാണ് ഐറണി എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ ഓതർ ഇവിടെ പറഞ്ഞത് എന്താ? ഓൺ കില്ലിങ് എ ട്രീ, ഒരു മരത്തെ കൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താ എഴുതിയെടുത്തോ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മരത്തെ കൊല്ലാൻ പാടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നേരെ കവിതയിലേക്ക് വരാം. ഓതർ കംപ്ലീറ്റ് പോയത്തിൽ പറയുന്നത് ഒരു മരത്തെ നിങ്ങൾക്ക് എങ്ങനെ കൊല്ലാന്നാ. പക്ഷെ കൊല്ലുക എന്ന് പറയുന്ന വാക്ക് തന്നെ ഉണ്ട് മനുഷ്യനുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ് ഈ മരത്തിന്. പേഴ്സോണിഫിക്കേഷൻ മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട, കാരണം മനുഷ്യനാണല്ലോ കൊല്ലുക എന്നൊക്കെ പറയാം, അല്ലേ? പക്ഷെ ഇവിടെ മരത്തിന് നമ്മൾ മുറിക്കാന്നല്ലേ നമ്മൾ പറയാം, പക്ഷെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കൊല്ലുക. അപ്പോൾ ഒരു മനുഷ്യനെ കൊല്ലുന്ന അത്ര വേദന നമുക്കുണ്ടാവണം. ഓക്കെ, എന്ത് ചെയ്യുമ്പോൾ ഒരു മരത്തെ കൊല്ലുന്ന സമയത്ത്. സോ അങ്ങനെ നിങ്ങൾ സീരിയസ് ആവും, നിങ്ങൾ എന്ത് ചെയ്യില്ല, അതിനെ കൊല്ലാൻ മെനക്കെടില്ല. റെഡിയല്ലേ? ഇതാണ് ഉദ്ദേശം. ഗി പട്ടേൽ ഇസ് നോട്ട് ഓൺലി എ പോയറ്റ്. ഗി പട്ടേൽ എന്ന് പറയുന്ന ആള് ഒരു പോയറ്റ് മാത്രമല്ല, ബട്ട് ഓൾസോ എ പെയിന്റർ ആൻഡ് ആൻ എൻവയറമെന്റലിസ്റ്റ്. ഒരു പരിസ്ഥിതി പ്രവർത്തകനും ഒരു ചിത്രകാരനും ഒക്കെയാണ് ഗി പട്ടേൽ. ഗി എന്ന് പറഞ്ഞാൽ കൊടുക്കുക, അല്ലെ? പട്ടേൽ പറഞ്ഞാൽ പട്ടേൽ എന്താ ഓർമ്മയില്ല, പട്ടേൽ തന്നെ. ഓക്കെ, ഗി പട്ടേൽ. ഓൺ കില്ലിങ് എ ട്രീ raises awareness among the readers regarding trees. ആ വായനക്കാരന്റെ ഉള്ളിൽ മരങ്ങളുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അറിയിക്കുകയാണ് ഗി പട്ടേൽ ചെയ്യുന്നത്. Here the poet sensitizes the readers regarding trees by emphasizing the fact that trees are living things. ട്രീസ് എല്ലാം ഈ മനുഷ്യന്മാരെ പോലെ തന്നെ ജീവനുള്ള വസ്തുക്കളാണ് എന്നത് ഒരു ബോധ്യമുണ്ടാക്കലാണ് കവിതയുടെ ഉദ്ദേശം. ഫർദർമോർ, അതിനപ്പുറത്തേക്ക് പോയാൽ the author makes a comparison between trees and humans. മനുഷ്യനെയും മരങ്ങൾക്കും ഇടയിൽ ഒരു കമ്പാരിസൺ, ഒരു താരതമ്യം നടത്തുന്നുണ്ട് പോയിട്ട്. He does so by equating the trees with humans. അതെങ്ങനെ ചെയ്യുന്നതെന്നറിയോ? മനുഷ്യനെയും ഈ മരങ്ങളെയും ഒന്ന് ഇക്വേറ്റ് ചെയ്തിട്ടാണ് നോക്കുന്നതും തൂക്കി നോക്കാണ്. അപ്പം നമ്മൾ പറയില്ലേ, അവിടെ അന്നൊക്കെ എന്താ പറയുക, പോറ്റി വളർത്ത നേരം കൊണ്ടൊരു വായ വെച്ചാൽ മതിയായിരുന്നു, അല്ലേ? വെറുതെ വേസ്റ്റ് ആയല്ലോ, ഇത്രയും കാശും കൊടുത്ത് നിന്നെയൊക്കെ പഠിപ്പിച്ചിട്ട് വേസ്റ്റായി. അപ്പം വായ വെച്ചാൽ എന്താ? വായനെ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് വീട്ടുകാർക്ക്. വായ കൊലയ്ക്കും, വായൻ്റെ ഇല നമുക്ക് വെട്ടി ചോറുന്നാം. മനസ്സിലായോ? അതിനെ കൊണ്ടൊരു ഗുണമില്ല എന്ന് പറയും. അപ്പം ഇതുപോലെ മനുഷ്യനെയും മരങ്ങളെയും തമ്മിലൊന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കുന്നുണ്ട് പോയിട്ട്. By doing this, the author tries to convey the message that one should not cut trees because they are just like humans. അദ്ദേഹം പറയാണ് മനുഷ്യന്മാർ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് മരങ്ങളും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്. സോ നിങ്ങൾ എന്ത് ചെയ്ത് കൊല്ലരുത്. ആരെ? മരങ്ങൾ. ഇനി moreover, author tries to explain that killing the trees is just like killing humans. മരത്തെ കൊല്ലുക എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ കൊല്ലുന്ന പോലെ തന്നെയാണ്. Moreover, the author tells that trees do not die merely by cutting them. ഓതർ പറയുന്നുണ്ട്, നിങ്ങളൊരു മരത്തെ മുറിച്ചുകൊണ്ടത് മാത്രം അത് ചാവൂല. ഇറ്റ് ഈസ് ബിക്കോസ് ദ ട്രീസ് ഹാവ് ടെൻഡൻസി ടു റീഗ്രോ ഫ്രം ദ പോയിന്റ് ഇറ്റ് ഈസ് കട്ട്. മുറിച്ചിടത്ത് നിന്നും വളരാനുള്ള ഒരു കഴിവ് ആർക്കുണ്ട്? മരങ്ങൾക്കുണ്ട്. മോസ്റ്റ് നോട്ട് വർത്തി, വൺ മസ്റ്റ് കംപ്ലീറ്റ്ലി അപ്രൂട്ട് ദ ട്രീസ് ഓർഡർ ടു ഡിസ്ട്രോയ് ഇറ്റ്. ഓക്കെ, നമുക്ക് ആ മരത്തെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെങ്കിൽ അതിനെ അപ്രൂട്ട് ചെയ്യണം, വേരോടെ പിഴുതെറിയേണ്ടതുണ്ട്. ദിസ് അപ്രൂട്ടിംഗ് ഓഫ് ദ ട്രീ വുഡ് സർട്ടൻലി മീൻ ഡെത്ത്. ഈ വേരോടെ പിഴുതെറിയുക എന്ന് പറയുന്നത് എന്താ? ശരിക്കും ഡെത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്, സൂചിപ്പിക്കുന്നത്. ദിസ് ഇസ് ബിക്കോസ് ദ ട്രീ വുഡ് ബി സെപ്പറേറ്റഡ് ഫ്രം ദ എർത്ത് വിച്ച് സപ്പോർട്ട് ഇറ്റ്. ആ മരത്തെ തന്നോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന മരത്തിൻ്റെ അമ്മയായ ആ ഭൂമിയുടെ മാറിൽ നിന്നും അതിനെ ഒരു കുഞ്ഞിനെ എപ്രകാരമാണോ പിടിച്ചു വലിച്ച് നിങ്ങൾ പുറത്തേക്ക് എറിയുന്നത്, അതുപോലെയാണ് ഈ മരത്തെ നിങ്ങൾ വേരോടുകൂടി ഇപ്പോൾ പിഴുതെറിയുക എന്ന് പറയുന്നതെന്ന് നമ്മളെ തട്ടിക്കുന്ന രീതിയിൽ, നമ്മളെ ഹൃദയസ്പർശിയായ രീതിയിൽ ഓതർ പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുകയാണെങ്കിൽ പൊളിക്കും കേട്ടോ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഒരു ചോദ്യം ചോദിക്കാൻ പോണേ. ഈ ചാപ്റ്റർ കഴിഞ്ഞു, ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ ഒരു സമ്മറി. ഓക്കെ, ഇതല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു പോയറ്റിക് ഡിവൈസസ് ഇതിനകത്ത് പറയുന്നുണ്ട്. ലെപ്പർസൈഡ്, അതുപോലെ തന്നെ മെറ്റഫറാണത്, ബ്ലീഡിങ് ബാർക്ക് മെറ്റഫറാണ്. ഓക്കെ, അലിട്രേഷൻ ഉണ്ട്. അലിട്രേഷൻ പറഞ്ഞാൽ അറിയാലോ, ടേക്സ് ടൈം, ട്രീ എന്നൊക്കെ പറയില്ലേ, ടി സൗണ്ട് ആവർത്തിച്ച് വരില്ലേ, കോൺസ്റ്റന്റ് സൗണ്ട്സ് ആവർത്തിച്ച് വരുന്നതാണ് നമ്മൾ അലിട്രേഷൻ എന്ന് പറയാം, അല്ലേ? ഓക്കെ, ബ്ലീഡിങ് ബാർക്ക് ഇലിട്രേഷൻ ആണ്. വിച്ച് വില്ല്, വൈറ്റ് വെറ്റ് ഒക്കെ ഇലിട്രേഷൻ ആണ്. പേഴ്സോണിഫിക്കേഷൻ ഉണ്ട്, മരത്തെ ജീവനുള്ള വസ്തു മനുഷ്യരെ പോലെ ഒരു ക്വാളിറ്റി ആയിട്ട് കാണിക്കുന്നതിന് നമുക്ക് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയാം. അത് കുറേ എക്സാമ്പിൾ ഉണ്ട്.
റിപ്പീറ്റേഷൻ ഉണ്ട്, 2 തവണ ഒരു വാക്ക് ആവർത്തിച്ച് വരുന്നുണ്ട്. ഓക്കെ, പ്രൊഫൈലോ എന്താ ചോദിക്കുന്നത്? എല്ലാവരും നാറേഷൻ ചോദിച്ചിട്ടുണ്ട് അല്ലേ? നാളെയാണ് നമ്മൾ പറയാം കേട്ടോ. ഡിസ്കോഴ്സ് കംപ്ലീറ്റ് നാളെ പറയും കേട്ടോ. ഓക്കെ, ഇനി ഓക്കെ. അപ്പം ഞാൻ ചോദിക്കട്ടെ ഒറ്റ കാര്യം, നിങ്ങൾക്ക് പോയം മനസ്സിലായില്ലേ? ഇത് നമ്മൾ ഇനി പോയറ്റിക് ലൈൻ ബൈ ലൈൻ എടുക്കാനുള്ള സമയമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പേ പോയംസ് ഒന്ന് വായിച്ചു നോക്കണം. പോയംസ് ലൈൻ ബൈ ലൈൻ അറിയുമോയെന്ന് നോക്കണം. അറിയാത്തതുണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, അത് ക്ലിയർ ആക്കിയിട്ടേ പോകാൻ പറ്റുള്ളൂ. കാരണം 5 പോയ പഠിക്കാനുള്ളൂ. 5 പോയത്തിൽ 2 പോയത്തിൽ നിന്ന് ചോദ്യം എന്തായാലും ഉറപ്പാണ്. ആ 2 പോയം നമുക്ക് എന്ത് ചെയ്യണം, മാർക്ക് അടിപൊളിയായിട്ട് വാങ്ങണം. ഈ പോയത്തിൻ്റെ അകത്ത് നമുക്ക് ഈ പ്രൊഫൈലോ അല്ലെങ്കിൽ ലെറ്ററോ അങ്ങനെയൊന്നും ചോദിക്കില്ലല്ലോ. ഇല്ല, ആ തൊട്ടടുത്തുള്ള വരികൾക്കിടയിലുള്ള ചോദ്യങ്ങളെ ഉണ്ടാവുള്ളൂ. സോ അത് നമ്മൾ മിസ്സാക്കാൻ പാടില്ല. അടിപൊളിയായിട്ട് പഠിക്കണം. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. മനസ്സിലായി സാർ? ഓക്കെ, മനസ്സിലായി. ദ ലാസ്റ്റ് ലീഫിലേക്ക് കടക്കാണ് ജെ ഡി സാറെ. ഞാൻ വിളിക്കുന്നുണ്ട്, മൂപ്പര് ഫോൺ എടുക്കില്ല. മൂപ്പര് വേറെ എന്താ പറയുക, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കല്ലേ, അപ്പം അതുകൊണ്ടായിരിക്കണം. അപ്പം എന്താ ഞാൻ പറഞ്ഞു വന്ന്, ദ ലാസ്റ്റ് ലീഫിലേക്ക് നമ്മൾ കടക്കുകയാണ്. ദ ലാസ്റ്റ് ലീഫ് കഴിഞ്ഞാലും ജെ ഡിക്ക് എടുക്കാൻ ചാപ്റ്ററൊക്കെ ഉണ്ട് കേട്ടോ, നിങ്ങൾ പേടിക്കണ്ട. നമ്മളെ പ്രിയപ്പെട്ട അധ്യാപകനല്ലേ. ദ ലാസ്റ്റ് ലീഫ് എന്ന് പറയുന്ന നമ്മുടെ ഓ ഹെൻറി എഴുതിയിട്ടുള്ള ഓ ഹെൻറി എഴുതിയിട്ടുള്ള എ ഡി സാർ എവിടെ? എ ഡി സാർ ഒന്ന് കാണുന്നേയില്ല. എ ഡി സാർ ഒന്ന് വന്നിരുന്നെങ്കിൽ അല്ലേ? മച്ചാനേ, യെസ്, എന്താണ് മച്ചാനേ എന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ. ഓക്കെ, നമ്മുടെ ബാക്കി ഭാഗത്തേക്ക് വരാം. ഓക്കെ, ലാസ്റ്റ് ലീഫ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ആരൊക്കെയായിരുന്നു അതിലെ കഥാപാത്രങ്ങളെന്ന് ഓർമ്മയുണ്ടോ? സു, അതുപോലെ തന്നെ ജോൺ സി, പിന്നെ ബർമൻ. ഇതുവരെ 3 പേരുമാണ് ഈ കഥയിലെ മെയിൻ കഥാപാത്രങ്ങൾ. ആരൊക്കെയാണ്? സ്യൂ, അതുപോലെ സാർ കൂടുതൽ ചാൻസോ? എൻ്റെ പേര് പറയൂ, എൻ്റെ പേര് എവിടെ? ചാൻസ് ഉള്ള പ്രൊഫൈലോ? ഹണി ബെല്ല. എന്താണ് അപ്രീസിയേഷൻ? ഏത് പോയറ്റിനാ വരുമെന്ന് ഞാനാ അത് നമ്മളെ മോർണിംഗ് ബൂസ്റ്ററിൽ പറയാം കേട്ടോ. നമുക്ക് മോർണിംഗ് ബൂസ്റ്ററിൽ ഉണ്ടാവും. മോർണിംഗ് ബൂസ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും വരിക എന്ന് വിചാരിക്കാം. നമുക്ക് കൂടുതൽ ചാൻസ് ഉള്ള പോയം ഏതാണെന്നല്ലേ പറയാം, അന്ന് പറയാം കേട്ടോ. ഇപ്പം നിങ്ങൾ എല്ലാ പോയം വായിച്ചു നോക്കണം. മറ്റന്നാൾ രാവിലെ നമുക്ക് എന്ത് ചെയ്യാം, അത് പറഞ്ഞിട്ട് പഠിച്ചിട്ട് പോകുമ്പോൾ ഓക്കെ അടിപൊളിയാവും. ഓക്കെ, ചിക്കു, ഹണി ബെല്ല ചിക്കു, റെഡിയല്ലേ? എൻ്റെ രാജ്യം എന്താ പറയുന്നത്? നോട്ടീസ് എങ്ങനെ എഴുതണമെന്ന് അറിയത്തില്ല, പേടിക്കണ്ട, നാളത്തെ ലൈവിൽ വന്നാൽ മതി, നോട്ടീസ് പൊളിച്ചെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഈ ചാപ്റ്ററിലേക്ക് വരാം. ദിസ് സ്റ്റോറി ഈസ് അബൌട്ട് സു, ജോൺസി ആൻഡ് മിസ്റ്റർ ബർമൻ. സു ആൻഡ് ജോൺസി ലിവ് ഇൻ an apartment in Greenwich Village, a favorite place of aspiring painters to live at. എന്താ പറയുക, ഗ്രീൻവിച്ച് വില്ലേജ് എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മുടെ ആർട്ടിസ്റ്റുകളുടെ ഒരു ഹബ്ബ് എന്ന് പറയാം. അവിടെയാണ് നമ്മുടെ 3 ആർട്ടിസ്റ്റുകളായിട്ടുള്ള സ്യൂവും ജോൺസിയും മിസ്റ്റർ ബർമനൊക്കെ താമസിക്കുന്നത്. ഒരേ അപ്പാർട്ട്മെന്റിലാണ്. Sue and Johnsy had met a restaurant and became soulmates and friends. In the winter, pneumonia epidemic affected many people in that area. Johnsy also fell prey to it. എന്ന് വെച്ചാൽ അന്ന് ഇപ്പോൾ കൊറോണ ഒക്കെ വന്ന പോലെ ഒരുപാട് ആളുകൾക്ക് ന്യൂമോണിയ എന്ന് പറയുന്ന ഒരു അസുഖം പടർന്നു പിടിച്ചു. അതിൽ ആരും പെട്ടു, ജോൺസിയും പെട്ടു. her condition became worse. അവളുടെ ആ സ്ഥിതി കുറച്ച് മോശമായി. ഫ്രം ബാഡ് വിത്ത് ഈച്ച് ഡേ പാസിങ്, ഓരോ ദിവസം കഴിയുമ്പോഴും അവസ്ഥ പരിതാപകരമായിക്കൊണ്ടിരിക്കുകയാണ്. ദ ഡോക്ടർ കൺഫൈൻഡ് ടു സ്യൂ വൺ ഡേ ദാറ്റ് Johnsy was losing hope and desire to get well under the painful influence of the disease. ഈ അസുഖത്തിൻ്റെ വേദന കൊണ്ട് ജോൺസിക്ക് ജീവിക്കാനുള്ള ആ ഒരു ആഗ്രഹം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു ഡോക്ടർ. She began to harbor a belief that she would die at the moment the last leaf fell from the ivy climber on the wall opposite her window. അവളുടെ എന്താ പറയുക, അവളിങ്ങനെ കിടക്കാണ് അല്ലേ. കിടക്കുന്ന സമയത്ത് ജനലിൻ്റെ അപ്പുറത്ത് ഒരു വാളുണ്ട്. ആ വാളിൽ ഒരു ചെറിയൊരു വള്ളിച്ചെടി ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട്. എന്ത് വള്ളിച്ചെടി? ഐവി എന്ന് വെച്ചാൽ നമ്മുടെ എന്താണോ അതിന് പറയുക, മുന്തിരിവള്ളി ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. ആ തൂങ്ങിക്കിടക്കുന്ന ആ പറയുന്ന ഐവി പ്ലാന്റിൻ്റെ
അവസാനത്തെ ഇലയും കൊഴിഞ്ഞു പോകുന്ന സമയത്ത് താനും മരിക്കുമെന്ന് അവൾ അങ്ങോട്ട് ഉറപ്പിക്കുകയാണ്. ഷീ ഓൾസോ ഷെയർസ് എ ബിലീഫ് വിത്ത് എ ഫ്രണ്ട്സ് യു. അപ്പോൾ അവളത് ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു കാര്യം അവളുടെ സുഹൃത്തായിട്ടുള്ള സ്യൂവിനോടും പറയാണ്. സ്യൂ ഡിസ്കസ്ഡ് ഇറ്റ് വിത്ത് ബർമൻ. സ്യൂ അത് ബർമനുമായിട്ട് ഡിസ്കസ് ചെയ്തു. ആൻ എക്സ്ട്രീംലി ടാലന്റഡ് പെയിൻറ്റർ ലിവിങ് ഇൻ അബ്സ്ക്യൂസിറ്റി ഇൻ ദ നൈബർഹുഡ്. അവരുടെ തൊട്ടടുത്ത് തന്നെ താഴെയുള്ള നിലയിൽ ഇവരുടെ ഒരു വാച്ച് ഡോഗ് ഒക്കെ ആയിട്ട്, ഇവരുടെ ഒരു അഭിനവകാംക്ഷിയായിട്ട്, ഇവരെ ഇഷ്ടമുള്ള ഒരാളായിട്ട് താമസിക്കുന്ന പാവപ്പെട്ട നമ്മുടെ എന്താ പറയുക ഒരു ആർട്ടിസ്റ്റാണ് ആര്, വൃദ്ധനായ മനുഷ്യനാണ് മിസ്റ്റർ ബർമൻ. ഇയാളിത് കേട്ടു. ബർമൻ ഡിസൈഡഡ് ടു സേവ് ജോൺസീസ് ലൈഫ്. ബർമൻ തീരുമാനിക്കുകയാണ് ജോൺസിയുടെ ലൈഫ് എങ്ങനെയും എന്ത് വില കൊടുത്തോളും സംരക്ഷിക്കണം. ഹി ബിലീവ്ഡ് ഇൻ ദ പവർ ഓഫ് ബിലീവിങ്. അയാൾ വിശ്വാസത്തിൻ്റെ ആ ഒരു എന്താ പറയുക ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് അയാൾക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. വിശ്വാസം വേണം ആദ്യം, നമുക്ക് നമ്മളൊരു വിശ്വാസം വേണം. പരീക്ഷയ്ക്ക് ഞാൻ ജയിക്കുമെന്നൊരു വിശ്വാസം ഉണ്ടാവണം. ജയിക്കുമോ, നാളെ ഇപ്പോൾ പോകണം, നാളെ പോവാതിരിക്കാൻ ഇപ്പം എന്താ മാർഗം എന്ന് വെച്ചാൽ ആൾക്കാർ നോക്കിയിട്ടുണ്ടാവാം അല്ലേ. പനി വരുന്നത് പോലെ അഭിനയിച്ചാലോ, അല്ലെങ്കിൽ എന്താ പറയുക ഉള്ളി എടുത്തിട്ട് കക്ഷത്ത് വെക്കുന്ന ആൾക്കാർ പണ്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പരിപാടിയൊക്കെ. അങ്ങനെ വെച്ചാൽ പനി വരും, പിറ്റേ ദിവസം പരീക്ഷയ്ക്ക് പോകണ്ട അല്ലേ. ചില ആൾക്കാർക്ക് എപ്പം പരീക്ഷ വന്നാലും കൈയൊടിയ കാലൊടിയ ഒക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ ഏതായാലും അതല്ല വേണ്ടത്, നമുക്ക് നമ്മളൊരു വിശ്വാസം ഉണ്ടാവണം. One night when it was extremely cold and raining, he painted a leaf on the ivy climber in such a manner that it looked like a real leaf. ഒരു ദിവസം രാത്രിയിൽ അവസാനത്തെ ഇല എന്തായാലും വീഴുമെന്ന് ഉറപ്പുള്ള നല്ല കാറ്റും മഴയുമുള്ള ആ ദിവസം, മഞ്ഞുമുള്ള ആ ദിവസം, ഈ മനുഷ്യൻ, വൃദ്ധനായ മനുഷ്യൻ ആ മഞ്ഞും മഴയൊക്കെ കൊണ്ടിട്ട് അവിടെ പോയിട്ട് ആ മതിലിൽ ആ ചിത്രം വരയ്ക്കുകയാണ്. ശരിക്കും ആ മരം പോലെ തന്നെ തോന്നിപ്പിക്കുന്ന തരത്തിൽ അയാൾ ആ ചിത്രം പൂർത്തിയാക്കി. When Johnsy saw the last leaf of the ivy climber on the opposite wall had not fallen, she was somehow filled with a desire to heal and get well. പിറ്റേ ദിവസം രാവിലെ അവൾ നോക്കിയപ്പോൾ കാണുന്ന എന്താണ്, തലേ ദിവസത്തെ കഠിനമായ കാറ്റിനും മഴക്കുമൊന്നും ലെവലേശം കൂസലില്ലാതെ എന്താ പറയുക ആ ഒരു ചെറിയ ഇല അവിടെ തന്നെ പറ്റിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ഇവക്ക് തോന്നി എനിക്കും ജീവിതത്തിലേക്ക് പ്രതീക്ഷയുണ്ട്, ഞാനും ഇങ്ങനെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യരുത്, ജീവിതം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചിട്ട് ആലോചിക്കരുത്. ഓക്കെ, the desire helped her to റിക്കവർ ആണത്. അവൾ പെട്ടെന്ന് തന്നെ രോഗമുക്തിയാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ തയ്യാറെടുക്കുകയാണ്. ആൻഡ് ഷീ റിക്കവേർഡായി. However, Mr. Berman, who had worked in the cold, was affected by pneumonia and died. എന്നിരുന്നാലും പാവം നമ്മുടെ ബർമൻ, ഇവൾക്ക് വേണ്ടിയിട്ട് ആ ചിത്രം വരയ്ക്കാൻ പോയ രാത്രിയിൽ മഴ കൊണ്ട് നിന്ന് ആ മനുഷ്യന് ന്യൂമോണിയ പിടിപെട്ടു. വയസ്സനായതുകൊണ്ട് മഞ്ഞിൽ നിന്നതുകൊണ്ട് മരിച്ചുപോയി. Thus he laid his life to save Johnsey's life. അങ്ങനെ അയാൾ നമ്മളെ ജോൺസിയുടെ ജീവിതം എന്ത് ചെയ്യാണ്, സേവ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, ഇനി അതുമായി ബന്ധപ്പെട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, കാറ്റ് സ്കെച്ച് ഒക്കെ ഉണ്ട്, നമുക്കതൊക്കെ പഠിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് യൂണിറ്റ് 5 ആണ്. യൂണിറ്റ് 5 നമ്മുടെ ക്ലാസ് കഴിയാറായി കേട്ടോ. 3 ചാപ്റ്റേഴ്സുകൾ നമുക്ക് പറയാൻ. യൂണിറ്റ് 5 ദ ഹാപ്പിനെസ് മെഷീൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹാപ്പിനെസ് മെഷീൻ ഇറ്റ് ഈസ് അബൌട്ട് എ മാൻ ഹൂ പുട്ട്സ് എ ഗ്രേറ്റ് എഫേർട്ട് ഇൻ ബിൽഡിംഗ് എ മെഷീൻ ടു മേക്ക് പീപ്പിൾ ഹാപ്പി. ഓക്കെ, ഒരു മനുഷ്യൻ്റെ കഥയാണത്. അയാൾ എന്താ ചെയ്യുന്നത്, ലിയോ ഹോഫ്മാൻ എന്ന് പറയുന്ന വളരെയധികം എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, എന്ന് വെച്ചാൽ നല്ല ഉത്സാഹിയായിട്ടുള്ള ഒരു മനുഷ്യൻ, ഭാര്യയുടെ എതിർപ്പൊക്കെ അവഗണിച്ചുകൊണ്ട് ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു പെട്ടി ഉണ്ടാക്കാൻ പോകണം അയാൾ. ഓക്കെ, ബട്ട് ഹിസ് വൈഫ് ഡസൻറ്റ് ഷെയർ ഹിസ് enthusiasm. Leo Hoffman is in a garage on a Sunday morning, ready to start work on a happiness machine, but he is not sure how. He does not know how big it should be. He does not know it should be orange or something like that. He takes a dictionary and goes to in the kitchen where his wife Lena is slicing vegetables. He reads her the definition of happiness and asks if it applies to her. അപ്പോൾ അയാൾ ഒരു ഹാപ്പിനെസ് മെഷീൻ ഉണ്ടാക്കണം തീരുമാനിച്ചിട്ട് അയാളിങ്ങനെ ആലോചിക്കാണ്. പക്ഷേ അയാൾക്ക് ഒരു ഐഡിയ ഇല്ല എങ്ങനെ ഉണ്ടാക്കുന്നുള്ളൂ. അയാൾ ഡിക്ഷണറി എടുത്ത് നോക്കിയപ്പോൾ ഹാപ്പിനെസ്സിൻ്റെ ഒരു വിശദീകരണം അവിടെ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചു ഭാര്യയോട്, എന്നിട്ട് വായിച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന ഭാര്യയോട് ചോദിച്ചു, നീ ഈ ഹാപ്പിനെസ് അനുഭവിക്കുന്നുണ്ടോ? She views the question on an odd, believing happiness isn't something you think about. You just live. While they talk, her bread burns and Leo leaves. ഒന്നുമില്ല, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ
ആ കിച്ചണിലുണ്ടാകുന്ന സംഭവം ചെറിയ സംഭവമാണ്, വേണ്ട നമുക്ക്. ലിയോ വളരെ കഷ്ടപ്പെട്ടിട്ട് ഫ്യൂരിയസ്ലി നോയ്സ്ലി ഒരുപാട് ദിവസം അയാൾ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ മേലെ വർക്ക് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ ചില സമയങ്ങളിൽ എന്താ പറയുക, ആഫ്റ്റർ 10 straight days and nights of work he stumbles into the house ഫാറ്റിക് ആൻഡ് ഹാഫ് സ്റ്റാർവ്ഡ്. 10 ദിവസം ഭക്ഷണവും ഇല്ല ഉറക്കവും ഇല്ലാതെ അയാൾ ജോലി ചെയ്തിട്ട് അയാൾ ആകെ എന്താ ക്ഷീണിതനായിട്ടുണ്ട്. വീട്ടിലേക്ക് ലൈവ് കഴിഞ്ഞിട്ട് ഞാനൊക്കെ പോകുന്നത് പോലെയാണ് അയാൾ എന്ത് ചെയ്തത്, പോകുന്നത് ഹാഫ് സ്റ്റാർവ്ഡ്, പട്ടിണി കിടന്നിട്ട്. ഓക്കെ, ഫാറ്റിക്ഡ്, ക്ഷീണിതനായിട്ട് അയാൾ എന്ത് ചെയ്യാണ്, പോവാണ്. ദ മെഷീൻ ഇസ് ഫിനിഷ്ഡ്. അങ്ങനെ പറഞ്ഞു, ലൈവ് കഴിഞ്ഞു അമ്മേ, അല്ലെങ്കിൽ പരീക്ഷ കഴിഞ്ഞു എന്ന് പറഞ്ഞ പോലെ മെഷീൻ ഉണ്ടാക്കി കഴിഞ്ഞു എന്ന് ലിയോ ഓഫ് മാൻ പറയാണ്. ലിയോ ഇസ് ഓക്വേർഡ് ഡ്യൂറിങ് ദ നൈറ്റ് ബൈ ദ സൗണ്ട് ഓഫ് സോൾ ക്രൈങ്. മകനായിട്ടുള്ള സോൾ എന്ത് ചെയ്യാണ്, സോളിൻ്റെ കരച്ചിൽ കേട്ടിട്ട് മൂപ്പര് ശ്രദ്ധിക്കുകയാണ്. അപ്പം മൂപ്പര് ഉറപ്പിച്ചു സോൾ എന്തോ ദുസ്വപ്നം കണ്ടിട്ടായിരിക്കുന്നു. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഗാരേജിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുന്നുണ്ട്. മൂപ്പര് കുട്ടി ഒന്ന് ഇടയ്ക്ക് പോയിട്ട് നോക്കിയതാണ്. അപ്പോൾ അതിനകത്തുനിന്നും വരുന്ന ശബ്ദങ്ങൾ കേട്ടിട്ട് ഇവനാകെ പേജാറായിട്ട് കരയാണ് ചെയ്യുന്നത്. പിറ്റേ ദിവസം എന്താ സംഭവിക്കുന്നത്, ഹി ലീഡ്സ് നമ്മുടെ Lena presses the button and the family listens. They hear Lena delighted. Lena ഇതിനകത്ത് കയറാണ്. ലെന എന്ന് പറഞ്ഞാൽ ഭാര്യ ഈ ഹാപ്പിനെസ് മെഷീന് വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഹാപ്പിനെസ് കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പരീക്ഷണ വസ്തുവായിട്ട് ഭാര്യ എന്ത് ചെയ്യാണ്, ഇതിനകത്ത് കയറാണ്. അവളെ ഹാപ്പിനെസ് മെഷീൻ്റെ അകത്ത് കയറിയിട്ട് ബട്ടൺ പ്രസ് ചെയ്ത സമയത്ത് അവൾക്ക് അവളുടെ ഡിലൈറ്റ് കൊണ്ടുള്ള ഹാപ്പിനെസ്സോട് കൂടിയുള്ള സെൻസേഷൻ കൊണ്ടുള്ള ഒരുപാട് ശബ്ദങ്ങൾ നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നത്. അവളുടെ നിലവിളിയല്ല, അവളുടെ എന്താണ് സന്തോഷത്തിലുള്ള ആർപ്പുവിളികൾ കേൾക്കുന്നുണ്ട്. ടു ലിയോ സർപ്രൈസ് ഷീ സ്റ്റാർട്ട്സ് ടു ക്രൈ. ഷീ ഓപ്പൺസ് ദ ഡോർ. ലെന എക്സ്പ്ലെയിൻസ് ദ പ്രോബ്ലം. അപ്പോൾ ലെന പറയാണ് ദ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ദ പ്ലേസസ് ഷീ സോ ആൻഡ് തിങ്സ് ഷീ ഡിഡ് ഇൻ ദ മെഷീൻ വാസ് വണ്ടർഫുൾ ബട്ട് ദേ ആർ നോട്ട് റിയൽ. അവർക്ക് ഒരു ചടപ്പ് തോന്നുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അവരത് കണ്ട കാഴ്ചകളൊക്കെ ഇപ്പോൾ സൺസെറ്റ് ആണെങ്കിലൊക്കെ അടിപൊളി കാഴ്ചകളായിരുന്നു. സൺസെറ്റ് ആണെങ്കിൽ നല്ല എല്ലാവർക്കും കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് സൺസെറ്റ്. ഓക്കെ, ഡാൻസ് ചെയ്യാന്ന് പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ് ഡാൻസ് ചെയ്യാന്നുള്ളത്. പക്ഷേ ഇതിനൊക്കെ ഒരു സമയമുണ്ട് അല്ലേ, ആ സമയത്തിൽ കൂടുതൽ സൺസെറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കുറേ നേരം സൺസെറ്റ് അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോറടിക്കും. അതുപോലെ തന്നെ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾക്കും ഒരു അളവുണ്ട്. ആ അളവിൽ ആ സമയത്ത് കൃത്യമായിട്ട് നമുക്ക് കിട്ടിയാലേ അത് ഉപകാരമായിട്ട് നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവുകയുള്ളൂ എന്നൊരു കാര്യം അവൾ പറഞ്ഞു കൊടുക്കുകയാണ് അല്ലേ. ദ എൻജോയബിൾ മൊമെൻറ്റ്സ് ഇൻ ലൈഫ് ആർ ഇൻ ദ മെന്റ് ലാസ്റ്റ് ലോങ് ടൈം. നമുക്ക് എൻജോയബിൾ ആയിട്ടുള്ള എൻജോയ് ചെയ്യുന്ന ലൈഫിലെ മൊമെൻറ്റ്സ് എപ്പോഴും ഒരുപാട് നേരം നിലനിൽക്കില്ല. വി എക്സ്പീരിയൻസ് ദം ആൻഡ് ദെൻ വാണ്ട് ടു മൂവ് ഓൺ ടു സംതിങ് എൽസ്. നമ്മളത് അനുഭവിക്കും, എന്നിട്ട് പിന്നെ നമ്മൾ എന്താ പറയുക, നല്ല മനോഹരമായിട്ടുള്ളൊരു ഗാർഡൻ നിങ്ങൾ കാണണം, നിങ്ങൾ അവിടെ തന്നെ ഇങ്ങനെ കിടന്നുറങ്ങുമോ? ഇല്ല. ഊട്ടി കാണാൻ പോയി, ഊട്ടി തന്നെ നമ്മൾ നിൽക്കാമെന്ന് വിചാരിക്കുമോ? ഇല്ല. നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞല്ലേ, അല്ലെങ്കിൽ ഒരു 2 ദിവസം കഴിഞ്ഞല്ലേ, അല്ലെങ്കിൽ അന്ന് രാത്രി നമ്മൾ എന്ത് ചെയ്യും, എന്ത് ചെയ്യും, പോരും ഇങ്ങോട്ട്. ഓക്കെ, ഇനി Leo wants to confirm the machine slows himself. He gets in the stairs, start it up. It catches fire. Leo അപ്പോൾ ആ പ്രശ്നം ഒന്ന് പരിഹരിക്കണമെന്ന് വിചാരിച്ചിട്ട് ലിയോ എന്ത് ചെയ്യണം, അതിനകത്ത് കയറാണ്. അപ്പോൾ ഫയർ ഉണ്ടാവുകയാണ്. ഓക്കെ, എല്ലാവരും ഫയർ എഞ്ചിനൊക്കെ വിളിക്കുന്നു. അവിടെ വന്ന് ആ നാട്ടിലെ ആൾക്കാരൊക്കെ അവിടെ കൂടിയിട്ടുണ്ട്. ലിയോ ഹാസ് ടു ഫിഗർ ഔട്ട് ബട്ട് ലെന സേസ് it won't take long. He just needs to think she has been putting inside. Okay, അപ്പോൾ ലെന പറയുന്നതനുസരിച്ചിട്ട് എന്താ പറയുക, ഇനി അയാൾ എന്ത് ചെയ്യുന്നില്ല, ലിയോ ഗോസ് ഇൻസൈഡ്. അയാൾ ഭാര്യയുടെ കൂടെ മക്കളുടെ കൂടെ വീടിൻ്റെ അകത്തേക്ക് പോയിട്ട് ആ കാര്യങ്ങൾ, അവരുടെ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വ്യാപൃതനാവുകയാണ്. അയാളുടെ എരിഞ്ഞിട്ടുള്ള ഗാരേജിന് അവിടെ കിടത്തിയിട്ട് മൂപ്പരുടെ വർക്ക് പ്ലേസ്, ആ പ്ലേസിലേക്ക് കൂടുതൽ പോവാതെ അയാൾ എന്ത് ചെയ്യണം, ഇനി ഉണ്ടാവുന്ന ഗ്രാമർ പറയണ്ടോ, ഗ്രാമർ പറയാം. റിപ്പോർട്ട് സ്പീച്ച് പറഞ്ഞു താന്നോ, ഇപ്പോഴല്ല, ഇപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ നിർത്തിക്കഴിഞ്ഞാൽ ഉറങ്ങട്ടെ നമുക്ക്. അപ്പോൾ അതാണ് ചാപ്റ്റർ. നെക്സ്റ്റ് ചാപ്റ്റർ പ്രയർ ഇൻ ദ സ്പ്രിങ് ആണ്. യെസ്, പ്രയർ ഇൻ ദ സ്പ്രിങ് വളരെ കുഞ്ഞു ചാപ്റ്ററാണ്. ഈ കുഞ്ഞു ചാപ്റ്റർ എഴുതിയിട്ടുള്ള റോബർട്ട് ഫ്രോസ്റ്റ് ആണ് നമ്മുടെ പോയറ്റ്. ദ പ്രയർ ഇൻ ദ സ്പ്രിങ് നോക്കാം പെട്ടെന്ന് നമുക്ക് പോകാം. Oh, give us pleasure in the flowers today. Today എന്ന് പറഞ്ഞാൽ എവ്രി ഡേ എന്നാണ് അർത്ഥം കേട്ടോ. ടുഡേ എന്ന് പറഞ്ഞാൽ എവ്രി ഡേ എന്നർത്ഥം. ദൈവമേ, ഒരു പ്രെയർ ആണത്. ഓക്കെ, പോയിട്ട് ഒരു പ്രാർത്ഥനയാണ്. ആരോട്? ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഗിവ് us pleasure, ഞങ്ങൾക്ക് സന്തോഷം നൽകണം. എപ്പോൾ? ഇൻ ഫ്ലവേഴ്സ്, പൂക്കൾ കാണുന്ന സമയത്ത്. ടുഡേ, എവ്രി ഡേ ഞങ്ങൾക്ക് സന്തോഷം നൽകണം. ഓക്കെ, ആൻഡ് ഗിവ് us not to think so far away.
നാളത്തെ കാര്യത്തെക്കുറിച്ചിട്ട് ഓർത്തിട്ട്, മറ്റന്നാളത്തെ കാര്യത്തെക്കുറിച്ചിട്ട്, ഫ്യൂച്ചറിലെ കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ട് ഞങ്ങൾക്ക് ടെൻഷൻ തരല്ലേ, ബേജാറ് തരല്ലേ. ആസ് ദ അൺസർട്ടൻ ഹാർവെസ്റ്റ് കീപ്പ് അസ് ഹിയർ. എന്താ കാരണം എന്നറിയോ? ആസ് ദ അൺസർട്ടൻ ഹാർവെസ്റ്റ്, ആ നാളെയുടെ കാര്യം, മറ്റന്നാളത്തെ കാര്യം നമുക്ക് അൺസർട്ടൻ ആണ്, ഉറപ്പില്ലാത്ത കാര്യമാണ്. ഹാർവെസ്റ്റ് എന്ന് പറഞ്ഞാൽ വിളവെടുപ്പ്, മറ്റന്നാളത്തെ വിളവെടുപ്പ് നമുക്ക് ഒരു ഉറപ്പും ഇല്ലാത്തതാണ്. കീപ്പ് അസ് ഹിയർ ഓൾ സിംപ്ലി ഇൻ ദ സ്പ്രിംഗ് ഓഫ് ദ ഇയർ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ എല്ലാ വർഷക്കാലവും നമുക്ക് ഈ സ്പ്രിംഗ് സീസണിൽ എങ്ങനെ നമ്മൾ എൻജോയ് ചെയ്യുന്നോ അതുപോലെ എൻജോയ് ചെയ്യാൻ ഞങ്ങൾക്ക് തുണയ്ക്കണമേ ദൈവമേ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ലിവ് ഇൻ ദ പ്രസൻറ്റ്, ഈ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ജീവിക്കുക, നാളെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ചിട്ട് ലൈഫ് കൊളാക്കരുത് എന്നാണ് ഓർഡർ പറയുന്നത്. ഓ ഗിവ് us pleasure in the orchard white. ഈ ഓർച്ചഡ് വൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പ്രകൃതിയിലെ നമ്മുടെ എന്താണ് തോട്ടത്തിലെ രാത്രി പൂക്കുന്ന വെളുത്ത പൂക്കൾ. ലൈക്ക് നത്തിങ്, അത് ഒന്നുമല്ല. എപ്പോ? പകല്. ലൈക്ക് ഗോസ്റ്റ് ബൈ നൈറ്റ്, എന്നാൽ രാത്രിയാകുമ്പോൾ പ്രേതത്തെ പോലെ തോന്നിപ്പിക്കുന്നു. ഈ വൈറ്റ് ഫ്ലവേഴ്സ് പ്രേതത്തെ പോലെ തോന്നിക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ആണത്. ഓക്കെ, ആൻഡ് മേക്ക് അസ് ഹാപ്പി ഇൻ ദ ഹാപ്പി ബീസ്. അതുപോലെ തന്നെ പൂക്കളിൽ നിങ്ങൾക്ക് സന്തോഷം നൽകണം. അതാണ് ഈ സ്റ്റാൻസയിൽ പറയുന്നത്. പൂക്കൾ കാണുന്ന സമയത്ത്, രാത്രി പൂക്കുന്ന വെളുത്ത എന്താ പറയുക, ലില്ലി ആണെങ്കിലും അതുപോലെ തന്നെ ജാസ്മിൻ ആണെങ്കിലും ഒക്കെ, അതിലൊക്കെ ഞങ്ങൾക്ക് ഹാപ്പിനെസ് നൽകണം ദൈവമേ. അതുപോലെ തന്നെ ഒന്നും ചിന്തിക്കാനില്ലാതെ ഇങ്ങനെ മൂളിപ്പാട്ടും പാടി നടക്കുന്ന ബീസില്ലേ, ആ ബീസ് എന്ന് വെച്ചാൽ ഹണി ബീസ്, തേനീച്ചകളെപ്പോലെ സന്തോഷം തരുന്ന ഞങ്ങൾക്ക്, അതിനെ കാണുമ്പോൾ സന്തോഷം തരണേ ഞങ്ങൾക്ക്. ദ സ്വാം ഡിലൈറ്റിംഗ് അറൌണ്ട് ദ പെർഫെക്റ്റ് ട്രീസ്. അവരെങ്ങനെയാണ് ഡിലൈറ്റിംഗ് അല്ലെ, വലിപ്പം വെച്ച് കൂടിങ്ങനെ വലുതാക്കി കൊണ്ടുവരുന്ന മരങ്ങളിൽ ചുറ്റിക്കറങ്ങുന്ന അവന്മാരെ പോലെ സന്തോഷം നൽകണം. ആൻഡ് മേക്ക് അസ് ഹാപ്പി ഇൻ ദ ഡാർട്ടിംഗ് ബേർഡ്. അതിനേക്കാൾ മുകളിൽ, തേനീച്ചന്റെ മുകളിൽ പറക്കുന്ന ഡാർട്ടിംഗ് ബേർഡ്, ഹമ്മിങ് ബേർഡ്, ഒരു ചെറിയ പക്ഷിയാണ്. ഓക്കെ, കുരുവി, ആ കുരുവിയെപ്പോലെ. ഓക്കെ, that suddenly moves the bee's herd, that suddenly above the bee is heard. ആ ബീസിന് മുകളിൽ പറക്കുന്ന ദ മെറ്റിയർ എന്ന് പറഞ്ഞാൽ ഉൽക്കയാണ്. ഉൽക്ക പോലെ താഴേക്ക് ബും വെച്ചിട്ട് ഒരു പൂവ് കാണുമ്പോൾ താഴേക്ക് വരും. എന്നിട്ടോ ആൻഡ് ത്രസ്റ്റ് ഇറ്റ് വിത്ത് നീഡിൽ ബിൽ, അതിൻ്റെ കൊമ്പ് കൊണ്ട്, അതിൻ്റെ കൊക്ക് കൊണ്ട് അതങ്ങനെ കുത്തി തേൻ കുടിക്കുന്നു. ആൻഡ് ഓഫ് എ ബ്ലോസം ഇൻ മിഡ് എയർ സ്റ്റാൻഡ് സ്റ്റിൽ, അതങ്ങനെ അനക്കമില്ലാതെ ചിറകുകളടിക്കാതെ ഇതേപോലെ സ്റ്റാൻഡ് സ്റ്റിൽ, അങ്ങനെ നിശ്ചലമായിട്ട് എയറിൽ നിൽക്കാൻ കഴിയുന്ന ഈ ഹമ്മിങ് ബേർഡിനെ കാണുമ്പോൾ, അതിൻ്റെ ഈ കാഴ്ച കാണുന്ന സമയത്ത് എനിക്ക് സന്തോഷം നൽകണമേ ദൈവമേ. ഫോർ ദിസ് ഇസ് ലവ്, കാരണം ഇതാണ് സ്നേഹം. ആൻഡ് നത്തിങ് എൽസ് ഇസ് ലവ്, ഇതാണ് സ്നേഹം. ഇതിനേക്കാൾ അപ്പുറത്തുള്ള എന്ത് സ്നേഹമാണുള്ളത്? ഇതാര് നൽകിയ സ്നേഹമാണ്? ദ വിച്ച് ഇസ് റിസർവ്ഡ് ഫോർ ഗോഡ് അബവ്, ദൈവം തമ്പുരാൻ നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന സ്നേഹമാണിത്. ഓക്കെ, ദൈവം തമ്പുരാൻ നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന കാഴ്ചകളാണിതൊക്കെ. ടു സാങ്ക്ടിഫൈ what far ends he will, but which it only needs that we fulfill. ഈ പ്രയാസങ്ങളുള്ള ഈ ലോകത്ത് നമ്മൾ പ്രയാസങ്ങളൊക്കെ മറക്കാൻ വേണ്ടിയിട്ട്, ഇന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ദൈവം തമ്പുരാൻ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരുപാട് കാഴ്ചകളാണ് ഈ പറയുന്നതെല്ലാം എന്ന് പറയുമ്പോൾ നമ്മുടെ പോയം അവിടെ അവസാനിക്കുകയാണ്. ഒന്നുമില്ല, തീം ഇത്രയേ ഉള്ളൂ. ഡോണ്ട് തിങ്ക് അബൌട്ട് ദ ഫ്യൂച്ചർ ആൻഡ് ബേർഡൻ യുവർ സെൽഫ്. പ്രയാസത്തിലാവരുത് നിങ്ങൾ, നാളെക്കുറിച്ച് ഓർത്തിട്ട് അങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ലിവ് ഇൻ ദ പ്രസൻറ്റ്. ഈ പ്രസൻറ്റിൽ ജീവിക്കുക, അടിപൊളിയായിട്ട് ഹാപ്പി ആയിരിക്കുക. അതിന് സഹായിക്കുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മുടെ പ്രകൃതിയിലുണ്ട്. ആദ്യം പൂക്കളുടെ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ, പിന്നെ എന്ത് പറഞ്ഞു, ഹണി ബീസിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ ഹമ്മിങ് ബേർഡിൻ്റെ കാര്യം പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, അവരെയൊക്കെ കണ്ട് സന്തോഷിക്കാമെന്നാണ് ഓദർ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് വരികയാണ്. ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരെന്താണ്? യെസ്, ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് ദ ട്രയോ എന്നാണ്. ട്രയോയുടെ യെസ്, ട്രയോ. ആരാണ് ട്രയോ? സാർ, എല്ലാ അപ്രീസിയേഷൻസും പറഞ്ഞു തരുമോ? പറയും, ഇന്ന് പറയില്ല കേട്ടോ. ഇന്ന് നമ്മൾ ചാപ്റ്റേഴ്സ് അല്ലേ പറയുന്നുള്ളൂ. നാളെയല്ലേ നമ്മുടെ ഈ ഡിസ്കോഴ്സസ് ഒക്കെ പറയാം. നാളെ നമുക്ക് ഗ്രാമറും ഡിസ്കോഴ്സും ഒക്കെ പറയാം. മറ്റന്നാൾ വേണമെങ്കിൽ ഒന്നും കൂടെ പറയും, നമ്മൾ ഡിസ്കോഴ്സും പ്രീവിയസ് ക്വസ്റ്റ്യൻസും മാത്രം. ശേഷം നമ്മൾ ടാറ്റ ബൈ ബൈ പറയും. പരീക്ഷ കഴിഞ്ഞിട്ട് എനിക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യണം, എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ. ഓക്കെ, അപ്പോൾ അതിപ്പോൾ പറയണ്ട. ആർ.കെ. നാരായണനാണ് ട്രയോ എന്ന് പറയുന്ന കഥ എഴുതിയിരിക്കുന്നത്. സ്വാമിനാഥനാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം. അതുപോലെ തന്നെ സ്വാമിനാഥൻ എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. പിന്നെ മറ്റൊരാളാണ് ആര്?
മണി എന്ന് പറയുന്ന ആള്, അതുപോലെ തന്നെ രാജം എന്ന് പറയുന്ന ആള്, ഇതൊക്കെ കുട്ടികളാണ് കേട്ടോ, ചെറിയ പയ്യന്മാരുടെ കഥയാണ്. നോക്കാം നമുക്ക്. The story revolves around three boys named Mani, Swaminathan and Rajan. രാജം, മണി, സ്വാമിനാഥൻ, ഇങ്ങനെ 3 ക്യാരക്ടേഴ്സാണ് ഇതിനകത്തുള്ളത്. Studying in the same class and come from different financial backgrounds. ഓക്കെ, പല കുടുംബങ്ങളിൽ നിന്നും വരുന്ന ഒരേ ക്ലാസ് പഠിക്കുന്ന 3 കുട്ടികൾ. The sandbanks of river Sarayu near Xylem streets were crowded as usual. Mani with his friend Swaminathan was sitting in the bank of the river. മണി എന്ന് പറയുന്ന ഈ കുട്ടിയും സ്വാമിനാഥനും കട്ട ചങ്കുകളാണ്. ഇവർ രണ്ടുപേരും സരയു നദിയിൽ തിരക്കുള്ള സമയത്ത് വെള്ളത്തിൽ കാലൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇരിക്കുകയാണ്, ഫ്രണ്ട്സ് അല്ലേ. ഓൺ സീയിങ് ദ ഫ്ലോ ഓഫ് ദ റിവർ ഡീപ് വാട്ടർ ഫാസ്റ്റ്, മണി ഡിസൈഡഡ് ടു ബ്രിങ് രാജം ഹിസ് ന്യൂ ആൻഡ് ബ്രില്യൻറ്റ് ക്ലാസ്മേറ്റ് there and throw him into the water. മണി വിചാരിക്കുകയാണെന്ത്, ആ ഒഴുക്കുള്ള വെള്ളം കാണുമ്പോൾ നമ്മളെ ക്ലാസ്സിൽ പുതിയതായിട്ട് വന്ന ബ്രില്യൻ്റ് ആയിട്ട് ചെക്കനില്ലേ, എനിക്ക് ഷോൺ ഇഷ്ടമല്ല, എന്താ മോൻ്റെ പേര് രാജം, മോനെ ഞാൻ എന്ത് ചെയ്യും, ഇതിനകത്തിട്ട് കൊല്ലും. രാജം ആരാണെന്ന് നമുക്ക് നോക്കാം. രാജം വാസ് എ ന്യൂ കമ്മർ ഇൻ ദ ഫസ്റ്റ് ഇയറിലെ ന്യൂ കമ്മർ ആണ് രാജം. ഹി ഡ്രസ്ഡ് വെരി വെൽ, ഓൺലി ബോയ് ഇൻ ദ ക്ലാസ് ഹു വോർ സോക്സ് ആൻഡ് ഷൂസ്, ഫർ ക്യാപ്സ് ആൻഡ് ടൈ ആൻഡ് വണ്ടർഫുൾ കോട്ട് ആൻഡ് നിക്കേഴ്സ്. നിക്കറും അതുപോലെ തന്നെ കോട്ടും ഫർ ക്യാപ്പും ടൈ ഒക്കെ കെട്ടി വരുന്ന ഏക കുട്ടി ആര് മാത്രമാണ് ആ ക്ലാസ്സിൽ? ഇവ മാത്രം ഒരു പരിഷ്കാരി. ഹി കെയിം ടു സ്കൂൾ ഇൻ എ കാർ, ഒരു കാറിലാണ് അവൻ സ്കൂളിലേക്ക് വരുന്നത്. He spoke fluent English like a European. English. Okay. In addition, Rajam was a regular 70%, second only to Shankar, the genius of the class. അതും പോരായിട്ട് ഓൻ ക്ലാസ്സിൽ എപ്പോഴും സെക്കൻഡ് ആണ്. ഓക്കെ, നമ്മളെ ശങ്കർ കഴിഞ്ഞാൽ ഉടനെ ഉള്ള അടുത്ത റാങ്കാണ് ഇവന്. ശങ്കർ പഠിപ്പിച്ചാണ് ക്ലാസ്സിലുള്ള. ഓക്കെ, ഇനി ഇഫ് മണി ജാബ്ഡ്, രാജം ജാബ്ഡ്. മണി ഇങ്ങനെ ഒരു കുത്തു കൊടുത്താൽ രാജം എന്ത് ചെയ്യും? കുട്ടിക്കും തിരിച്ചു വിടണം. ഇഫ് മണി ക്ലൗട്ടഡ്, മണി ഒരു അടി കൊടുത്താൽ ഹീ ക്ലൗട്ടഡ്, ഓണ് തിരിച്ചടിക്കും. ഇഫ് മണി കിക്ക്ഡ്, ഹീ കിക്ക്ഡ്. ഇഫ് മണി വാസ് ദ ഓവർലോഡ് ഓഫ് ദ ക്ലാസ്, രാജം സീംസ് ടു ബി നത്തിങ് എൽസ്. മണി എങ്ങനെയാണോ ക്ലാസ്സിൽ, മണി ഒരു സ്റ്റാറാണ് ക്ലാസ്സിൽ, അതുപോലെ തന്നെയാണ് ആരും ഈ നമ്മുടെ പറയുന്ന കുട്ടിയും രാജവും. സോ ഹി ബിക്കെയിം റൈവൽ ഓഫ് മണി. അങ്ങനെയാണ് അവൻ മണിയുടെ ശത്രുവാകുന്നത്. രാജം ആൻഡ് മണി ഡിഡ്ന്റ് ടോക്ക് ടു ഈച്ച് അതർ. രാജമും മണിയും നേരിട്ട് സംസാരിക്കാറില്ല. ദേ വർ when they quarreled, Swaminathan was the mediator between them. അവർ കച്ചറ ഉണ്ടാക്കുമ്പോൾ സ്വാമിനാഥനാണ് ഇടയ്ക്ക് നിന്നിട്ട് സംസാരിക്കുക. ഓക്കെ. Once while passing some information from the Mani to Rajam, Swaminathan was caught by the teacher. ഒരു ദിവസം ഒരു ഇൻഫർമേഷൻ ഇങ്ങനെ ഒരു കൈമാറായിരുന്നു. ആ സമയത്ത് ടീച്ചർ പൊക്കി. ആരാ പൊക്കിയത്? നമ്മളെ സ്വാമിനാണ് പൊക്കിയത്. ഓക്കെ, ഒരുപാട് ഭാഗമാണ്, അതിനാണ് എനിക്ക് A+ നഷ്ടമായത്. ഒരുപാടുള്ള ഭാഗമാണോ? ഇത്രയും ക്ലാസ് കിട്ടിയിട്ടും പാടാണോ? നമുക്ക് നോക്കണം കേട്ടോ. ഡോൺ വറി, സെറ്റാക്കണം നമുക്ക്. ആദർശ്. One day, Mani asked Rajam through the Swaminathan whether he was a man or not. അങ്ങനെ ഒരു ദിവസം അവൻ ചോദിക്കുകയാണ്, എടാ നീ ഒരു ആണാണോ എന്ന് ചോദിച്ചു. It turned out to be a quarrel. അത് കേട്ടപ്പം ഒരു കച്ചറയായി. Mani challenged Rajam to meet Nalapa's grove to prove his strength. Mani planned to kill Rajam, but he feared Rajam's spirit attacking him night, so he turned back from his plan. അങ്ങനെ മണി വിചാരിക്കുകയാണ്, മണി ചാലഞ്ച് ചെയ്തു ആരെ? രാജമിനെ. എന്തിന്? നല്ലപ്പൻ്റെ ഗ്രൗണ്ടിലേക്ക് പാടാ ധൈര്യം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു. മണിയുടെ ഉദ്ദേശം എന്തായിരുന്നു? അവനെ അവിടെ വെച്ച് കൊല്ലാന്നായിരുന്നു. ഓക്കെ, പക്ഷെ അവനൊരു പേടിയുണ്ട്. എന്താ? കൊല്ലാന്നെനിക്ക് ധൈര്യമില്ല. അത് കാരണം വെച്ചാൽ അവൻ്റെ പ്രേതമായിട്ട് വന്നിട്ട് എന്നെ ഇടങ്ങാറാക്കുക എന്നുള്ളതാണ്. മുടി പിടിച്ച് വലിക്കുക, അല്ലേ, കാല് പിടിച്ച് വലിക്കുക, ഇതൊക്കെ ചെയ്താലോ. മണി വെയിറ്റഡ് അറ്റ് നല്ല പാസ്, സോ ഹി ടേൺ ബാക്ക് ഫ്രം ഹിസ് പ്ലാൻ. അതുകൊണ്ട് ആ ഒരു പരിപാടിയിൽ നിന്ന് മാറി കൈയും കാലം അടിച്ചിട്ടാണ് നീ വിചാരിച്ചു. മണി വെയിറ്റഡ് അറ്റ് നല്ല പാസ് ഗ്രൂവ് വിത്ത് എ വുഡൻ ക്ലബ് ഇൻ ഹിസ് ഹാൻഡ്. ഒരു വുഡൻ ക്ലബ്ബുമായിട്ട്, ഒരു ബാറ്റുമായിട്ട്. ഓക്കെ, അവൻ എന്ത് ചെയ്തു? അവിടെ കാത്തു നിന്നു മണീനല്ല, രാജത്തിന്. രാജം റീച്ച് ദ സ്പോട്ട് എ ലിറ്റിൽ ലേറ്റ്. കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും രാജം അവിടെ എത്തി. ഹി കെയിം വിത്ത് എ ഗൺ. മൂപ്പര് ഗണ്ണ് കയറ്റാൻ വന്നിരിക്കുന്നത്. ഇൻ ഹിസ് ഹാൻഡ് ആൻഡ് ഫയർഡ് ഇൻ ടു ദ എയർ. എന്ന് വെച്ച് 2 പൊട്ടിക്കലും പൊട്ടിച്ചു. Mani became frightened. Mani ഒന്ന് ബേജാറായി. Mani said that it was not fair to on the part of Rajam to come with a gun. തോക്കൊന്നും കൊണ്ടുവരാൻ പാടില്ല, അതൊന്നും പറഞ്ഞിട്ടില്ല, കളിയിൽ ഇതൊന്നും ഇല്ലാത്താണ്, നീ അങ്ങ് തോക്ക് കൊണ്ടുവരാ. Rajam replied by asking Mani why he had brought club. അപ്പോൾ നീ എന്തിനാ ക്ലബ്ബ് കൊണ്ടെന്ന്, നീ എന്തിനാ ബാറ്റ് കൊണ്ടെന്ന്? തല പൊട്ടിക്കാനോ? അത് ശരി. Mani hung down his head on this and informed Rajam that once he called him a sneak before someone. Due to this he had a hatred towards Rajam. അവൻ അത് പറഞ്ഞപ്പോൾ ഈ ക്ലബ്ബ് എന്തിനാ കൊണ്ടെന്ന് വെച്ചപ്പോൾ ഡിങ് അതാണ്. ഓക്കെ, പിന്നെ ഒന്നും പറയാനില്ല. അവൻ പറഞ്ഞു, എന്ത്, നിങ്ങൾ എന്നെ ഒരു ദിവസം, രാജം, നിങ്ങൾ ആരുടെ മുമ്പ് നിന്ന് എന്നെ ഒരു സ്നീക്ക്, കള്ളെന്ന് വിളിച്ചിരിക്കുന്നു ഞാൻ കേട്ടിരിക്കുന്നു. രാജം said that he never called him a sneak. ഞാൻ ഒരിക്കലും നിന്നെ വിളിച്ചിട്ടില്ല മണി.
if it was only reason for his anger, then he should forget things and become friends. ഇത് മാത്രമാണ് എൻ്റെ പ്രശ്നമെങ്കിൽ അത് മറക്കണം, എന്നിട്ട് നമുക്ക് ഫ്രണ്ട്സ് ആവാം. ഓക്കെ, ഉണ്ടോ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ? In the end, they talked with each other. Rajam shared some biscuit with them and corrected their mistakes. അവർ സുഹൃത്തുക്കളായി ബിസ്ക്കറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. The misunderstanding were dispelled and they became good friends. മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഒഴിവായി ഒരു കട്ട ചങ്ങായിമാരായി. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിന്ന് ചോദിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ക്യാരക്ടർ സ്കെച്ച്. 3 പേരുടെയും ക്യാരക്ടർ സ്കെച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ നമ്മുടെ കോണ്ടന്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ നോക്കുക. ഓക്കെ, ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ അത്രയാണ് സെറ്റുമസാ. ഓക്കെ, അപ്പോൾ നാളെ രാത്രി 7:30 അല്ലേ, 6-ാം തീയതി നമ്മുടെ എന്തുണ്ട്, മെഗാ മാരത്തോൺ ഉണ്ട്. മെഗാ മാരത്തോണിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടും പങ്കെടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ 10th സ്റ്റാൻഡേർഡിലേക്കുള്ള IS നമ്മുടെ അഡ്മിഷനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ആണത്. ഓക്കെ, സ്റ്റേറ്റ് ആൻഡ് CBSE ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. എക്സ്പീരിയൻസ് ഫാക്കൽറ്റീസ്, റെക്കോർഡഡ് ക്ലാസ് ലൈവ്സ്, റെക്കോർഡഡ് പ്ലസ് ക്ലാസ് ലൈവ് ക്ലാസ്സസ്, ഡൗട്ട് ക്ലിയറൻസ്, അതുപോലെ തന്നെ യൂണിറ്റ് ടെസ്റ്റ്, ലൈവ് ആൻസർ ഡിസ്കഷൻസ്, സ്ലൈഡ്സ് ആൻഡ് നോട്ട്സ് ആഫ്റ്റർ എവറി ക്ലാസ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ജനറൽ ആൻഡ് ഇൻഫോർമേറ്റീവ് വീഡിയോസ്. ഇതൊക്കെയാണ് അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്താൽ. അപ്പോൾ ഏർലി ബേർഡ് ക്യാച്ചസ് ദ പ്രേ എന്ന് പറയാറുണ്ട്. എന്ന് വെച്ചാൽ നേരത്തെ തുടങ്ങുന്നവരാണ് എന്ത് ചെയ്യുക, പെട്ടെന്ന് വിജയത്തിലേക്ക് എത്തുക എന്ന് നമ്മൾ പറയാറുണ്ട്. സോ നേരത്തെ നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കട്ടെ. ഒരു വലിയ പരീക്ഷയിലേക്ക് നിങ്ങൾ എത്താൻ പോവുകയാണ്. ഈ പരീക്ഷ ചെറുതാണ്, 9ാം ക്ലാസ്സിൻ്റെത്. വലിയ പരീക്ഷ അപ്പുറത്താണ് ഇവിടെ 10ാം ക്ലാസ്സിൽ. സോ അതിന് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഇംഗ്ലീഷിലെ എല്ലാ ഗ്രാമറും എവിടെയുണ്ട്, 10th സ്റ്റാൻഡേർഡിലുണ്ട്. ഓക്കെ, അപ്പോൾ ആ 10th സ്റ്റാൻഡേർഡിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കമാണ് നമ്മുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ. സോ ബി കോൺഫിഡൻറ്റ്, ഉഷാറായിട്ടിരിക്കുക. ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ഞാനിത് ഒരൊറ്റ നിപ്പിൽ പനി ഉണ്ടായിട്ട് പോലും ഞാനത് ഇതുണ്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം സൂപ്പറായിട്ട് ഇതൊക്കെ നിങ്ങളൊന്ന് ഓർത്തു വെക്കണം. സ്ലൈഡ്സ് ഉപയോഗപ്പെടുത്തണം. പോയംസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ വായിച്ച് നോക്കണം. നാളെ ക്ലാസ്സിന് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാത്ത ഡിസ്കോഴ്സസ്, ഗ്രാമറൊക്കെ ആയിട്ട് വരിക. അടിപൊളിയൊക്കെ നമുക്ക് സെറ്റാക്കണം. മറ്റന്നാളും ക്ലാസ് ഉണ്ട് രാവിലെ, നമ്മുടെ മോർണിംഗ് ബൂസ്റ്റർ ഉണ്ടാവും. ഓക്കെ, അപ്പം സെറ്റ്, അടിപൊളിയല്ലേ? കമൻറ്റ് ബോക്സിൽ പറയാം നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് കേട്ടോ. ഓക്കെ, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ റെഡിയല്ലേ മക്കളെ, നിർത്തല്ലേ നമുക്ക്? ചാപ്റ്റേഴ്സൊക്കെ ആയി കേട്ടോ. ബിഗ് സല്യൂട്ട്, താങ്ക് യു. ഗ്രാമർ ഭാഗം നാളെ പറയും കേട്ടോ. ആദർശ പറയൂടാ, നാളെ പറയും കേട്ടോ. പ്രധാനപ്പെട്ട ഗ്രാമറൊക്കെ പറയും, ദൈവം തുണക്കുകയാണെങ്കിൽ. വൈക, താങ്ക് യു. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നാളെ പഠിപ്പിക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്. കാണാനും